ഓക്കെ, ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. എടാ എല്ലാവർക്കും പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. സൂമിലുള്ള ആളുകൾ കുറച്ച് പേരുണ്ട്, ഒന്ന് ടാറ്റ കാണിക്കാം. ദെൻ യൂട്യൂബിലുള്ളവരാണെങ്കിൽ ഒന്ന് ചാറ്റിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഒരു തമ്പ് കാണിച്ചാൽ മതി, കേൾക്കുന്നുണ്ട്. വീഡിയോയോ ഓഡിയോയോ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച് സൂമിലുള്ളവർ. ഓക്കെ ആണ്, പെർഫെക്റ്റ്. യെസ്, സുഖമാണ് എല്ലാവർക്കും? ഹാപ്പിയാണ്? മക്കളെ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ സൂമിലുള്ള ആളുകൾ ഒന്ന് വീഡിയോ വേഗം ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. സൂമിലുള്ള ആളുകൾ വേഗം ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വെച്ചോളാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സയൻസ് എക്സാം അല്ലേ? സയൻസ് എക്സാം അല്ലേ? ചോദിക്കുമ്പോഴേക്കും ഫേസിലെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ കുഴപ്പമില്ല. നമ്മളപ്പോൾ ഇന്ന് സയൻസിൽ നമ്മുടെ ബയോളജിയിലെ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. 5 ചാപ്റ്റേഴ്സിലെയും ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ലിങ്ക് കിട്ടിയിരുന്നു, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കൊടുത്തിരുന്നോ? ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സൂം ലിങ്ക് അല്ല, യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. ഇപ്പോൾ നിങ്ങളുടെ പോലെ തന്നെ നിങ്ങളുടെ ഈ സയൻസിന്റെ എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് കുട്ടികൾ വേറെ ഉണ്ടാവും. അപ്പോൾ അവർക്കൂടെ ഒന്ന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഈ ഒരു ക്ലാസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവർക്കൂടെ ഒന്ന് ലിങ്ക് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് തുടങ്ങാമോ? തുടങ്ങാമല്ലോ. തുടങ്ങാമെങ്കിൽ ഒന്ന് വേവ് ചെയ്ത്. ഓക്കെ, സെറ്റല്ലേ സാർ? സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻലി 5 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ആദ്യം ലൈഫ് പ്രോസസ് വരുന്നുണ്ട്, അതിനുശേഷം കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വരുന്നുണ്ട്, ദെൻ ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് എന്നുള്ള ചാപ്റ്റർ വരുന്നുണ്ട്, ഹെറിഡിറ്റി വരുന്നുണ്ട്, ഫൈനലി അവർ എൻവയോൺമെന്റ് വരുന്നുണ്ട്. ഈ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത് അല്ലേ? അപ്പോൾ 5 ചാപ്റ്റേഴ്സിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എക്സാമിന് ചോദിക്കുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹിയർ നമുക്ക് ഫസ്റ്റ് ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ചിരുന്നോട്ടെ എല്ലാവരും. അതൊന്ന് കയ്യിലെടുത്ത് വെച്ചോളൂ. കാരണം വേറെ ഒന്നുമല്ല, ടോപ്പിക്സ് നിങ്ങൾ നോട്ട് ചെയ്ത് പോയിണ്ടാവും. എങ്കിൽ കൂടി ലാസ്റ്റ് ടൈം ആണ്, ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ എന്ന രീതിയിൽ വീണ്ടും ഒന്ന് ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കുവാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ലൈഫ് പ്രോസസ്സസ് ആണ്. ഓക്കെ, ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, യെസ്, ഓക്കെ സോ ഓക്കെ മക്കളെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. മെൻഷൻ ദ സൈറ്റ് ഓഫ് കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ് ഇൻ ഹ്യൂമൻ ബോഡി. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഫാറ്റ്സിന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും അതുപോലെ പ്രോട്ടീനിന്റെ ഒക്കെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്ന സൈറ്റ്, ലൊക്കേഷൻ ഏതാണ്? അറിയാമോ? അറിയില്ലേ നിങ്ങൾക്ക്? ഇത് ഒബ്ജക്റ്റീവിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്ന ഒരു സാധനമാണ്. ഡയറക്റ്റ് ഒറ്റൊരു വേർഡിൽ നമുക്ക് ആൻസർ എഴുതി ഒതുക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അറിയാമോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. സാർ എന്റെ ആൻസർ പറഞ്ഞുതരാം. ഓക്കെ സാർ, അപ്പൊ ആൻസർ സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ്. നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. സ്മോൾ ഇൻഡസ്റ്റൈൻ ബേസ് ചെയ്തിട്ട് എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. മേ ബി ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആവാം നിങ്ങൾക്ക് എക്സാമിന് വരാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? ഓക്കെ ആണെങ്കിൽ തമ്പ് കാണിച്ചോ. തമ്പ് ഇപ്പൊ യൂട്യൂബിലുള്ള ആളുകളാണെങ്കിൽ ചാറ്റിലേക്ക് തമ്പിട്ടാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക മക്കള്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെയിം ദ റിസർവ് ഫുഡ് ഓഫ് പ്ലാന്റ് സെൽ. പ്ലാന്റ് സെൽസിനകത്ത് റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്താണ്? ഓക്കെ സാർ, നമുക്ക് ഒരാളോട് ചോദിച്ചു നോക്കിയാലോ. യെസ്, അഖിൽ സാർ, ഗൗതം ശേഖർ, യെസ്. ഓക്കെ, യെസ് സാർ, നമുക്ക് ഒരാളോട് ചോദിച്ചു നോക്കാം. ആരാണ്? ഹാനിയ. നമ്മുടെ ഹാനിയാണല്ലേ? ഹാനിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഹാനിയ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, റിസർവ് ഫുഡ് മെറ്റീരിയൽ ഏതാണ്? പ്ലാന്റ്സിന്റെ കേസിലെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഏതാണ്? ഷുവർ, സ്റ്റാർച്ച് ആണ്. മക്കളെ, ഹാനിയ പറയുന്നു സ്റ്റാർച്ച് എന്നാണ്. മെസ്സേജസിൽ ആരെങ്കിലും പറയുന്നുണ്ടോ സാർ ഏതാണെന്നുള്ളത്? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. ഹാനിയ സ്റ്റാർച്ച് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സമ്മതിച്ചു തരാണ്, സ്റ്റാർച്ച് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. യെസ്, നെയിം ദ സ്റ്റോർഡ് ഫുഡ് ഇൻ അനിമൽസ്. പ്ലാന്റ്സിൽ നമ്മൾ പറഞ്ഞു സ്റ്റാർച്ച് ആണ് റിസർവ് ഫുഡ് മെറ്റീരിയൽ. അങ്ങനെയാണെങ്കിൽ അനിമൽസിന്റെ കേസിൽ സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ ഏതാണ് അനിമൽസിന്റെ കേസിൽ സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ? യെസ്, മെസ്സേജസ് സാർ, എനി മെസ്സേജസ്? ഓക്കെ, യെസ്. നമുക്കിതേ ഇവിടെ ഒരാളോട് ചോദിച്ചു നോക്കിയാലോ സാറേ? ചോദിച്ചു നോക്കാം. യെസ്, ഷുവർ. മക്കളെ, എക്സാമിന് ഞാൻ പറഞ്ഞില്ല, എക്സാമിന് ഈ ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ. ഈ ടോപ്പിക്ക് ബേസ് ചെയ്ത് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. സോ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ച് പോയിക്കോളാം. ഓരോ കണ്ടന്റും ടോപ്പിക്ക് വൈസ് നോട്ട് ചെയ്ത് പോയിക്കോളാം കേട്ടോ. ഓക്കെ സാർ, ആരാണ്? അമൻ അൺമ്യൂട്ട് ചെയ്തേടാ. യെസ്, അമൻ ഏതാണ് നമ്മുടെ അനിമൽസിന്റെ കേസിൽ സ്റ്റോർഡ് ഫുഡ്? ഗ്ലൂക്കോസ് ആണോ? ഉറപ്പാണ്, ഗ്ലൂക്കോസ് ആണോ? ഗ്ലൂക്കോസ്. ആൻസർ ഒന്ന് നോക്കിക്കേ സാറേ, മൂവ് ചെയ്തോളൂ. ആൻസർ നോക്കിക്കേ, ഗ്ലൂക്കോസ് ആണോ അതോ
ഗ്ലൂക്കോസ് എന്നായിരിക്കും, പക്ഷെ എഴുതി വെച്ചോ ഗ്ലൈക്കജൻ ആണ്. ഗ്ലൂക്കോസ് എന്നാണ് നമ്മൾ പറയാം, പക്ഷെ സ്റ്റോർഡ് ഫുഡ് എന്നല്ലേ ചോദിക്കുന്നത്. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. ഓക്കെ, ഗ്ലൈക്കോജന്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ, പലതവണ ചോദിക്കുമ്പോൾ നമ്മൾ തെറ്റിച്ച് കളയാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഗ്ലൈക്കോജൻ ആണ് അനിമൽസിലെ ഈ പറയുന്ന സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ലൈഫ് പ്രോസസ്സിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, കുറേ തവണ ബോർഡ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഹെർബിവോർസ് ഹാവ് എ longer small intestine while the carnivores have a shorter small intestine and give reason എന്നാണ് ക്വസ്റ്റ്യൻ. അറിയാവുന്നവർ മാത്രം ഒന്ന് വേവ് ചെയ്തേ, അറിയാവുന്നവരൊന്ന് വേവ് ചെയ്തേ. മെസ്സേജസ് ഒന്ന് ചാറ്റിലേക്ക് അയച്ച് നിങ്ങൾ. എന്താ സിമ്പിൾ സാധനം അല്ലേ? കഴിക്കുന്ന ഫുഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ എലിമെന്ററി കനാലിൽ ഈ പറയുന്ന സ്മോൾ ഇൻഡസ്റ്റൈന്റെ ലെങ്തിൽ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ആൻസർ അറിയാം, ഇതുപോലെ തന്നെ ആൻസർ എക്സാമിന് എഴുതി വെച്ചോളാം. ഓക്കെ സർ, ആൻസർ മക്കളെ herbivores eating grass need a longer small intestine to allow the cellulose to be digested. നമ്മൾ കഴിക്കുന്ന ഇപ്പൊ പ്ലാന്റ്സ് കഴിക്കുന്ന ആളുകളാണ് ഹെർബിവോഴ്സ്. അവർ കഴിക്കുന്ന പ്ലാന്റ്സിനകത്ത് സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് അവരുടെ സെൽവാൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഡൈജസ്റ്റ് ആവണമെങ്കിൽ കുറേ ടൈം എടുക്കും, അതുകൊണ്ടാണ് ലെങ്ത് കൂടുതൽ നമ്മുടെ ഈ പറയുന്ന സ്മോൾ ഇൻഡസ്റ്റൈന്. ദെൻ കാർണിവോഴ്സിന്റെ കേസിൽ അവർ മീറ്റ് കഴിക്കുന്ന ആളുകളാണ്. മീറ്റ് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയി പോകുന്ന ഒരു കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഷോർട്ടർ ടൈമിൽ അത് എന്ത് ചെയ്യുന്നുണ്ടാകും, ഡൈജസ്റ്റ് ആകുന്നുണ്ടാകും. അതുകൊണ്ട് ഈ പറയുന്ന കാർണിവോഴ്സിന്റെ എന്താണ് ഈ പറയുന്ന നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈന്റെ ലെങ്ത് ഡിഫറെന്റ് ആയിരിക്കും, ലെങ്ത് കുറവായിരിക്കും. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ് മക്കളെ, വായിച്ചു നോക്കിക്കോളൂ. വേർ ഡസ് ദി ഡൈജഷൻ സ്റ്റാർട്ട്സ് ഇൻ അവർ എലിമെന്ററി കനാൽ? നമ്മുടെ എലിമെന്ററി കനാലിൽ എവിടെ വെച്ചിട്ടാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആൻഡ് നെയിം ദി എൻസൈം സെക്രീറ്റഡ് ഇൻ ദി പാർട്ട് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. എവിടെ നിന്നാണ് നമ്മുടെ എലിമെന്ററി കനാല്? മൗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, NS എൻഡ് ചെയ്യുന്നു നമുക്കറിയാം അല്ലെ. NS എൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇതില് എവിടെയാണ് ഈ പോർഷനിൽ എവിടെ വെച്ചാൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അവിടെയുള്ള എൻസൈം ഏതാണ്? ദെൻ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? സിമ്പിൾ, വെരി സിമ്പിൾ സാർ. എനി മെസ്സേജസ്? യെസ്, ഇതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടാതെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും സാർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പേടിക്കേണ്ട, നിങ്ങൾ ഈ ലൈവ് ഒക്കെ കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുള്ള കണ്ടന്റ് കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ മൗത്ത് ആണ്, അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി ആണ് ആൻസർ എന്നുള്ളവർ മാത്രം ഒന്ന് തമ്പ് കാണിച്ച്. മൗത്ത് അഥവാ ബക്കൽ ക്യാവിറ്റിയിലാണ് നമുക്ക് ഫസ്റ്റ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. സോ ദിസ് ഈസ് ദ ആൻസർ. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം മക്കളെ. ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്തിലാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് നോട്ട് ചെയ്ത് വെച്ചോളാം. സലൈവറി അമിലേസ് എൻസൈം കേട്ടോ. സലൈവറി അമിലേസ് ആണ്. ടയലിൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ദെൻ ഫംഗ്ഷൻ നോട്ട് ചെയ്തോളാം. ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്. നമ്മൾ കഴിക്കുന്ന ഫുഡിലെ സ്റ്റാർച്ച് കണ്ടന്റിനെ നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ മൗത്തിൽ വെച്ചിട്ട് ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ, ഓക്കെ അല്ലേ? നോ പ്രോബ്ലം ആണെന്നാണ് കരുതുന്നത് കേട്ടോ. ഓക്കെ സർ, ഇത് യെസ് മൂവ് ചെയ്തോളൂ. ഓക്കെ മക്കളെ, ഇനി ഒരു സബ് ക്വസ്റ്റ്യൻ എയും ബിയും ആയിട്ട് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് 2 ഫംഗ്ഷൻസ് ഓഫ് ബൈൽ ജ്യൂസ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ബൈൽ ജ്യൂസ് ആണ് സാധാരണ ഈ ഒരു ഡൈജഷന്റെ പോർഷൻ ചെയ്ത് എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ബൈൽ ജ്യൂസിന്റെ 2 ഫംഗ്ഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫംഗ്ഷൻസ് ഓഫ് ദി എൻസൈംസ് പെപ്സിൻ ആൻഡ് ട്രിപ്സിൻ. ട്രിപ്സിന്റെയും ഈ പറയുന്ന നമ്മുടെ പെപ്സിന്റെയും ട്രിപ്സിന്റെയും ഫംഗ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എഴുതുക. ബൈൽ ജ്യൂസിന്റെ ഫംഗ്ഷൻ എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. ആര് പറഞ്ഞു തരും സാറേ? ആരോടും ചോദിച്ചാലും നമുക്ക് ഒരാളോട്. ഓക്കെ, യെസ്. ആരാണ്? ദിയ നൗഫലാണോ? അത് നമ്മുടെ ദിയ നമ്പർ 2 ആണല്ലേ? യെസ്, ദിയ പറയൂ. ബൈലിന്റെ ഫംഗ്ഷൻ ആദ്യം പറഞ്ഞോളൂ. പറഞ്ഞോ. ആ ഉറപ്പിച്ചു. നമ്മൾ കുറേ തവണ പഠിച്ചതാണ്, ഒരുപാട് എക്സാംസ് കാര്യങ്ങളൊക്കെ എഴുതിയതാണ്. അതുകൊണ്ട് ദിയയുടെ മനസ്സിൽ ഓർമ്മയുണ്ടെന്ന് ദിയ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞത് ആൻസർ ആണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ട്രിപ്സിനും പെപ്സിനും എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയാമോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ തമ്പ് കാണിച്ച്. ട്രിപ്സിൻ ആൻഡ് പെപ്സിൻ എന്ത് ചെയ്യുമെന്ന് അറിയാവുന്നവരും തമ്പ് കാണിച്ച്. അറിയാലോ? അപ്പൊ അതിലൊന്നും ഡൗട്ട് വെക്കരുത് മക്കൾ. ഈ എൻസൈം ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ടും വെച്ച് എക്സാമിന് പോകരുത് കേട്ടോ. അത് ആൻസർ നിങ്ങൾ നോക്കിക്കോ മക്കളെ. ബൈൽ ജ്യൂസിന്റെ 2 ഫംഗ്ഷൻസിന്റെ മക്കൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ടതാണ്. ദ ഫുഡ് കമ്മിങ് ഫ്രം ദി സ്റ്റൊമക്ക് ഈസ് അസിഡിക് അല്ലെ. നമ്മുടെ ഈ പറയുന്ന
സ്റ്റൊമക്കിൽ നിന്ന് പുറത്തേക്ക് താഴത്തേക്ക് വരുന്ന ഫുഡ് എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കും അല്ലെ. ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിലുണ്ട്. സോ ഇറ്റ് വിൽ ബി അസിഡിക്. അത് അസിഡിക് ആയിട്ടായിരിക്കും വരുന്നത്. ആൻഡ് എന്താണ് അവിടെ പ്രശ്നം? ദിസ് ഹാസ് ടു ബി മെയ്ഡ് ആൽക്കലൈൻ ഫോർ ദ പാൻക്രിയാറ്റിക് എൻസൈം ടു ആക്ട്. പാൻക്രിയാസിൽ നിന്ന് വരുന്ന പാൻക്രിയാറ്റിക് എൻസൈമുകൾക്ക് ആക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ അസിഡിക് ഫുഡ് നേരെ എന്തായിട്ട് മാറണം? ആൽക്കലൈൻ നേച്ചറിലേക്ക് മാറണം. അപ്പൊ ആ ഫുഡിനെ ആൽക്കലൈൻ നേച്ചറിലേക്ക് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ബൈൽ. ഒന്നാമത്തെ കാര്യം നമുക്ക് അത് എഴുതാം. ദെൻ സെക്കൻഡ് വൺ, ബൈൽ ജ്യൂസ് അക്കംപ്ലിഷ് ദിസ്. അതെ, ഇത് പറഞ്ഞ കാര്യം ചെയ്യുന്ന ബൈൽ ജ്യൂസ് ആണ് കേട്ടോ. ബൈൽ ജ്യൂസിന്റെ അകത്ത് അത് കൂടാതെ ബൈൽ സോൾട്ടും കൂടെ വരുന്നില്ലേ? വരുന്നുണ്ടോ? ബൈൽ സോൾട്ട് വരുന്നുണ്ട്. ബൈൽ ജ്യൂസ് പ്ലസ് ബൈൽ സോൾട്ട് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ബൈൽ സോൾട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ ദ ലാർജർ ഗ്ലോബ്യൂൾസ് ഓഫ് ഫാറ്റ് ഇൻടു സ്മോളർ ഗ്ലോബ്യൂൾസ്, ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഓഫ് ദി എൻസൈം ആക്ഷൻ. വലിയ വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന ആര്? ബൈൽ സോൾട്ട് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ബൈൽ ജ്യൂസിന്റെ ഫംഗ്ഷൻ പ്ലസ് ബൈൽ സോൾട്ടിന്റെ ഫംഗ്ഷൻ രണ്ടെണ്ണം സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിച്ചോളൂ. രണ്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചോ മക്കൾ, പഠിച്ചിട്ട് പോയിക്കോളാം. ഇനി പെപ്സിന്റെയും ട്രിപ്സിന്റെയും ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക. പെപ്സിൻ ആക്ട്സ് ഓൺലി ഇൻ അസിഡിക് മീഡിയം. പെപ്സിൻ എപ്പോഴും ആക്ഷൻ കാണിക്കുന്നത് അസിഡിക് മീഡിയത്തിലെ ഡൈജഷൻ കാര്യങ്ങൾക്കൊക്കെയാണ്. പക്ഷെ ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈം അസിഡിക് മീഡിയത്തിലല്ല. എങ്ങനെയാണ്? ആൽക്കലൈൻ മീഡിയത്തിലാണ്. രണ്ട് കാര്യം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ ട്രിപ്സിൻ ആരെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, അതുപോലെ പെപ്സിൻ ആരെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. പെപ്സിൻ അസിഡിക് മീഡിയത്തിലാണെങ്കിൽ ട്രിപ്സിൻ ആൽക്കലൈൻ മീഡിയത്തിലാണ് അതിന്റെ ആക്ഷൻ കാണിക്കുന്നത്. സിമ്പിൾ അല്ലേ അത്? ബാക്കി ഞാൻ പറഞ്ഞ എന്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുള്ളത് നമ്മൾ അപ്കമിംഗ് ക്വസ്റ്റ്യൻസിനകത്ത് എവിടെയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ എത്തുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഹിയർ വി ആർ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം മക്കൾ. വാട്ട് ആർ വില്ലൈ? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ വില്ലൈ ആൻഡ് വാട്ട് ഈസ് ദിയർ ഫംഗ്ഷൻ? എന്താണ് വില്ലൈ? വില്ലൈ എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം? ഇത് ഇങ്ങനെ കുറച്ച് ഫിംഗേഴ്സ് ഇങ്ങനെ അനങ്ങുന്ന പോലത്തെ ഒരു സാധനം മനസ്സിലേക്ക് വരണം. വാട്ട് ആർ വില്ലൈ? എന്താണ് വില്ലൈ? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ സീൻ ഇൻ ദി ലൈനിങ് ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ അല്ലെ. ഇൻഡസ്റ്റൈൻ്റെ അകത്ത് കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് നമ്മുടെ വില്ലൈ എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻഡ് വാട്ട് ആർ ദിയർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മളോട് ചോദിച്ചു. ഫംഗ്ഷൻ അറിയാമല്ലോ, അറിയാവുന്ന ഒരു ചാറ്റാണ്. ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനാണ്. സോ വില്ലൈ, ദെൻ വാട്ട് ആർ വില്ലൈ ആൻഡ് വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് വില്ലൈ മസ്റ്റ് ആയിട്ട് എന്റെ മക്കൾ പഠിച്ചിരിക്കാം. ആൻഡ് ഹിയർ ദ ആൻസർ കാണുന്നുണ്ടല്ലോ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പ്രസന്റ് ഇൻ ദ ഇന്നർ വാൾസ് ഓഫ് ദി സ്മോൾ ഇൻഡസ്റ്റൈൻ ആൻഡ് വില്ലൈ ഇൻക്രീസസ് ദി സർഫസ് ഏരിയ ഫോർ ദി അബ്സോർപ്ഷൻ. അബ്സോർപ്ഷന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് വില്ലൈ. വേഗം ബ്രെയിനിലേക്ക് കയറ്റിക്കുക. പെട്ടെന്നായിക്കോട്ടെ, എക്സാമിന് വരും എന്നുള്ള ചിന്തയിൽ തന്നെ നേരെ അകത്തോട്ട് കയറ്റിക്കോളൂ. ഓക്കെ, വേഗമായിക്കോട്ടെ, പെട്ടെന്ന് സെറ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നമില്ലാന്ന് കരുതുന്നു. എടാ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഇരിക്കുന്നത്. കുറച്ചു പേരുടെ ഫേസിലൊക്കെ ഭയങ്കര ക്ഷീണം. സാർ അമ്മനാണോ സാർ ഇരിക്കുന്നത്? ആരാണ്? അമ്മനുണ്ട്. അതുലൊക്കെ നോക്കിക്ക് സാറേ, അതുലിനൊക്കെ ഭയങ്കര ക്ഷീണമാണ്. അതിൽ ഞാൻ നേരത്തെ നോട്ട് ചെയ്തത് മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ഭയങ്കര ക്ഷീണമാണ് അതുലിന്റെ മുഖത്ത്. അതുൽജിത്തെ എടാ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. യെസ്, നിന്റെ എക്സ്പ്രഷൻ എനിക്ക് ശരിക്കും കിട്ടിയില്ല. ഇപ്പൊ കിട്ടി. ഓക്കെ ആണ്, അവൻ ഓക്കെ ആണ് സാർ. അവന്റെ ആ ചിരി കണ്ടെങ്കിൽ നമുക്കറിയാം ഈ ചിരിയാണ് അവൻ കാണിക്കുന്നത്. അവൻ ഓക്കെ ആണെന്നാണ്. യെസ്, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. യെസ്, ലിസ്റ്റ് ഇൻ ടാബുലാർ ഫോം ദ ടു ഡിഫറൻഷിയേറ്റിംഗ് ഫീച്ചേഴ്സ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. സൈലവും ഫ്ലോയം തമ്മിൽ രണ്ട് ഡിഫറൻഷിയേറ്റിംഗ് ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ നിന്നല്ല, വേറൊരു സ്ഥലത്ത് നിന്ന് കയറി വന്നേക്കുന്നതാണ്. പക്ഷെ നോക്കാം നമുക്ക്. ദെൻ റൈറ്റ് ടു അഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഇത് ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് കയറി വന്നേക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ട്രാൻസ്പോർട്ടേഷനിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. അല്ലേ, ട്രാൻസ്പോർട്ടേഷനിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ സൈലത്തിലൂടെ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഫ്ലോയത്തിലൂടെ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. സാർ എനിക്ക് ചോദിക്കണമല്ലോ, നമുക്ക് ഒരാളോട് ചോദിച്ചേക്കാം. നമുക്ക് നമ്മുടെ ആരെ വിളിക്കാം? യെസ്, വിളിച്ചോ. ആരായിരുന്നു? വിളിച്ചോ സാറേ. സ്റ്റെവിനെ, നീ ഇന്നും പുറത്താണോ ഇരിക്കുന്നത്? ഓക്കെ. അപ്പൊ സ്റ്റെവിനെ പറഞ്ഞോളൂ, സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്തായിട്ടാണ് നിനക്ക് തോന്നുന്നത്? വാട്ടർ ആൻഡ് മിനറൽസ് ട്രാൻസ്പോർട്ട് ചെയ്യും. ദെൻ ഫ്ലോയം യെസ്, ഫോട്ടോസിന്തസിന്റെ മെയിൻലി ഫോട്ടോസിന്തസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഫുഡ് കണ്ടന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആര്? ഫ്ലോയം. അപ്പൊ സൈലം ഫ്ലോയം. അപ്പൊ ഒരു ടാബുലാർ ഫോം എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ വരയ്ക്കണം അല്ലെ. ഒരു ടേബിളിന് സൈലം ഹെഡിങ് കൊടുക്കുക, ഒരു ടേബിളിന്
ഫ്ലോ എന്ന ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അവരെ ഡിഫറൻഷിയേറ്റിംഗ് ഫീച്ചേഴ്സ് പറയാം. ദെൻ ട്രാൻസ്പിറേഷൻ്റെ അഡ്വാൻറ്റേജ് ചോദിച്ചിട്ട് സാർ ഒന്ന് ആൻസർ കാണിച്ച് മക്കൾ ഈ സൈലം ഫ്ലോയത്തിന്റെ ഈ പറയുന്ന ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ നോട്ട് ചെയ്ത് ഇപ്പോൾ എല്ലാം എഴുതിയെടുക്കണം എന്നല്ല സാർ പറയുന്നത്, ഇതൊരു കീ പോയിന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ ടു അതർ പാർട്സ് ഓഫ് ദി പ്ലാന്റ്. സോയിലിൽ നിന്നിട്ട് വാട്ടറിനെ മുകളിലേക്ക് കണ്ടക്ട് ചെയ്ത് പ്ലാന്റിന്റെ ഡിഫറെന്റ് പാർട്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആളാണ് നമ്മുടെ സൈലം. ഫ്ലോയത്തിന്റെ കേസിൽ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ദി ഫുഡ് പ്രൊഡക്ട്സ് ബൈ ഓഫ് ഫോട്ടോസിന്തസിസ്. കണ്ടോ, അതായത് ഫോട്ടോസിന്തസിസ് നടന്നിട്ട് പ്ലാന്റ്സിന്റെ ലീഫിലാണ് ഫുഡ് ഉണ്ടാകുന്നത്. ആ ലീഫിൽ ഉണ്ടാകുന്ന ഫുഡിനെ പ്ലാന്റിന്റെ ഡിഫറെന്റ് പാർട്സിലേക്ക് സപ്ലൈ ചെയ്യുന്നതും കൊണ്ട് എത്തിച്ചു വെച്ച് കൊടുക്കുന്നതും ആരായിരുന്നു, ഫ്ലോയോ ആണ്. അത് ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് പഠിക്കുക. ദെൻ സൈലത്തിന്റെ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേടാ, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഇൻ അപ്വേർഡ് ഡിറക്ഷൻ. കണ്ടോ മക്കളെ, താഴെ നിന്ന് വാട്ടറിനെ അപ്വേർഡ് ഡിറക്ഷനിൽ കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സൈലം ആണെങ്കിൽ, ഫ്ലോയെ നോക്കിക്കേ, കണ്ടക്ഷൻ ഓഫ് ഫുഡ് ഇൻ അപ്വേർഡ് ആസ് വെൽ ആസ് ഇൻ ദി ഡൗൺവേർഡ് ഡിറക്ഷൻ അല്ലേ. നമ്മൾ ഫിഗർ കണ്ടപ്പോൾ എന്തായിരുന്നു, സൈലം മുകളിലേക്ക് മാത്രമല്ലേ ആരോ ഹെഡ് ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലോയത്തിന് എങ്ങനെയാ, അപ്വേർഡ് ഡയറക്ഷനിലും ഉണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലും ഉണ്ട്, രണ്ട് ഡയറക്ഷനിലും എന്തുണ്ട്, ആരോ മാർക്ക് കാണാം. പക്ഷെ ദാറ്റ് മീൻസ് മുകളിലേക്കും താഴേക്കും ഫ്ലോയും ഫുഡിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാട്ടറിനെ സൈലം കണ്ടക്ട് ചെയ്യുന്നത് ഒറ്റ ഡിറക്ഷൻ, ദാറ്റ് ഇസ് അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രമായിരിക്കും. ഈ ട്രാൻസ്പിറേഷന്റെ അഡ്വാൻറ്റേജസ് നമ്മുടെ മെറ്റീരിയലിലുണ്ട്, നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൂടിയാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്പിറേഷൻ വിച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. അബ്സോർപ്ഷൻ ആൻഡ് അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ, വാട്ടറിന്റെ അബ്സോർപ്ഷനും വാട്ടറിന്റെ അപ്വേർഡ് മൂവ്മെന്റിനും ട്രാൻസ്പിറേഷൻ ഹെൽപ്ഫുൾ ആണ് നമുക്ക്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ടെമ്പറേച്ചർ റെഗുലേഷൻ, പ്ലാന്റ്സിനകത്തുള്ള ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ അല്ലേ, വാട്ടർ അകത്തേക്ക് വന്നും പുറത്തേക്ക് പോയിട്ടും ആ പ്ലാന്റിനകത്തുള്ള ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് ട്രാൻസ്പിറേഷൻ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഇറ്റ് കോസസ് എ കൂളിംഗ് എഫക്ട്സ് ഇൻ പ്ലാന്റ്സ്, പ്ലാന്റ്സിനകത്ത് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 പോയിന്റുകൾ മിനിമം പഠിച്ചു വെക്കാനുള്ള അഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്പിറേഷനിൽ. പഠിക്കാൻ തന്നെ ഒരു കുഞ്ഞു ടാറ്റ കാണിച്ചോ, കുഞ്ഞു ടാറ്റ. സാർ നമ്മുടെ വിഷ്ണു സാർ ചാറ്റിലുണ്ടെന്ന് തോന്നണല്ലേ. ഓക്കെ, വിഷ്ണു സാർ ചാറ്റിലുണ്ട്. ആൻഡ് ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു, പതിയെ കടക്കുന്നു. സാർ ഓക്കെ, യെസ്, നോ സാർ. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്ന് വായിച്ചു നോക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. നോക്കിക്കേ, ലിസ്റ്റ് ഇൻ ടാബുലാർ ഫോം 3 ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് ബിറ്റ്വീൻ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. അറിയാവുന്നവരൊന്ന് വേവ് ചെയ്തേ, അറിയാവുന്നവരൊന്ന് വേവ് ഇട്ടേ മക്കളെ. അറിയാലോ, ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനെയും ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു 3 വേണോ? 3 വേണം. 3 പറഞ്ഞിട്ടുണ്ട് നമ്മൾ. 3 എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 2 എണ്ണെങ്കിലും പഠിക്കുള്ളൂ, അങ്ങനെയല്ലേ? 4 എണ്ണം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ 3 എണ്ണല്ലേ പഠിക്കാറുള്ളൂ സാധാരണ. അപ്പൊ 3 എണ്ണം എന്ന് പറഞ്ഞാലല്ലേ 2 എണ്ണെങ്കിലും പഠിക്കത്തുള്ളൂ. അപ്പൊ നമുക്കൊരു 3 ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സർ ആൻസർ നിങ്ങൾ നോക്കുക മക്കൾ, ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ ഓർഗാനിസംസ് മേക്ക് ദെയർ ഓൺ ഫുഡ്, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷനുള്ള ആളുകൾ. ഹെറ്ററോട്രോഫിക്കിലാണെങ്കിലോ ഓർഗാനിസംസ് ഡിപ്പെൻഡ് ഓൺ അതർ ലിവിംഗ് ഓർഗാനിസംസ് ഫോർ ഫുഡ്, ഫുഡിന് വേണ്ടിയിട്ട് ചില ഓർഗാനിസംസ് മറ്റ് ലിവിംഗ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് ഹെറ്ററോട്രോഫിക് ആണ്. ഇനി ഓട്ടോട്രോഫിക്കിലേക്ക് വരുമ്പോൾ റോ മെറ്റീരിയൽസ് യൂസ്ഡ് to prepare food are carbon dioxide and water, CO2 H2O യൂസ് ചെയ്തിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ദെൻ റെഡിമെയ്ഡ് ഓർഗാനിക് ഫുഡ് ഈസ് യൂസ്, അതായത് എല്ലാവരും റെഡിമെയ്ഡ് ആക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡിനെ യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അവിടെ റോ മെറ്റീരിയൽസ് ഒന്ന് സോയിക്, സാപ്റ്റോട്രോഫിക്, പാരാസിറ്റിക്, 3 ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. അത് ജസ്റ്റ് ഔട്ട്ലൈൻ ഒന്ന് വായിച്ചാൽ മതി, നമുക്ക് കയ്യിൽ നിന്ന് സ്വന്തം ഓൺ സെന്റൻസിൽ ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഡോണ്ട് ബി വറി അബൌട്ട് ദാറ്റ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണാണത്. സ്റ്റേറ്റ് ദ ഫോം ഇൻ വിച്ച് ദ അൺയൂസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ പ്ലാന്റ്സ് ആർ സ്റ്റോർഡ്. പ്ലാന്റ്സിൽ യൂസ് ചെയ്യാത്ത കാർബോഹൈഡ്രേറ്റ് എന്ത് ഫോമിലാണ് പ്ലാന്റ്സിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ദെൻ സബ് ക്വസ്റ്റ്യൻ ബി നോക്കുക മക്കളെ, ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ, അമീബയുടെ ന്യൂട്രീഷൻ മോഡ് വിത്ത് ഡയഗ്രാം നിങ്ങൾ വരച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വാട്ട് ഇസ് ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ, അമീബയിലെ മോഡ് ഓഫ് ന്യൂട്രീഷന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് 3ഉം ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഈ 3 സബ് ക്വസ്റ്റ്യനും ഫുൾ മാർക്ക് ആണെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് വേവ് ചെയ്ത്. വളരെ സിമ്പിൾ ആണ് കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒരു 2 വർഷം മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് ഈ വർഷം ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൂടാന്നൊന്നുമില്ല, ഇത് തന്നെ ചോദിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എളുപ്പമുള്ള ഫിഗർ അല്ല വരയ്ക്കാനായിട്ട്, നല്ല സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ ആണ്. സോ ഹിയർ ഇസ് ആൻസർ. നമ്മൾ നോക്കുക, നിങ്ങൾ ആദ്യം നോക്കിക്കേ, പ്ലാന്റ്സിനകത്ത് യൂസ് ചെയ്യാത്ത കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ചിന്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നിങ്ങളോട്, ഈ പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്തുകൊണ്ടാണ് സ്റ്റോർ ചെയ്യുമ്പോൾ സ്റ്റാർച്ചിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്യുന്നത്? എനിബഡി ക്യാൻ ആൻസർ ദാറ്റ്? ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സൂമിലുള്ളവരൊന്ന് റേസ് ദി ഹാൻഡ് ചെയ്തിട്ട് ഒന്ന് വേവ് ചെയ്തേ. സാർ ഗൗതം ശേഖർ കുറച്ച് നേരമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉണ്ടെന്ന് തോന്നണല്ലേ. ഓക്കെ, യെസ്, ആരെങ്കിലും ഉണ്ടോ? സാർ ആരെങ്കിലും ഉണ്ടോ സാർ സൂമിൽ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നതാണ്. എന്താണ് സാർ?
മക്കളൊന്ന് റേസ് ഹാൻഡ് ചെയ്താൽ പറയാൻ പറ്റുന്നുള്ളവരൊന്ന് റേസ് ഹാൻഡ് ചെയ്തേ. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പ്ലാന്റ്സിൽ എന്തുകൊണ്ട് ഗ്ലൂക്കോസ് നേരെ സ്റ്റാർച്ചിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു? വൈ? വാട്ട്സ് ദ റീസൺ ഫോർ ദാറ്റ്? അപ്പൊ ബോർഡ് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എഴുതില്ല അല്ലേ? റീസൺ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. എല്ലാവരും തോറ്റേക്കുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഗ്ലൂക്കോസ് ഇസ് സൊല്യൂബിൾ ഫോം. യെസ് സർ, ഗ്ലൂക്കോസ് ഇസ് ഇൻ സൊല്യൂബിൾ ഫോം. ഗ്ലൂക്കോസ് എപ്പോഴും എന്താണ്? ഒരു സൊല്യൂബിൾ ആയിട്ടുള്ള ഫോമിൽ നിൽക്കുന്ന ആളുകളാണ്. സ്റ്റാർച്ച് സൊല്യൂബിൾ ആണോ? സ്റ്റാർച്ച് സൊല്യൂബിൾ ആണോ? നോ, സ്റ്റാർച്ച് ഒരിക്കലും സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫോമിലല്ല. അപ്പൊ ഗ്ലൂക്കോസിന്റെ ഫോമിൽ പ്ലാന്റ്സിനകത്ത് ഫുഡ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൊല്യൂബിൾ ആയി പോകും. പ്ലാന്റ്സിലെ വാട്ടർ കണ്ടന്റിൽ സൊല്യൂബിൾ ആയി പോകും. ദെൻ അത് നേരെ സ്റ്റാർച്ചിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസൊല്യൂബിൾ ആയിട്ട് സൊല്യൂബിൾ ആയി പോകാതെ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഫോമിലിരിക്കും. കത്തിയവരൊന്ന് ടാറ്റ കാണിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ മക്കളെ. സ്റ്റാർച്ചിന്റെ ഫോമിൽ എന്തുകൊണ്ടാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ? സ്റ്റാർച്ച് ഇൻസൊല്യൂബിൾ ആണ്, ഗ്ലൂക്കോസ് സൊല്യൂബിൾ ആയിട്ടുള്ള ഫോമിലാണ് ഇരിക്കുന്നത്. ഇനി ഈ ഫിഗർ കണ്ടിട്ടുള്ളവരൊന്ന് വേവ് ചെയ്തേ. ഈ ഫിഗർ ആണ് നിങ്ങൾ ചോദിക്കുമ്പോൾ അമീബയുടെ ഉണ്ടല്ലോ, ബൈനറി ഫിഷൻ ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്. രണ്ടും കൂടെ കൊളാക്കി കളയരുത്. നമ്മളോട് ന്യൂട്രീഷനാണ് ചോദിച്ചത്. ദാറ്റ് മീൻസ് അമീബ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്? അമീബ ഫുഡ് കഴിക്കുന്നതിന്റെ ഫിഗർ വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അമീബ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നതെന്ന് എഴുതുക. എഴുതിയിട്ട് ആ സ്റ്റെപ്പ് ഒന്ന് ഇതുപോലെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുന്നുണ്ട്. വല്ല പ്രശ്നമുണ്ടോ? ആദ്യം വരുന്ന ഫുഡിനെ സ്യൂഡോപോഡി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എൻഗൾഫ് ചെയ്യുന്നു. ദെൻ ആ ഒരു മെംബ്രെയിൻ സാക്കിനകത്താക്കുന്നു, ഡൈജസ്റ്റ് ചെയ്യുന്നു. ഇൻജഷൻ, ഡൈജഷൻ, അസിമിലേഷൻ, ഇജഷൻ ഓർക്കുന്നവരൊന്ന് വേവ് ചെയ്തേ. അപ്പൊ ആ സ്റ്റെപ്പുകൾ എഴുതണം. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സ്റ്റെപ്പുകൾ ഇതിനകത്ത് മസ്റ്റായിട്ട് തന്നെ മക്കൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകണം. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ ഈസ് ഹെറ്ററോട്രോഫിക് ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ഹെറ്ററോട്രോഫിക്കിൽ തന്നെ ഹോളോസോയിക് ആണോ? ഹോളോസോയിക് ആണെങ്കിൽ തമ്പ് കാണിച്ചു. ഹോളോസോയിക് ആണ്. അപ്പോൾ ആ മോഡ് ഓഫ് ന്യൂട്രീഷനും കൂടെ നോക്കി വെക്കുക. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക നമുക്ക്. ലൈഫ് പ്രോസസ്സിൽ നിന്ന് വന്നിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ആർ ദ ഫൈനൽ പ്രൊഡക്ട്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ് ആഫ്റ്റർ ദർ ഡൈജഷൻ? ഈ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ ഡൈജഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് ലാസ്റ്റ് അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന സാധനം എന്താണെന്നാണ് നെക്സ്റ്റ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. അറിയാവുന്നവരൊന്ന് വേവ് ചെയ്തേ. അറിയാവുന്നവരൊക്കെ ഒന്ന് വേവ് ചെയ്തേ നോക്കട്ടെ. ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, ദെൻ ഫാറ്റ് ഒക്കെ ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, യെസ്, നോക്കിക്കേ എൻ്റെ മക്കളെ ആൻസർ. നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആണ് കിട്ടുന്നത് നമുക്ക് ഡൈജഷൻ കഴിയുമ്പോൾ. പ്രോട്ടീൻ നിന്ന് ഡൈജഷൻ കഴിയുമ്പോൾ അമിനോ ആസിഡ് ആയിട്ടാണ് മാറുന്നത്. ഫാറ്റിന്റെ ഡൈജഷൻ കഴിയുമ്പോൾ ഗ്ലിസറോളും ഫാറ്റി ആസിഡും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ്. പ്രോട്ടീൻ അമിനോ ആസിഡ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആണ്. സെറ്റ് ആണല്ലോ? നോ ഡൗട്ട് അല്ലെ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഡൗട്ട് ഒന്നും വരാൻ പാടില്ല കേട്ടോ. ഒരു ഡൗട്ടും വരാൻ പാടില്ല. ഓക്കെ സോ then here is a next question for you here. Yes, ഒരു ABCD 4 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. Why is nutrition necessary for the human body? ഹ്യൂമൻ ബോഡിക്ക് ന്യൂട്രീഷൻ വളരെ എസെൻഷ്യൽ ആണെന്ന് പറയാനുള്ളതിന്റെ കാരണം, റീസൺ, വാട്ട് ഇസ് ദ റീസൺ? വൈ? എന്തുകൊണ്ടാണെന്ന് പറയണം. ദെൻ വാട്ട് കോസസ് ദി മൂവ്മെന്റ് ഓഫ് ഫുഡ് ഇൻസൈഡ് ദി എലിമെന്ററി കനാൽ? നമ്മൾ കഴിക്കുന്ന ഫുഡ് എലിമെന്ററി കനാലിലൂടെ താഴത്തേക്ക് മൂവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്തുകൊണ്ടാണ്? ഓർക്കണ ഒരു ഡാറ്റ ആണ് വേവി മൂവ്മെന്റ്. ഓർക്കുന്നുണ്ട്. അതാണ് അവിടെ എഴുതേണ്ട ആൻസർ. ദെൻ സി പാർട്ട് ക്വസ്റ്റ്യൻ, വൈ ഇസ് സ്മോൾ ഇന്റസ്റ്റൈൻ ഇൻ ഹെർബിവോർസ് ഇസ് ലോങ്ങർ ദാൻ കാർണിവോർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നില്ല നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ. അതിന്റെ ആൻസർ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സർ. ദെൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദി മ്യൂക്കസ് ഇസ് നോട്ട് സെക്രീറ്റഡ് ബൈ ദി ഗ്യാസ്ട്രിക് ഗ്ലാൻസ്? നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ നിന്നിട്ട് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്തില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ വാൾസ് ഓഫ് ദി സ്റ്റൊമക്ക്? നമ്മുടെ സ്റ്റൊമക്കിന് എന്ത് പറ്റും? സ്റ്റൊമക്കിന്റെ വാൾസിന് എന്ത് പറ്റും? അറിയാവുന്നവർ ഇതിന്റെ 4ന്റെ ആൻസർ അറിയാവുന്നവരൊന്ന് തമ്പ് കാണിച്ച്. ഈ 4 സബ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അറിയാലോ. സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ്. ആദ്യത്തെ ആൻസർ നമുക്ക് നോക്കി സർ മൂവ് ചെയ്തോളൂ. ആൻസർ നോക്കിക്കേടാ. പ്രൊവൈഡിങ് ന്യൂട്രീഷൻ. മനുഷ്യൻ, നമ്മൾ ഹ്യൂമൻ ബീങ്സിന് ന്യൂട്രീഷൻ കിട്ടണം എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊവൈഡിങ് എനർജി ഫോർ ദിയർ വേരിയസ് മെറ്റബോളിക് പ്രോസസ്സസ്. ഹ്യൂമൻ ബീങ്സിന്റെ ആയാലും ഏത് ഓർഗാനിസത്തിന്റെ ആയാലും ബോഡിയിൽ ഈ പറയുന്ന ന്യൂട്രീഷൻ കിട്ടിക്കഴിഞ്ഞാലല്ലേ അവരുടെ ബോഡിയിൽ എനർജി കിട്ടത്തുള്ളൂ. നമ്മുടെ ബോഡിയിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ന്യൂട്രിയൻസിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഉള്ളത് കൊണ്ടാണ്. ദെൻ ഫോർമേഷൻ ഓഫ് ന്യൂ സെൽസ്. പുതിയ പുതിയ സെല്ലുകൾ ഫോം ചെയ്യണമെങ്കിൽ ഫോർമേഷൻ ഓഫ് ന്യൂ സെൽസ് ഇസ് ബേസ്ഡ് ഓൺ ദി എനർജി വേണം. എനർജി ഉണ്ടാവണമെങ്കിൽ എന്ത് പറയും? ന്യൂട്രീഷൻ കിട്ടണം. പിന്നെ റിപ്പയർ ഓഫ് ദി ഡാമേജ്ഡ് ഓർ വോൺ ഔട്ട് ദി ടിഷ്യൂസ്. നമുക്ക് വോൺ ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂസ് ഒക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന രീതിയിൽ ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ ഡിസീസുകൾക്ക് എഗെയിൻസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും ജനറലൈസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു 2-3 പോയിന്റ് എഴുതാൻ പറ്റുന്ന ഒരു ഡാറ്റ കാണിച്ച്. ജനറലൈസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ന്യൂട്രീഷൻ. നമുക്ക് എനർജി കിട്ടുമെന്ന് പറയാം, ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാം, അതേപോലെ ഡിസീസ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാം. അത്തരത്തിൽ
നിങ്ങൾക്ക് ജനറലൈസ് ചെയ്താൻ പറ്റുന്ന ഏതെങ്കിലും 2-3 പോയിന്റ്സ് പഠിച്ചു വെക്കുക. ബി സബ് ക്വസ്റ്റ്യൻ, കഴിക്കുന്ന ഫുഡ് എലിമെന്ററി കനാലിൽ കൂടെ എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്? പെരിസ്റ്റാൾസിക് മൂവ്മെന്റ് അല്ലെങ്കിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് അല്ലെങ്കിൽ പെരിസ്റ്റാൾസിസ് എന്നുള്ള വേർഡ് അവിടെ മസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവണം കേട്ടോ. റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദി മസിൽസ് ഇൻ ദി ഇന്നർ വാൾ ഓഫ് ദി എലിമെന്ററി കനാൽ. നമ്മുടെ എലിമെന്ററി കനാലിന്റെ ഉള്ളിലുള്ള ഇന്നർ വാളിലുള്ള മസിൽസിന് വരുന്ന ഒരു കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ മൂവ്മെന്റ്, അതിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ കഴിക്കുന്ന ഫുഡ് താഴേക്ക് സുഖമായിട്ട് ഇറങ്ങി പോകുന്നത്. അപ്പൊ പെരിസ്റ്റാൾസിസ് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്സിന്റെ കൂട്ടത്തിൽ വെക്കേണ്ട ഒന്നാണ് പെരിസ്റ്റാൾസിസ് എന്താണ്. ഇനി ഹെർബിവോഴ്സിന്റെയും കാർണിവോഴ്സിന്റെയും എലിമെന്ററി കനാലിന്റെ ലെങ്ത്, കഴിക്കുന്ന ഫുഡിനെ ബേസ് ചെയ്തിട്ട് എലിമെന്ററി കനാലിന്റെ നീളം കൂടുന്നതും കുറയുന്നതും. പ്ലാന്റ്സ് കഴിക്കുന്നവർക്ക് ഡൈജഷൻ കുറച്ചധികം നേരം എടുക്കും ഡൈജസ്റ്റ് ആവാനായിട്ട്. ആൻഡ് മീറ്റ് ഒക്കെ കഴിക്കുന്ന ആൾ കാർണിവോഴ്സ് ആണെന്നുണ്ടെങ്കിൽ മീറ്റ് ഒക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും അവിടെ വരാനായിട്ട് പോകുന്നില്ല. ആൻഡ് ലാസ്റ്റ് വൺ പഠിച്ചു വെക്കേണ്ടതാണ്. ഇപ്പോൾ വാട്ട്സ് ദ റീസൺ, റൈറ്റ് ദ റീസൺ ഫോർ ദ ഫോളോയിങ് കിഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. നമ്മുടെ സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൽ നിന്ന് മ്യൂക്കസ് വന്നില്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെന്ന് അറിയാവുന്നവരൊന്ന് വേവ് ചെയ്തേ. നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ എന്ത് പറ്റുന്നുണ്ടാകും? ദ ഇന്നർ ലൈനിങ് ഓഫ് ദി സ്റ്റൊമക്ക് വിൽ നോട്ട് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദി ആക്ഷൻ ഓഫ് ദി ആസിഡ്. ഓക്കെ, നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിന്റെ ആക്ഷനിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്കിന്റെ ആ വോൾസിനെ, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിനെയോ അല്ലെങ്കിൽ വോൾസിനെയൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ മ്യൂക്കസ് ആണ്. മ്യൂക്കസ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ ആസിഡ് വന്നിട്ട് നേരെ ഇതിന്റെ വോൾസിനൊക്കെ അഫക്ട് ചെയ്യും. ആ അഫെക്ഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം കത്തിയെങ്കിൽ ടാറ്റ കാണിക്കുക കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ, അതൊന്ന് പഠിച്ചു വെക്കണം. മ്യൂക്കസ് സെക്രീറ്റ് ചെയ്തില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദി സ്റ്റൊമക്ക്. ഓക്കെ, സെറ്റ് അല്ലേ? ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് വരയ്ക്കേണ്ട കേസിലേക്കൊക്കെ നമ്മൾ പതിയെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളൂ. ഡ്രോ എ ഡയഗ്രാം ഓഫ് ഹ്യൂമൻ എലിമെന്ററി കനാൽ ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്സ്. അവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹ്യൂമൻ എലിമെന്ററി കനാലിന്റെ ഫിഗർ വരയ്ക്കാം. മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം, NS വരെ എത്തുന്ന ആ ഒരു ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. വരച്ചിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന പാർട്സ് ലേബൽ ചെയ്യാൻ പറഞ്ഞു. നേരെ അങ്ങോട്ട് മൗത്ത്, ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ ആണോ അവിടെ ലേബൽ ചെയ്യാൻ കൊടുത്തേക്കണേ? അല്ല. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് പാർട്ട് ഏതാണ് ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് ലേബൽ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നോക്കിക്കോളൂ നിങ്ങൾ. ലാർജസ്റ്റ് ഗ്ലാൻഡ് അറിയാവുന്ന ഒരു ഡാറ്റ കാണിച്ച്. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി, നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് ആദ്യം നമ്പർ 1 ലേബൽ ചെയ്യേണ്ടത്. ഗ്ലാൻഡ് ദാറ്റ് സെക്രീറ്റ്സ് ഡൈജസ്റ്റീവ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ്. ഹോർമോൺസും ഡൈജസ്റ്റീവ് എൻസൈംസും സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് അത് ഏതാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ ഗ്ലാൻഡ് നമ്മൾ സെക്കൻഡ് ലേബൽ ചെയ്യണം. നമ്പർ 3 നോക്കുക. പാർട്ട് വെയർ HCl ഈസ് പ്രൊഡ്യൂസ്ഡ്. HCl പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാൻ പറ്റുമല്ലോ, അതും ലേബൽ ചെയ്യണം. പാർട്ട് വെയർ ദ ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ്. ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് അബ്സോർബ് ആകുന്ന പോർഷൻ, ലൊക്കേഷൻ എവിടെയാണ്, അതും അറിയാൻ പറ്റുമല്ലോ. ഇനി അതിന്റെ ബി സബ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ആർ വില്ലൈ? എന്താണ്? റിപ്പീറ്റ് ചെയ്തായിട്ട് തോന്നിയായിരുന്നോ? മൂന്നാമത്തെ തവണയാണ് കേട്ടോ റിപ്പീറ്റേഷൻ ആ ക്വസ്റ്റ്യൻ കേട്ടോ. വില്ലൈ എന്താണ്? ദെൻ വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് വില്ലൈ ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം? സോ ഹിയർ വി ആർ മൂവ് ഓൺ ടു ദി ആൻസർ സെഷൻ. നോക്കുക, നിങ്ങൾ ആൻസറിലേക്ക് നോക്കുക മക്കളെ. എലിമെന്ററി കനാലിന്റെ ഫിഗർ വരയ്ക്കുക. ഫിഗറിൽ ഇതേ ലാർജസ്റ്റ് ഗ്ലാൻഡ് ലിവർ ആണ്. പാൻക്രിയാസിൽ നിന്നാണ് രണ്ടും ഡൈജസ്റ്റീവ് എൻസൈംസും കാര്യങ്ങളും സെക്രീറ്റ് ഒരുമിച്ച് ആകുന്നുള്ളത്. സ്റ്റൊമക്ക് ആണ് നമ്മുടെ HCl സെക്രീറ്റ് ചെയ്യുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉള്ള വില്ലൈ വരുന്നത്. അവിടെ നിന്ന് അകത്തേക്ക് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇങ്ങനെ ക്ലൂ തന്നു കഴിഞ്ഞാൽ പാർട്ട് ഐഡന്റിഫൈ ചെയ്യാനും അത് ലേബൽ ചെയ്യാനും പറ്റുമല്ലോ. പറ്റുമെങ്കിൽ തമ്പ് കാണിച്ച്. ഫിഗേഴ്സ് ഞാൻ പറഞ്ഞിരുന്നതാണ് എൻ്റെ മക്കൾ, ജസ്റ്റ് റഫായിട്ടൊക്കെ ഒന്ന് വരച്ച് പഠിച്ചോളണം. എക്സാം ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വരയ്ക്കാൻ ചോദിക്കും, അതുകൊണ്ട് വരച്ച് പഠിച്ചോളണം കേട്ടോ. വളരെ കുറച്ച് ഫിഗേഴ്സ് വരയ്ക്കാനായിട്ട് പറയുന്നുള്ളൂ, അതിൽ നിന്നൊക്കെ വരയ്ക്കാൻ ചോദിക്കത്തുള്ളൂ കേട്ടോ. ഇനി എന്താ പറയാ, വില്ലൈ എന്താണെന്നതിന്റെ ആൻസർ ഞാൻ ഫർദർ എക്സ്പ്ലനേഷൻ നിൽക്കുന്നില്ല. മനസ്സിൽ എപ്പോഴും വരുന്നത് ഇങ്ങനെ ഓർത്താൽ മതി വില്ലൈ എന്ന് കാണുമ്പോൾ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ സീൻ ഇൻസൈഡ് ദ എലിമെന്ററി കനാൽ. നമ്മുടെ എലിമെന്ററി കനാലിനകത്ത് ഈ പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒക്കെ സെക്ഷനിലേക്ക് വരുമ്പോൾ അകത്ത് കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. സർഫസ് ഏരിയ, അബ്സോർപ്ഷന്റെ സർഫസ് ഏരിയ കൂട്ടാനും അതുപോലെ തന്നെ ഈ കഴിക്കുന്ന ഫുഡിന്റെ ന്യൂട്രിയൻസിനൊക്കെ അകത്തേക്ക് അബ്സോർബ് ചെയ്തെടുക്കാനും സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് വില്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ വില്ലൈ 2-3 തവണയുണ്ട്. അപ്പോൾ ഒന്ന് ഡാർക്കൻ ചെയ്തിട്ട് ഒന്ന് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ചോ. ആൻഡ് ഹിയർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. ഡ്രോ ദ ക്രോസ് സെക്ഷൻ ഓഫ് എ ലീഫ് ആൻഡ് ദ ഫോളോയിങ് പാർട്സ്. മക്കളെ, ആ ലീഫിന്റെ ക്രോസ് സെക്ഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങളുടെ മെറ്റീരിയലുണ്ട്. ഇമ്പോർട്ടന്റ് ടിക്ക് ഇട്ടിട്ട് വെരി ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. ആ ലീഫിന്റെ ക്രോസ് സെക്ഷൻ ബേസ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് വരാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേസ് ബേസ്ഡിൽ വരാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെഷനിൽ അത് വരയ്ക്കാനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ ഡ്രോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ചെയ്യാനാ. പാർട്സ് വരയ്ക്കണം, ഫിഗർ വരയ്ക്കണം. എന്നിട്ട് അപ്പർ എപ്പിഡെർമിസ്, ക്ലോറോപ്ലാസ്റ്റ്,
ലേബൽ ചെയ്യുക. സിമ്പിൾ അല്ലേ മക്കളെ? അപ്പർ എപ്പിഡെർമിസും ക്ലോറോപ്ലാസ്റ്റും ലേബൽ ചെയ്യുക, അത്രയും മാത്രം ചെയ്താൽ മതി. ദെൻ അതിന്റെ ബി പാർട്ട് സബ് ക്വസ്റ്റ്യൻ നോക്കുക മക്കള്. ഡിഫൈൻ ഫോട്ടോസിന്തസിസ്, ലിസ്റ്റ് 3 events which occur during photosynthesis. എന്താണ് ഫോട്ടോസിന്തസിസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ഈവൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ആൻസർ നിങ്ങൾക്ക് സിമ്പിൾ ആണ്, പക്ഷെ ഞാൻ ഫിഗർ കാണിച്ചു തരാം കേട്ടോ. ഫിഗറിനകത്ത് യെസ് സാർ ആൻസർ ഒന്ന് കാണിച്ചു മക്കളെ. ഇതാണ് ഫിഗർ. ഈ ഫിഗറിനകത്ത് മക്കൾ എന്തൊക്കെ മാർക്ക് ചെയ്യണം? നമ്മളോട് അപ്പർ എപ്പിഡെർമിസും പറഞ്ഞു, ക്ലോറോപ്ലാസ്റ്റും പറഞ്ഞു. ഇത് കൂടാതെ എന്തൊക്കെ മാർക്ക് ചെയ്യാൻ പഠിക്കണം? ലോവർ എപ്പിഡെർമിസ് പഠിക്കണ്ടേ? പഠിക്കണമെങ്കിൽ ടാറ്റ കാണിച്ചേ. ഏതൊക്കെ പാർട്സ് ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ടോ സാർ? അത് നിങ്ങളുടെ മെറ്റീരിയലിലും കൊടുത്തിട്ടുള്ളതാണ്. ആ മെറ്റീരിയലിൽ കൊടുത്തതും ടെക്സ്റ്റ് ബുക്കിലുള്ളതുമായിട്ടുള്ള കൃത്യമായ പാർട്സ് എൻ്റെ മക്കളെ ലേബൽ ചെയ്യാൻ മസ്റ്റായിട്ടും പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. നിർബന്ധമായിട്ടും ഇത് പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, യെസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് ഒരു സെന്റൻസ് എൻ്റെ മക്കളെ കാണാതെ പഠിച്ചു വെച്ചോ. നിങ്ങളുടെ ബുക്കിൽ മെറ്റീരിയൽ സ്റ്റാർട്ടിങ്ങിൽ ഫോട്ടോസിന്തസിസ് എന്താന്ന് പറഞ്ഞിട്ടല്ലേ ലൈഫ് പ്രോസസ് കിടക്കുന്നത്? ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഫോട്ടോസിന്തസിസ് എന്താന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ആ ഒരു സെന്റൻസ് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ അത് എഴുതുക. അതിന്റെ കൂടെ നമ്മുടെ ഇക്വേഷൻ ഇല്ലേടാ, ഇക്വേഷൻ ഇല്ലേ ഫോട്ടോസിന്തസിസിന്റെ? ആ ഇക്വേഷനും കൂടി എഴുതി വെച്ചാൽ ഫുൾ മാർക്കാണ്. 1.1 മാർക്ക്, 0.5 മാർക്ക്, 1 തരി മാർക്ക് നിങ്ങളുടെ എങ്ങും പോവില്ല. ഇക്വേഷനും പ്ലസ് ആ എക്സ്പ്ലനേഷനും കൂടെ വേണം കേട്ടോ. ഫോട്ടോസിന്തസിസ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ദ ഓട്ടോട്രോപ്സ് കൺവേർട്ട് ലൈറ്റ് എനർജി ഇൻടു കെമിക്കൽ എനർജി. അത് പറയാം. അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ലീവ്സിനകത്ത് സൺലൈറ്റിന്റെ പ്രസൻസിൽ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും യൂസ് ചെയ്തിട്ട് ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന രീതിയിലും പറയാം. ഏത് രീതിയിൽ എഴുതിയാലും ഒരു സ്റ്റേറ്റ്മെന്റ് അതിന് കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവണം. ദെൻ ഈവൻസ് മെറ്റീരിയലിലെ ഈവൻസ് ടിക്കിട്ട് പഠിച്ചോളാം. അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. ആദ്യം നമ്മുടെ ഫോട്ടോസിന്തസിൽ നടക്കുന്നത് ക്ലോറോഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? നേരെ ലൈറ്റ് എനർജിനെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അബ്സോർബ് ചെയ്തെടുത്താൽ മാത്രം മതിയോ? പോരാ. കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടന്നിട്ട് ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ആവുന്നില്ലേ? അപ്പൊ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നമ്മൾ അതിന് എന്ത് പറഞ്ഞിരുന്നു? ഫോട്ടോലൈസിസ് എന്ന് പറഞ്ഞിരുന്നു. ഫോട്ടോലൈസിസ് എന്ന് പറയുന്ന പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ദെൻ റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന് റിഡക്ഷൻ റിയാക്ഷൻ സംഭവിച്ചിട്ട് അത് റെഡ്യൂസ് ചെയ്തിട്ട് നേരെ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. സെറ്റ് ആണെങ്കിൽ ടാറ്റ കാണിച്ചപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണ്? ഫോട്ടോസിന്തസിസ് നടക്കുന്ന ഈവൻസ് എന്തൊക്കെയാണ്? റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ക്രോസ് സെക്ഷൻ ഓഫ് ദി ലീവ്സ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ് ഏരിയ. ആ ഏരിയയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഒറ്റ സെറ്റിൽ വന്നേക്കുന്നത് കേട്ടോ. സോ ഇമ്പോർട്ടന്റ് ടിക്കറ്റ് വെച്ചുള്ള ഫോട്ടോസിന്തസിസ് അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ്. ആൻസർ ഹിയർ വി ആർ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. when we breathe out, നമ്മൾ പുറത്തേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ടൈമിൽ why does the air passage not collapse? നമ്മൾ അകത്തേക്ക് എയർ എടുക്കുന്നുണ്ട്, പുറത്തേക്ക് എയർ വിടുന്നുണ്ട്. ഈ ടൈമിൽ എന്തുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ കൊളാപ്സ് ആയിട്ട് മിക്സപ്പ് ആയി പോവാത്തതിന്റെ റീസൺ അറിയാവുന്നവർക്ക് ടാറ്റ കാണിക്കുക കേട്ടോ. എന്തുകൊണ്ട് അകത്തേക്ക് എടുക്കുന്ന എയറും പുറത്തേക്ക് വിടുന്ന എയറും കൂടെ കൊളാപ്സ് ആയിട്ട് പോകുന്നില്ല, അത് മിക്സ് ആയിട്ട് പോകുന്നില്ല? റീസൺ യെസ് ഇവിടെ ആരാണ്? ആര് പറഞ്ഞുതരും? ഓക്കെ സോ ആരായിരുന്നു? അശ്വിനെ. അശ്വിൻ എന്താ റീസൺ? Because of the presence of rings of cartilage. Yes, very good. Because of the presence of rings of cartilage. എവിടെയാ rings of cartilage present ആയിട്ടുള്ളത്? ട്രക്കിയയില്. ഷേപ്പ് എന്തായിരുന്നു അതിന്റെ? Ring like shape. റിംഗ്. മൊത്തം റിംഗ് പറയാൻ പാടില്ല. മൊത്തം റിംഗ് ഇല്ല, ഒരു സി ഷേപ്പില്. റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ്. നമ്മുടെ അശ്വിൻ പറഞ്ഞ ആൻസർ വളരെ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ സാർ, അപ്പൊ ആൻസറിലേക്ക് നമ്മളൊന്ന് മൂവ് ചെയ്യാം. മക്കളെ നോക്കിക്കോ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് റിംഗ്സ് ഓഫ് കാർട്ടിലേജ് പ്രസന്റ് ഇൻ ദി ത്രോട്ട്. നമ്മുടെ ത്രോട്ടില് ട്രക്കിയയുടെ സർഫസിൽ റിംഗ്സ് ഓഫ് കാർട്ടിലേജ് എന്ന് പറയുന്ന കംപ്ലീറ്റ് അല്ലാത്ത സി ഷേപ്പിലുള്ള റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ആയതുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതായിട്ടുള്ള എയർ കൊളാപ്സ് ആവാത്തത്. തെറ്റിക്കൂലല്ലോ, ഇനി ഒരിക്കലും തെറ്റിക്കില്ലല്ലോ. അത് തെറ്റിക്കരുത്. അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇടി ഞാൻ വെച്ച് തരും കേട്ടോ എല്ലാത്തിനും. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ കുറേ തവണ പറഞ്ഞല്ലേ അസ പേടിക്കണ്ട, അസ ഇടിക്കില്ല കേട്ടോ. ഓക്കെ, അസയുടെ എക്സ്പ്രഷൻ മാറി. ഇടി എന്നൊക്കെ പറയുമ്പോഴേക്കും വിഷമാണ് കുട്ടിക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? സിമ്പിളാ, വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ്റെ ഒരു ലെങ്ത് കൂടിയെന്ന് കരുതിയിട്ട് നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. വളരെ സിമ്പിളാണ്. എന്തൊരു സോ ഓക്കെ, ഇൻ ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ആൽവിയോളൈ. അറിയാമോ ആൽവിയോളയുടെ ഫംഗ്ഷൻ എന്താണ്? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആ. റെസ്പിറേഷനിൽ ആൽവിയോള എന്ത് ചെയ്യുന്നു? ദെൻ സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ നോക്കുക. റേറ്റ് ഓഫ് ബ്രീത്തിങ് ഇൻ അക്വാട്ടിക് ഓർഗാനിസം ഇസ് മച്ച് ഫാസ്റ്റർ ദാൻ ദാറ്റ് ഇൻ ദി ടെറസ്ട്രിയൽ ഓർഗാനിസംസ്. ഗിവ് റീസൺ.
നമ്മൾ നേരത്തെ എലിമെന്ററി കനാലിന്റെ ലെങ്ത് കൂടുതൽ കുറവെന്ന് പറഞ്ഞില്ലേ, അതുപോലൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അക്വാട്ടിക് ഓർഗാനിസംസിൽ മച്ച് ഫാസ്റ്റർ ദാൻ ടെറസ്ട്രിയൽ ഓർഗാനിസം. ടെറസ്ട്രിയൽ കരയിൽ കിടക്കുന്ന ഓർഗാനിസംസിനേലും കൂടുതൽ റേറ്റ് കൂടുതൽ അക്വാട്ടിക് ഓർഗാനിസംസിലാണ്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? അത് നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അടുത്ത സി പാർട്ട് നോക്കി. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാത്വേസ് ഷോയിങ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഡിഫറെന്റ് പാത്വേസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ ബ്രേക്ക് ഡൗൺ പാത്വേസിൽ എവിടെയൊക്കെയോ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ആ കംപ്ലീഷൻ കുറവായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നോക്കിക്കോ, ഗ്ലൂക്കോസ് 6 കാർബൺ മോളിക്യൂൾ ആണ്, സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് ഡാഷ് ആയിട്ട് മാറുന്നു. ഓഹോ, ആഹാ, ഡാഷ് ആയിട്ട് മാറുന്നു. പറയണോട്ടെ എന്താന്നുള്ളത്. ദെൻ ഇൻ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് presence of oxygen, ഓക്സിജന്റെ പ്രസൻസിൽ ഇൻ മൈറ്റോകോൺട്രിയ ഡാഷ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് എനർജി, സോറി ഹൈഡ്രജൻ അല്ല, H2 ആണ് കേട്ടോ, വാട്ടർ പ്ലസ് എനർജി. ഈ 1ഉം 2ഉം എന്താണ്? 1ഉം 2ഉം എന്താണ് സാറേ? നമുക്ക് വിളിക്കാലോ. യെസ് സർ. ആരായിരുന്നു? അഗൈൻ യെസ് സർ. കേൾക്കുന്നുണ്ടോ? യെസ് പറഞ്ഞോടാ. ഫസ്റ്റ് എ പാർട്ട് ആദ്യത്തേതാണ്. ആ, നീ സി പാർട്ടിന്റെ ആൻസർ ആണ് പറഞ്ഞത്, പൈറുവേറ്റ്. ഓക്കെ, ഇവിടത്തെ പൈറുവേറ്റ് ആണ് ഫസ്റ്റ്. ദെൻ ഇവിടെ 2 എന്താണ് അപ്പോ? CO2, കാർബൺ ഡൈ ഓക്സൈഡ്. അത് രണ്ടും ഓക്കെ ആണ്. അപ്പൊ സ്റ്റെവിൻ പറഞ്ഞ 2 ആൻസർ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകും. ഇനി എയും ബിയും നമുക്ക് ബാലൻസ് നിൽക്കുന്നുണ്ട് അല്ലേ? എയുടെയും ബിയുടെ ആൻസർ നമുക്ക് ആരോട് ചോദിക്കാം? സ്റ്റെവി മ്യൂട്ട് ചെയ്തോ മോനെ, മ്യൂട്ട് ചെയ്തോ കേട്ടോ. നമുക്ക് അടുത്ത ഒരാൾ ആൻസർ ആൻമരി ആണോ? ഹലോ, വല്ലപ്പോഴേക്ക് കാണാറുള്ളൂ. സുഖല്ലേ? സുഖാണ്. എങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളം കുഴപ്പമുണ്ടായിരുന്നില്ല, ഇംഗ്ലീഷ് ടഫായിരുന്നു. ആ കുഴപ്പമില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞിരിക്കണ്ട. ഈ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞത് എന്താണ്? നമ്മുടെ ആൽവിയോളയുടെ ഫംഗ്ഷൻ. ഓക്സിജൻ അതല്ല. സബ് ക്വസ്റ്റ്യൻ എ, ഇൻ ദ പ്രസൻസ് ഓഫ് റെസ്പിറേഷൻ സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ആൽവിയോളൈ. ശരിക്ക് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഹെൽപ്സ് ഇൻ ബ്രീത്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്താ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്താ പറ്റുന്നേ? എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടോ അവിടെ? ഗേഷ്യസ് എക്സ്ചേഞ്ച്. ആ വാക്ക് പതിയെ പറയുന്നുണ്ട്, പതിയല്ല, ഇത്തിരി സ്പീഡിൽ പറയണം. ഓക്കെ, അപ്പൊ ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. മ്യൂട്ട് ചെയ്തോടാ. സെക്കൻഡ് ബി പാർട്ടിന്റെ ആൻസർ സാർ കാണിച്ചത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് സാർ ഒന്ന് ആൻസർ ഡിസ്പ്ലേ ചെയ്തോളൂ. മക്കളെ നോക്കുക, ബി പാർട്ടിന്റെ ആൻസർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ അക്വാട്ടിക് ഓർഗാനിസംസിൽ ബ്രീത്തിങ് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന ടെറസ്ട്രിയൽ ഓർഗാനിസംസിനെയും കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്? ബിക്കോസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡിസോൾവ് ഇൻ ദ വാട്ടർ ഇസ് ഫെയർലി ലോ ആസ് കമ്പയർഡ് ടു ദി എയർ. ഓക്കെ, അവിടെ ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് എന്തായിരിക്കും? ഫെയർലി ലോ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന എയറോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടായിരിക്കും റെസ്പിറേഷൻ റേറ്റ് കൂടാനുള്ള സാധ്യത. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. ഈ സെന്റൻസ് മാത്രം എന്റെ മക്കൾ എഴുതിയാൽ മതി, അവിടെ മാർക്ക് വീണോളും. ഇതേ സെന്റൻസ് പഠിച്ചു വെച്ചിട്ട് പോവാ നിങ്ങൾ. പൈറുവേറ്റും കാർബൺ ഡൈ ഓക്സൈഡും റിയാക്ഷൻസിൽ ഓൾറെഡി നമുക്ക് 7 ഫിൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. യെസ്, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഗിവ് റീസൺ വൈ. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിന് റീസൺ എന്താണ് കാരണം, ഈ സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള കാരണം, വൈ, വാട്ട് ഇസ് ദ റീസൺ, അതാണ് നിങ്ങൾ പറയേണ്ടത്. ഫൈൻ ഹെയർസ് ആൻഡ് മ്യൂക്കസ് ആർ പ്രസന്റ് ഇൻ ദി നേസൽ പാസേജ്. നേസൽ പാസേജിൽ, നമ്മുടെ മൂക്കിനകത്തില്ലേ, നോസിനകത്തുള്ള നേസൽ പാസേജിൽ ഫൈൻ ഹെയർസും ഈ പറയുന്ന മ്യൂക്കസും പ്രസന്റ് ആയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫൈൻ ഹെയർസും മ്യൂക്കസ് ഒക്കെ നമ്മുടെ നേസൽ പാസേജിനകത്ത് പ്രസന്റ് ആയിട്ടുള്ളത്? റിംഗ്സ് ഓഫ് കാർട്ടിലേജ് പ്രസന്റ് ഇൻ ദ ട്രക്കിയ. അത് ആൻസർ അറിയാലോ, അതിന് നമ്മൾ പറയണ്ട അല്ലെ? നമ്മൾ പറയേണ്ട റിംഗ്സ് ഓഫ് കാർട്ടിലേജ് എയർ കൊളാപ്സ് ആവാതിരിക്കാനാണ്. റേറ്റ് ഓഫ് ബ്രീത്തിങ് ഇൻ അക്വാട്ടിക് ഓർഗാനിസം ഇസ് മച്ച് ഫാസ്റ്റർ ദാൻ ദാറ്റ് ഇൻ ദി ടെറസ്ട്രിയൽ. ഇതിന്റെ ആൻസർ നമുക്ക് അറിയാലോ. അപ്പൊ ഈ റീസൺ ചോദിക്കുന്നതിൽ ഈ ക്വസ്റ്റ്യനുകളാണ് പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മ്യൂക്കസും ഫൈൻ ഹെയർസും എന്തിനു വേണ്ടിയിട്ടാണ് നേസൽ പാസേജിൽ ഉള്ളതെന്ന് നോക്കാം. സാർ ഒന്ന് ആൻസർ കാണിച്ചോ മക്കളെ. എ പാർട്ടിന്റെ ഫസ്റ്റ് വൺ നോക്കാം മക്കളെ. സോ ദാറ്റ് കൂൾ എയർ ഇസ് വാംഡ് ആൻഡ് മോയിസ്റ്റൻഡ് വിത്ത് മ്യൂക്കസ്. ഓക്കെ, എയർ ഒന്ന് കൂൾ ചെയ്യാനും മോയിസ്റ്റൻഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ അകത്തേക്ക് പോകാനും നമ്മുടെ മ്യൂക്കസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഈ സ്മോൾ ഫൈൻ ഹെയർസിന്റെ ഫംഗ്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സാർ അഡീഷണൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ നമ്മുടെ നോസിനകത്തേക്ക് എൻറ്റർ ചെയ്യാൻ പോകുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെയും ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും കെമിക്കൽസിനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഫൈൻ ഹെയർസ് എന്ത് ചെയ്യുന്നുണ്ടാകും? അതിനെ അകത്തേക്ക് വിടാതെ പുറത്തേക്ക് തട്ടി കളഞ്ഞ് പ്രിവെന്റ് ചെയ്തിരുന്നുണ്ടാവും അല്ലേ?
പ്രിവെന്റ് ദ എൻട്രി, ഇങ്ങനെ എഴുതി വെച്ചോളൂ, പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഫോറിൻ പാർട്ടിക്കിൾസ് ഇൻ ടു ദ നേസൽ പാസേജ്. ഇപ്പൊ ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ചോ, ഒന്ന് ടാറ്റ കാണിച്ച് വേവ് ചെയ്തരാം. ഓക്കെ അല്ലേ? അപ്പൊ നേസൽ പാസേജിനകത്തേക്ക് പുറത്തുനിന്നുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസോ ഒന്നും എൻട്രി ചെയ്യാതെ നേസൽ പാസേജ് അല്ലെങ്കിൽ നോസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഫൈൻ ഹെയർസ് കേട്ടോ. അപ്പൊ മ്യൂക്കസും ഇതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ തന്നെ, ഡിഫൻസ് ഒക്കെ ചെയ്യുന്നതാണ്. രണ്ടുപേരും ഡിഫൻസ് ആക്ഷൻ നടത്തുന്ന ആളുകൾ തന്നെയാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്തോളൂ. ബാക്കി രണ്ടും നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. ലിസ്റ്റ് ഇൻ ടാബുലാർ ഫോം. കണ്ട് ഇടയ്ക്കിടയ്ക്ക് ടാബുലാർ ഫോമിൽ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. എയറോബിക് എന്ന് പറയുമ്പോൾ എയറോബിക് എയറിന്റെ പ്രസൻസിൽ, ദെൻ അനൈറോബിക് എയറോബിക് എയറിന്റെ അല്ലേ? അപ്പൊ എയറിന്റെ പ്രസൻസിലും ആബ്സെൻസിലും നടക്കുന്ന റെസ്പിറേഷന്റെ ഡിഫറൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് ഹിയർ ഇസ് ആൻസർ. നിങ്ങൾ നോക്കുക, ഇതിന്റെ ആൻസർ ടേബിൾ ഫോമിൽ തന്നെ എഴുതി വെക്കാനായിട്ട് പഠിച്ചോളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. കണ്ടോ, എയറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ അനൈറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ആബ്സെൻസിലാണ് അനൈറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. ഇനി എയറോബിക് റെസ്പിറേഷന്റെ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ആർ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. എയറോബിക് റെസ്പിറേഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണെന്നുണ്ടെങ്കിൽ അനൈറോബിക് റെസ്പിറേഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ആർ എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ലാക്റ്റിക് ആസിഡ്. എത്തനോൾ എന്ന് പറയുന്ന ആൽക്കഹോൾ ഉണ്ടാവും, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാം, പ്ലസ് മസിൽ സെൽസിലാണെങ്കിൽ ഓക്സിജന്റെ ആബ്സെൻസിൽ നമുക്ക് ലാക്റ്റിക് ആസിഡ് പ്രസന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യാം. ഫൈനലി ഒരു ഡിഫറൻസ് കൂടെ നോക്കുക. എയറോബിക് റെസ്പിറേഷനിൽ മോർ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് അനൈറോബിക് റെസ്പിറേഷനിൽ ലെസ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. അനൈറോബിക്കിൽ കുറച്ച് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷേ എയറോബിക്കിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് കുറച്ചധികം എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറൻസ് പറ്റും എന്നുള്ളവരൊന്ന് വേവ് ചെയ്തേ. ഡിഫറൻസ് പറ്റും എന്നുള്ളവരൊന്ന് വേവ് ചെയ്യാറോ. ഡിഫറൻസ് പറ്റുമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, draw a diagram. കണ്ടോ, draw a diagram of human respiratory system and label pharynx, trachea, lungs, diaphragm and alveolar sac on it. Yes sir. ഓക്കെ, കിട്ടിയോ? ഫിഗർ മനസ്സിൽ കിട്ടിയോ? കിട്ടിയൊരു വേവ് ചെയ്തേ. മക്കളെ, സൂമിലുള്ള ആളുകളോട് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ സൂമിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ മേ ബി ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അത് നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യും. സാർ നമ്മൾ പറഞ്ഞില്ല 5 ചാപ്റ്റർ നമുക്ക് തീർക്കണ്ടേ വിതിൻ 9 o'clock. നമുക്ക് 9 o'clockന് മുന്നേ നമ്മുടെ 5 ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞ് തീർക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്ലാസിന്റെ എൻഡിൽ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ട്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വിടുന്നുണ്ടാവുള്ളൂ. സോ ഡോണ്ട് ബി വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, ഫിഗർ എന്താന്ന് നോക്കാം. ഓക്കെ സാർ, ആൻസർ ഒന്ന് കാണിച്ചു കൊടുത്തോ. അപ്പോൾ ഫാരിങ്സ്, ട്രക്കിയ, ലങ്സ്, ഡയഫ്രം ആണ് ക്വസ്റ്റിന് ചോദിച്ചിരുന്നത്. പക്ഷെ അത് മാത്രം പഠിച്ചാൽ മതിയോ? നമുക്ക് വേണ്ടല്ലോ അല്ലേ, എല്ലാം പഠിക്കണ്ടേ, എല്ലാം മാർക്ക് ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, അതുപോലെ തന്നെ നമ്മുടെ ലങ്സ്, ഡയഫ്രം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫിഗറിൽ മാർക്ക് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ വരയ്ക്കണമല്ലോ എന്ന് ഓർത്ത് ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുമൊന്നും വേണ്ട. വരയ്ക്കാൻ വളരെ റയർ കേസിലാണ് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വൃത്തിയിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് തന്നോളൂ കേട്ടോ. സോ അതുകൊണ്ട് പേടിക്കേണ്ട, മാർക്ക് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഫിഗർ ഒന്ന് ടിക്കറ്റ് വയ്ക്കുക. ഓക്കെ സോ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നെയിം ദ കൈൻഡ് ഓഫ് ബ്ലഡ് വെസൽസ് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ഓൺ ഇൻ എ ടാബുലാർ ഫോം. നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് എന്താണ് 3 ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് ആണുള്ളത്. ആ 3 ബ്ലഡ് വെസൽസിന്റെ പേര് എഴുതുക. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച്. ഓക്കെ, ഓരോന്നിന്റെയും ഫംഗ്ഷൻ നിങ്ങൾ എഴുതാനായിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ്. വിച്ച് ആർ ദ 3 ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് പ്രസന്റ്? ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. ഓർക്കുന്നവരൊന്ന് വേവ് ചെയ്തേ. ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ് ആണ് 3 ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് പ്രസന്റ് ആയിട്ടുള്ളത്. ഫംഗ്ഷൻസ് മക്കളെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാ. ആർട്ടറീസ് ക്യാരി ദ ബ്ലഡ് അവേ ഫ്രം ദി ഹാർട്ട് ടു ദ വേരിയസ് ഓർഗൻസ് ഓഫ് ദി ബോഡി. ഹാർട്ടിൽ നിന്നിട്ട് വേരിയസ് പാർട്സിലേക്കാണ് പോകുന്നത് കേട്ടോ. അവേ ഫ്രം ദി ഹാർട്ട് ആണ്, അവേ ഫ്രം ദി ഹാർട്ട് എന്നാണ് പോകുന്നത്. ദെൻ വെയിൻസിലേക്ക് നോക്കാം നിങ്ങൾ. ദേ കളക്ട് ദ ബ്ലഡ് ഫ്രം ഡിഫറെന്റ് ഓർഗൻസ് ആൻഡ് ബ്രിങ് ഇറ്റ് ബാക്ക് ഇൻ ടു ദ ഹാർട്ട്. ഹാർട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ആൻഡ് കാപ്പിലറീസ് എന്താ സംഭവം? ദേ ഹെൽപ്പ് the exchange of materials between blood and surrounding cells. ബ്ലഡും സറൗണ്ടിങ് സെൽസും തമ്മിലുള്ള എക്സ്ചേഞ്ചിനല്ലേ കാപ്പിലറീസ് ഹെൽപ്പ് ചെയ്യുന്നത്? ആണെങ്കിൽ ഒന്ന് ചാറ്റ കാണിച്ച മക്കള്. അപ്പൊ ഇത് 3 വെയിൻസും ആർട്ടറീസും കാപ്പിലറീസും മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്ന് വന്നേക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ സോ ദെൻ അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ. മെൻഷൻ ദി 3 kinds of cell present in blood. ബ്ലഡിന്റെ അകത്ത് നമ്മൾ ബ്ലഡ് വെസൽസ് അല്ല ചോദിച്ചിട്ടുള്ളത് ഇവിടെ. ബ്ലഡിന്റെ അകത്ത് 3 types of cells ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ആ 3 types of cells ഏതൊക്കെയാണ്? റൈറ്റ് ദ ഫംഗ്ഷൻസ് ഓഫ് ഈച്ച്. അവർ ഓരോന്നിന്റെയും ഫംഗ്ഷൻസ് കൃത്യമായിട്ട് നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം, നമുക്ക് 3 സെൽസ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ.
അതെ കാണിച്ചോളൂ സർ ആൻസർ. ഓക്കെ, അപ്പോൾ RBC WBC പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ RBCയുടെ ഫംഗ്ഷൻ കണ്ട് ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ആണ് വിച്ച് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് റെസ്പിറേഷൻ. നമ്മുടെ റെസ്പിറേഷന് വേണ്ടിയിട്ട് ടിഷ്യൂസിലേക്ക് ഹീമോഗ്ലോബിനകത്തൂടെ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ RBC ആണ്. റെഡ് ബ്ലഡ് കോർപ്പസെൽസ് എന്ന് പറയും RBCനെ. അടുത്ത WBC ആണ് കേട്ടോ, വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് ആണ്. പ്രൊട്ടക്ട്സ് ദ ബോഡി ഫ്രം ദി ഇൻഫെക്ഷൻസ് ആൻഡ് മാനുഫാക്ചർ ദി ആന്റിബോഡീസ് ഫോർ ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആന്റിബോഡീസിനെ ഉണ്ടാക്കുന്നു. നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ പാത്തജൻസോ ഒക്കെ എൻറ്റർ ചെയ്യുമ്പോൾ അവരിൽ നിന്നിട്ട് നമ്മുടെ ബോഡിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ WBC വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് ആണ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഹെൽപ്സ് ഇൻ ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിംഗ് പഠിച്ച് പോർക്കുന്നുണ്ടോ? പ്ലേറ്റ്ലെറ്റ്സ് വന്നിട്ടല്ലേ മെഷ് ലൈക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കുന്നത്. സോ platelets helps in the blood clotting of the blood by preventing the further loss of the blood in case of injuries ഉണ്ടാവുന്ന കേസിൽ ബ്ലഡ് വീണ്ടും പുറത്തേക്ക് റിമൂവ് ആയി പോവാതെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് RBC WBC ഒന്ന് നോക്കി വെച്ചോളൂ, എഴുതി വെച്ചാൽ മതി WBC RBC പ്ലേറ്റ്ലെറ്റ്സ് എന്ന്. ആ പോർഷൻ ഒന്ന് കവർ ചെയ്ത് വേണം പോകാനായിട്ട്. ആൻഡ് ദെൻ സർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. വാട്ട് ഡു ദ ഫോളോയിങ് ട്രാൻസ്പോർട്സ്? താഴെ കൊടുത്തിരിക്കുന്ന 1 2 3 4 5 6 ഇവരൊക്കെ എന്തിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? സിമ്പിൾ അല്ലേടാ. സൈലം ഫ്ലോയും അറിയാവുന്നവരൊന്ന് ടാറ്റ കാണിച്ചേ. സൈലം വാട്ടറും മിനറൽസും ആണ്. ഫ്ലോയം ഫോട്ടോസിന്തസിസ് കഴിഞ്ഞുണ്ടാവുന്ന ഫുഡിനെയാണ്. പൾമണറി വെയിൻ വീനക്കാവ, പൾമണറി ആർട്ടറി അയോട്ട. നോക്കാം നമുക്ക്. പൾമണറി വെയിൻ വീനക്കാവ, പൾമണറി ആർട്ടറി അയോട്ട. ഓക്കെ, അത് മാത്രം ഒന്ന് നോക്കാം. യെസ് സർ, പൾമണറി വെയിൻ വീനക്കാവ നോക്കിക്കോളൂ. നമ്പർ 3 and 4. യെസ് സർ, 3 and 4. ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി ലങ്സ് ടു ഹാർട്ട്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ദെൻ ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? ടിഷ്യൂസ് ഓഫ് ദി ബോഡി ടു ദ ഹാർട്ട്. ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നിട്ട് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഫ്രം ദി ഹാർട്ട് ടു ദ ലങ്സ് കൊണ്ടുപോകുന്നത് പൾമോണറി ആർട്ടറി ആണ്. ആൻഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. അയോട്ട ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. അയോട്ട അല്ലേ ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡിനെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന അയോട്ട. അയോട്ടിക് വാൽവ് വഴി പോയിട്ട് അയോട്ടയുടെ പുറത്തേക്ക് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് ഇതിനെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പറയുന്ന അയോട്ട എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. വാൽവ്സ് ആൻഡ് പാർട്സ് ആൻഡ് എന്താ പറയുക ചേംബേഴ്സ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ 4 ചേംബേഴ്സ്, വാൽവുകൾ, പുറത്തേക്ക് വരുന്ന ആർട്ടറീസ്, വെയിൻസ് നോക്കി വെച്ചോളണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് സ്ട്രക്ചർ ഓഫ് ഹാർട്ട്. ദെൻ സോ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോളൂ മക്കളെ. ഡിസ്ക്രൈബ് ഡബിൾ സർക്കുലേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്, വൈ ഇറ്റ് ഇസ് നെസസറി. ഹ്യൂമൻ ബീങ്സിലെ ഡബിൾ സർക്കുലേഷൻ എന്താണ്? പഠിച്ചതല്ലേ നമ്മൾ. ഡബിൾ സർക്കുലേഷൻ എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ആ റീസൺ മാത്രം ഇതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ദാറ്റ് മീൻസ് വേറെ ഒന്നുമല്ല, ഹാർട്ടിലൂടെ ബ്ലഡ് 2 times സർക്കുലേറ്റ് ചെയ്ത് ഇറങ്ങി പോകുന്നുണ്ട് അല്ലേ. അതിന്റെ മുകളിലെ സെക്ഷനെ നമ്മൾ എന്ത് വിളിക്കും? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിക്കും. അടിയിലെ സെക്ഷനെ സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ പൾമണറിയും സിസ്റ്റമിക്കും 2 സർക്കുലേഷനും മറ്റേ ടൈം നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ 2 സർക്കുലേഷൻ നടക്കുന്നു. സോ ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നു. എഴുതാലോ അത് ഓൺ സെന്റൻസിൽ. നിങ്ങളുടെ സ്വന്തം സെന്റൻസിൽ എഴുതിയാൽ മതി. ആരും നിങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ കോണ്ടന്റ് അതിനകത്ത് കറക്റ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ. അതിൽ കറക്റ്റ് കോണ്ടന്റ് വന്നെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ മതി. ബാക്കി നോ പ്രോബ്ലം നിങ്ങളുടെ സെന്റൻസിൽ എഴുതിക്കോളൂ. നോക്കൂ, വൈ ഇറ്റ് ഇസ് നെസസറി. ഓക്കെ, സോ ഡബിൾ സർക്കുലേഷൻ കണ്ടോ മക്കളെ. ഇവിടെ ഭയങ്കര ലെങ്തി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അഡ്വൈസ്. ഹാർട്ടിനകത്തോട് 2 തവണ കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ബോഡി പാർട്സ് നിന്ന് കൊണ്ടുവരുന്നു, റൈറ്റ് ഏട്രിയത്തിൽ വരുന്നു, അവിടെ നിന്ന് റൈറ്റ് വെൻട്രിക്കിൾ, ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം പമ്പ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. പാത്വേ ഓർക്കുന്നവരൊന്ന് വേവ് ചെയ്തേ. അപ്പൊ ആ പാത്വേ കൃത്യമായിട്ട് സാർ ഫ്ലോ ചാർട്ട് ഒക്കെ തന്ന് പഠിപ്പിച്ചിരുന്നതാണ്. ആ പാത്വേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഡബിൾ സർക്കുലേഷൻ. എന്താണ് ഡബിൾ സർക്കുലേഷൻ കൊണ്ട് നടക്കുന്നത്, എന്താണ് ഉപയോഗം? 2 പോയിന്റ് നോക്കി വെച്ചോളൂ. ഇറ്റ് അലൗസ് എ ഹൈലി എഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ ടു ദ ബോഡി. നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും നല്ല എഫിഷ്യന്റ് ആയിട്ട് നല്ല രീതിയിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഡബിൾ സർക്കുലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ പാർട്സിലും പോയിട്ട് കറങ്ങിയാണ് വരുന്നത്. അപ്പോൾ ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും ഓക്സിജൻ സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ മീറ്റിംഗ് ദ ഹൈ എനർജി നീഡ്സ്. നമ്മുടെ ബോഡിയിൽ നമ്മൾ അത്രത്തോളം എനർജി ആവശ്യമുള്ളതാണ് നമ്മുടെ ബോഡി. ആ ബോഡിയിലുള്ള എനർജിയുടെ റിക്വയർമെന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്തിട്ട് അതിനൊന്ന് കോപ്പപ്പ് ചെയ്ത് അതിന്റെ കൂടെ പോകാനായിട്ട് നമ്മൾ പറയുന്ന ഡബിൾ സർക്കുലേഷൻ ആയതുകൊണ്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ, സിമ്പിൾ അല്ലേ? അപ്പൊ ഹാർട്ട് ഡബിൾ സർക്കുലേഷൻ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ കേട്ടോ. ഹാർട്ടും ഡബിൾ സർക്കുലേഷനും ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് ഹിയർ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എവിടെ നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഡിഫൈൻ ട്രാൻസ്പിറേഷൻ ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് 2 ഫംഗ്ഷൻ. ട്രാൻസ്പിറേഷന്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നില്ലേ? ട്രാൻസ്പിറേഷന്റെ ഫംഗ്ഷൻ. ട്രാൻസ്പിറേഷൻ എന്താണെന്നേ ഈ ആൻസർ നോക്കി വെച്ചോ. ട്രാൻസ്പിറേഷൻ, യെസ് സർ, ട്രാൻസ്പിറേഷൻ എന്താ നോക്കിക്കേടാ? ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വേപ്പർ ഫ്രം ദി ഏരിയൽ പാർട്സ് ഓഫ് ദി പ്ലാന്റ് ഇസ് നോൺ ആസ് ട്രാൻസ്പിറേഷൻ. പ്ലാന്റ്സിന്റെ ഏരിയൽ പാർട്സ് ഇന്ന് വാട്ടർ വേപ്പറിന്റെ ഫോമിൽ പുറത്തേക്ക് ലോസ് ആവുന്നത്, നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻസ് ഇനി സാർ എക്സ്പ്ലെയിൻ ചെയ്യണോ? അറിയാവുന്നല്ലേ നമുക്ക്. പുറത്തേക്ക് പോകുന്നു അല്ലെ, ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ, അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ മൂവ്മെന്റ്. വാട്ടറിന്റെ അപ്വേർഡ് കണ്ടക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്
ഈ റൂട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്ന വാട്ടറിന് ഡിസോൾവ് ചെയ്തിട്ട് മിനറൽസിനും കൂടെ മുകളിലേക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ട്രാൻസ്പിറേഷൻ പുൾ ഉള്ളത് കൊണ്ടല്ലേ സോയിലിൽ നിന്നുള്ള വാട്ടർ മുകളിലേക്ക് അപ്വേർഡ് കണ്ടക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ ട്രാൻസ്പിറേഷൻ പുള്ള് വരുന്നു, ട്രാൻസ്പിറേഷനിലൂടെ പുറത്തേക്ക് വാട്ടർ വേപ്പറിന്റെ ഫോമില് വാട്ടർ നഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് നമുക്ക് പിന്നെ എന്ത് പറയാം, ആ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന വാട്ടറിൽ എന്ത് മിക്സ് ആയിട്ടുണ്ട്, ന്യൂട്രിയൻസ് മിക്സപ്പ് ആയിട്ടുണ്ട്. ആ ന്യൂട്രിയൻസ് കൂടെ പ്ലാന്റ്സിന് ഡിഫറെന്റ് പാർട്സിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ടെമ്പറേച്ചർ റെഗുലേഷൻ അല്ലെ, പ്ലാന്റ്സിന്റെ അകത്തെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പ്ലാന്റിന് ഒരു കൂൾ എഫക്ട് കൊടുക്കുക അല്ലെ. പ്ലാന്റ്സിനകത്ത് വാട്ടർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂടാ, ഒരു കൂൾ എഫക്ട് പ്ലാന്റിന് കൊടുക്കുക. ആ 3 പോയിന്റ്സ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ, അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, യെസ് ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് followed during journey of oxygen rich blood from lungs to various organs of the body. Pulmonary systemic circulation ന്റെ ഫ്ലോ ചാർട്ട് ഓർക്കണ്ടേ യെസ്. ലങ്സിൽ നിന്നിട്ട് വേരിയസ് ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബോഡി, നമ്മുടെ അയോട്ടയിൽ നിന്ന്, അതായത് ലങ്സിൽ നിന്ന് താഴേക്ക് വരണം. ദെൻ നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ കയറി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ കയറിയതിന് ശേഷം അയോട്ട വഴി പുറത്തേക്ക് പോകുന്നത് വരെ എഴുതണ്ടേ? വേണം, അതാ പറഞ്ഞിരിക്കുന്നത്. അയോട്ട വഴി പുറത്തേക്ക് പോകുന്നവരെ എഴുതണം. ദെൻ വാട്ട് ഹാപ്പൻസ് വെൻ ദ സിസ്റ്റം ഓഫ് ബ്ലഡ് വെസൽസ് ലീക്ക്. യെസ്, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട്. ആ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിൽ ഒരു ലീക്ക് ഉണ്ടായാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആൻസർ നമുക്ക് നോക്കാം. പാത്വേ ആദ്യം നോക്കിക്കേ മകള്, പാത്വേ നോക്കിക്കോളൂ. യെസ്, പാത്വേ ഉണ്ടോ? പൾമണറി വെയിൻ ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പോകുന്നു. ദെൻ കറക്റ്റ് ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിക്കണം കേട്ടോ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി വേരിയസ് ബോഡി പാർട്സിലേക്ക് പോകുന്നു. സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചൂടെ മക്കളെ, നിങ്ങൾ ഇത്രയും ഡെവലപ്മെന്റ് ഒന്നും കൊടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ ആ പാർട്ട് ടു പാർട്ട് എഴുതിയാൽ പോരെ. പൾമോണറി വെയിൻസ്, ലങ്സിൽ നിന്ന് പുറത്തേക്ക് വെയിൻസ് അല്ല പറഞ്ഞാണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. പൾമോണറി വെയിൻസ് നമ്മുടെ ലങ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ദെൻ ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അത് കഴിഞ്ഞ പിന്നെ അയോട്ട ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച് അയോട്ട. അത്രയും പോയിന്റ് എഴുതിയാൽ മതി. എന്നിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് കേട്ടോ. ഈ ഫ്ലോ ചാർട്ട് വരച്ചു വെച്ചിട്ട് നമ്മൾ പറയാം, ഇവിടുന്ന് ഇവിടേക്ക് വരുന്നു ഒരു സെന്റൻസ്, അവിടുന്ന് ഇവിടേക്ക് പോകുന്നു രണ്ടാമത്തെ സെന്റൻസ്. അപ്പൊ 4 സെന്റൻസ് കൂടെ എഴുതാൻ പറ്റില്ല അഡീഷണൽ അതിന്റെ കൂടെ അല്ലേ. അപ്പൊ മിസ് നോക്കുന്ന വാല്യൂ ചെയ്യുന്ന ഇൻവിജിലേറ്റർ നോക്കുമ്പോൾ ഈ കുട്ടി എന്തായാലും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഫ്ലോ ചാർട്ടും വരച്ചിട്ടുണ്ട്, അങ്ങനെ ഈ ഫുൾ മാർക്ക് അങ്ങ് കൊടുത്തേക്കാം. അപ്പൊ അവിടെ വീണില്ലേ മാർക്ക്. അപ്പൊ അങ്ങനെ കുറച്ച് ട്രിക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എഴുതി വെച്ചോ. പിന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ്സിന്റെ അണ്ടർലൈനിൽ അടിയിൽ മറ്റേ എന്താ പറയുക പെൻസിൽ വെച്ചിട്ടൊന്നും അണ്ടർലൈൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്ന് കരുതി ആൻസർ ഷീറ്റ് മൊത്തം അണ്ടർലൈൻ ചെയ്ത് വെക്കരുത്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് തോന്നിക്കുന്ന സെന്റൻസുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം മിസ്സുമാർക്ക് കുറച്ചൊന്ന് സിമ്പിൾ ആയിട്ട് നോക്കാനൊക്കെ ആയിട്ട് കേട്ടോ. ഇനി ലീക്ക് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് വെസൽസിൽ ഏത് ബ്ലഡ് വെസൽ ആയിക്കോട്ടെ, ഏത് ബ്ലഡ് വെസലിനെ ആണെങ്കിലും ലീക്ക് ചെറുതായിട്ട് ഉണ്ടായാൽ മതി. ലീക്കേജ് റിസൾട്ട്സ് ഇൻ ദ ലോസ് ഓഫ് ബ്ലഡ് പ്രഷർ വിച്ച് വുഡ് റിഡ്യൂസ് ദ എഫിഷ്യൻസി ഓഫ് പമ്പിംഗ് സിസ്റ്റം. അതായത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബ്ലഡിന്റെ പമ്പിംഗ് സിസ്റ്റത്തെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. നല്ല പ്രഷറിൽ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലീക്ക് വന്നു കഴിഞ്ഞാൽ പമ്പിങ്ങിന്റെ സ്പീഡ് കുറയൂലേ, എഫിഷ്യൻസി കുറയൂലേ. അതാണ് കൃത്യമായിട്ട് എഴുതേണ്ടത് കേട്ടോ. നമ്മളന്ന് പറഞ്ഞിരുന്നില്ലേ, ഹോസിൽ വെള്ളം നനയ്ക്കുന്ന ചെടി നനയ്ക്കുന്ന സമയത്ത് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ചതഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോ ആവും എന്ന് പറഞ്ഞില്ലേ പമ്പിങ്. അപ്പൊ അത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. ലീക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസിൽ നിന്ന് ലീക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആ ഒരു പമ്പിംഗ് എഫിഷ്യൻസി കുറയും, അത്രേ ഉള്ളൂ. വേറെ ഇഷ്യൂസും കാര്യങ്ങളും അതിനകത്ത് വരുന്നില്ല കേട്ടോ. ഓക്കെ സർ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്തോളൂ. ആൻഡ് ഹിയർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഡ്രോ എ സെക്ഷണൽ വ്യൂ ഓഫ് ദി ഹ്യൂമൻ ഹാർട്ട്. ഹാർട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹ്യൂമൻ ഹാർട്ടിന്റെ സെക്ഷണൽ വ്യൂ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ വരച്ചാൽ മതി. അതിനകത്ത് അയോട്ട, പൾമോണറി ആർട്ടറീസ്, വീനക്കാവ ഫ്രം ദി അപ്പർ ബോഡി പാർട്സ്. നിങ്ങൾ അപ്പർ, ഇൻഫീരിയർ, സുപ്പീരിയർ ആണ് ഉദ്ദേശിക്കുന്നത്. വീനക്കാവ വരയ്ക്കുക, ലെഫ്റ്റ് വെൻട്രിക്കിൾ വരയ്ക്കുക. ഓക്കെ ആണെങ്കിൽ തമ്പ് കാണിച്ച് വരയ്ക്കേണ്ട, പാർട്സ് വരച്ചിട്ട് മാർക്ക് ചെയ്യാനാണ് ഈ പാർട്സ്. ഫിഗർ വരയ്ക്കണം, പാർട്സ് ലേബിൾ ചെയ്യണം. വാട്ട് ഈസ് ഡബിൾ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്? എന്താ ഡബിൾ സർക്കുലേഷൻ? നമുക്ക് അറിയൂലേ, 2 തവണ ഹാർട്ടിലൂടെ ട്വൈസ് ദ ബ്ലഡ് ഇസ് എൻട്രിങ് ആൻഡ് എക്സിറ്റ് അടിച്ച് പോകുന്നുണ്ട് ഹാർട്ടിൽ കയറിയിട്ട്. അതിൽ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ പൾമോണറി സർക്കുലേഷനും സെക്കൻഡ് ഹാഫിനെ നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയും. ആൻഡ് നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രക്ചറിലേക്കാണ്. ഹിയർ ഈ ഹാർട്ടാണ് എൻ്റെ മക്കൾ വരയ്ക്കേണ്ടത്. വേറെ ഹാർട്ടൊന്നും വരച്ച് വെച്ചിട്ട് കൊളാക്കരുത്. നമ്മുടെ എന്താ പറയുക, സിമ്പിൾ ആയിട്ടൊരു നമ്മുടെ ലവ് ഒക്കെ വരയ്ക്കില്ലേ ഇങ്ങനെ, ആ സാധനം അതൊക്കെ വരച്ചൊന്ന് ഡെവലപ്പ് ചെയ്ത് കുറച്ചൊന്ന് കൊണ്ടുവന്നിട്ട് അകത്ത് ഈ വാൽവും കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെച്ചത് വരയ്ക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്ക് ഡബിൾ സർക്കുലേഷൻ എന്താണെന്ന് അറിയാലോ. 2 തവണ ട്വൈസ് ഹാർട്ടിലൂടെ ഇറങ്ങി പോകുന്നുണ്ട്. ദെൻ നമുക്ക് ഈ കാര്യം കൂടെ മെൻഷൻ ചെയ്യാം കേട്ടോ മക്കളെ. പൾമോണറി സർക്കുലേഷൻ, സിസ്റ്റമിക് സർക്കുലേഷൻ ഉണ്ടെന്നുള്ളതില്ലേ, അത് മെൻഷൻ ചെയ്ത അഡീഷണൽ നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. അതൊന്നും കളയരുത് കേട്ടോ. പ്ലസ് പോയിന്റ് കിട്ടാവുന്ന സാധനങ്ങളൊന്നും വെറുതെ വേസ്റ്റ് ആക്കി കളയരുത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 2 സർക്കുലേഷന്റെ പേര് എഴുതി വെച്ചിട്ട് ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന 2 ഡബിൾ സർക്കുലേഷൻസ് എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ.
സെറ്റ് അല്ലേ? അത് എഴുതണം, മസ്റ്റ് ആയിട്ട് എഴുതണം എൻ്റെ മക്കൾ. ആൻസർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. നെയിം ദ നൈട്രജനസ് വേസ്റ്റ് പ്രസന്റ് ഇൻ യൂറിൻ. യൂറിൻ അകത്തുള്ള, നമ്മുടെ യൂറിൻ പുറത്തേക്ക് പോകുമ്പോൾ യൂറിൻ്റെ അകത്തുള്ള നൈട്രജനസ് വേസ്റ്റ് ഏതാണെന്ന് പറയണം. ദെൻ വാട്ട് ഈസ് ദ ബേസിക് ഫിൽട്രേഷൻ യൂണിറ്റ് ഓഫ് കിഡ്നി? കിഡ്നിയുടെ ഫിൽട്രേഷൻ യൂണിറ്റിന്റെ ബേസിക് ഫിൽട്രേഷൻ യൂണിറ്റിന്റെ പേര് ചോദിച്ചേക്കാം നമ്മളോടോ, അല്ലേ? സിമ്പിൾ. ദെൻ ഹൗ ഇസ് ദ എമൗണ്ട് ഓഫ് യൂറിൻ പ്രൊഡ്യൂസ് റെഗുലേറ്റഡ്? നമ്മുടെ ബോഡിയിൽ ഡെയിലി ഉണ്ടാകുന്ന യൂറിന്റെ എമൗണ്ട്, അളവ് എത്രത്തോളം ആണെന്ന്, എങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? കൂടുതലാണോ കുറവാണോ ഉണ്ടാകുന്നത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? സോ നോക്കാം. ഇതിന്റെ ആൻസർ അറിയാവുന്നവരൊന്ന് വേവ് ചെയ്ത്, ഇതിന്റെ ആൻസർ അറിയാവുന്നവരൊന്ന് വേവ് ചെയ്ത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടോ മക്കളെ? വളരെ സിമ്പിൾ സാധനമാണ് കേട്ടോ. ഓക്കെ, നോക്കിക്കോ. യൂറിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള നൈട്രജനസ് വേസ്റ്റ് ചെയ്താ യെസ് യൂറിയ ആൻഡ് യൂറിക് ആസിഡ്. യൂറിയ ആൻഡ് യൂറിക് ആസിഡ് ആണ്. കിഡ്നിയുടെ ഫിൽട്രേഷൻ യൂണിറ്റിന്റെ പേര് നെഫ്രോൺ. നെഫ്രോൺ ആണ്. നെഫ്രോൺ വരയ്ക്കാൻ പഠിക്കാലോ, പഠിക്കാമെങ്കിൽ തമ്പ് കാണിച്ചു. നെഫ്രോൺ വരയ്ക്കാൻ പഠിക്കണം. എമൗണ്ട് ഓഫ് യൂറിൻ പ്രൊഡ്യൂസ്ഡ് റെഗുലേറ്റഡ് ഓൺ ഹൗ മച്ച് excess water is present in the body and the amount of dissolved waste to be excreted. That is മക്കളെ, യൂറിൻ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ഉണ്ടെന്നും നമ്മുടെ ബോഡിയിൽ പുറത്തേക്ക് എത്രത്തോളം വേസ്റ്റ് എക്സിറ്റ് അടിച്ച് കളയാൻ, എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് കളയാനായിട്ട് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യൂറിൻ പ്രൊഡക്ഷന്റെ ആ ഒരു റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്ത്. കൂടുതൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ, കൂടുതൽ എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ യൂറിൻ കൂടൂലേ? യൂറിൻ കൂടൂലേ? കൂടത്തില്ലേ? കൂടും, എന്തായാലും കൂടും. ഓക്കെ സോ യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ യൂറിൻ ഫോർമേഷന്റെ സ്റ്റെപ്പും കൂടെ ഒന്ന് എഴുതി വെച്ചോ. സ്റ്റെപ്സ്. അൾട്രാ ഫിൽട്രേഷൻ, ദെൻ റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ അല്ലേ? സെക്രീഷൻ അല്ലേ? അതെ, യെസ്. അസ നേരിയിരിക്കൂ, ബ്രെയിനിന് സപ്പോർട്ട് കൊടുക്കരുത്. ഇപ്പൊ സപ്പോർട്ട് കൊടുക്കരുത്. ഇങ്ങനെയൊക്കെ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കമൊക്കെ വരും. അതുകൊണ്ട് ആരും അങ്ങനെ ഒന്നും ഇരുന്ന് ഉറങ്ങി കളയരുത്. എക്സ്പ്ലെയിൻ ദ 3 മെത്തേഡ്സ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ടു ഗെറ്റ് റീഡ് ഓഫ് ദി എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്. മക്കളെ വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പ്ലാന്റ്സിനകത്ത് പ്ലാന്റിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാനായിട്ട് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്ന 3 മെത്തേഡ്സ് അല്ലെങ്കിൽ 3 രീതികൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അറിയാമോ എൻ്റെ മക്കൾക്ക്? അറിയാമല്ലോ, പിന്നെ എന്താണ് സാർ ഞങ്ങൾക്ക് ഇത് അറിയാതിരിക്കുമോ അല്ലെ? ഇതാണ് ആൻസർ വരുന്നത്. അതിന്റെ ആൻസർ എന്താണെന്നുള്ളത് കുഞ്ഞുമക്കൾ നോക്കിക്കേ. ദേ ക്യാൻ ഗെറ്റ് റീഡ് ഓഫ് ദി വാട്ടർ ബൈ ട്രാൻസ്പിറേഷൻ. അണ്ടർലൈൻ, ഇങ്ങനെ ഒരു സെന്റൻസ് ചെയ്താൽ ട്രാൻസ്പിറേഷൻ അണ്ടർലൈൻ കൊടുക്കുക. ഞാൻ പറഞ്ഞ അണ്ടർലൈൻ എങ്ങനെയാണ് മനസ്സിലായോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ആ മെയിൻ പോയിന്റിനെ അതിൽ അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ ട്രാൻസ്പിറേഷനിലൂടെ എക്സസ് വാട്ടറിനെ പുറത്തേക്ക് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ദെൻ പ്ലാന്റ്സ് എക്സ്ചേഞ്ച് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ത്രൂ സ്റ്റൊമാറ്റ. കണ്ടോ, സ്റ്റൊമാറ്റയിലൂടെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. വേസ്റ്റ് പ്രൊഡക്ട്സ് മേ ബി സ്റ്റോർഡ് ഇൻ ലീവ്സ് ദാറ്റ് ഫോൾ ഓഫ്. കണ്ടോ, ലീഫിനകത്ത് വേസ്റ്റ് കൂട്ടി വെക്കും, എന്നിട്ട് വേസ്റ്റ് നിറഞ്ഞു കഴിയുമ്പോൾ ലീഫ് എന്ത് ചെയ്യും? അങ്ങോട്ട് കൊഴിച്ച് കളയും, ഷെഡ് ചെയ്ത് കളയും അല്ലെ? അതും ഒരു രീതിയായിട്ട് നമുക്ക് പറയാം. ദെൻ അതർ വേസ്റ്റ് പ്രോഡക്ട്സ് ആർ സ്റ്റോർഡ് ഇൻ ദി റെസിൻസ്, ഗംസ്, എസ്പെഷ്യലി ഇൻ ഓൾഡ് സൈലം അല്ലെ? ഓൾഡ് സൈലത്തിനകത്ത് റെസിൻസും ഗംസിന്റെ ഒക്കെ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, എന്നിട്ട് അത് വേസ്റ്റ് ആയിട്ട് കളയാം. ദെൻ പ്ലാന്റ്സ് ഓൾസോ എക്സ്ക്രീറ്റ് സം വേസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ടു ദ സോയിൽ അറൌണ്ട് ദം. ഓക്കെ, ആ പ്ലാന്റ് നിൽക്കുന്ന അറൌണ്ട് റീജിയനിലുള്ള സോയിലേക്കും പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാകും? കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ടാകും. സെറ്റ് ആണെങ്കിൽ മാത്രം ഒരു വേവ് ചെയ്തേടാ. സെറ്റ് ആണെങ്കിൽ മാത്രം ഒരു യെസ്. ഗൗതം ശേഖർ പറഞ്ഞിട്ടുണ്ട് സാർ കമന്റ്സ് ഒക്കെ ഒന്ന് നോക്കൂ സാർ. കമന്റ്സ് നോക്കുന്നുണ്ട് ഗൗതം. ഞാൻ നിന്റെ മെസ്സേജുകൾ എന്തായാലും നോട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം ആയല്ലേ സാർ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാറ് മൂവ് ചെയ്യാണ്. നോട്ട് ചെയ്ത് വെച്ചോളെ മക്കളെ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഫംഗ്ഷൻ ചോദിച്ചിട്ടുള്ളത് വേറെ ഒന്നുമില്ല കേട്ടോ മക്കൾ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാലേ സ്ട്രക്ചർ നെഫ്രോണിന്റെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യൂറിൻ ഫോർമേഷൻ ആണെന്ന് എൻ്റെ മക്കൾക്ക് അറിയാലോ. ഫംഗ്ഷൻ യൂറിൻ ഫോർമേഷൻ ആണ് മെയിൻലി എന്ന് അറിയാലോ. അപ്പോൾ ആ പറയുന്ന ഫംഗ്ഷൻ മാത്രം എഴുതി വെക്കണം കേട്ടോ. സാറിന് ആൻസർ കൊടുത്ത് മക്കളെ നെഫ്രോണിന്റെ സ്ട്രക്ചർ ഇതുപോലെ വൃത്തിയായിട്ട് വരച്ച് വയ്ക്കുക. ഫംഗ്ഷൻസിൽ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, യൂറിൻ ഫോർമേഷൻ എഴുതാന്നുള്ള ഒരു മാത്രം ഒന്ന് വേവ് ചെയ്തേ. ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, യൂറിൻ ഫോർമേഷൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കേസ് ആണെന്നുണ്ടെങ്കിൽ 3 സ്റ്റെപ്പില്ലേ നമ്മൾ പഠിച്ച യൂറിൻ ഫോർമേഷന്റെ, ആ 3 സ്റ്റെപ്പിന്റെ സെന്റൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ജസ്റ്റ് കുറച്ചൊന്നും ഒരു 4-5 സെന്റൻസിൽ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് വെക്കുക, അത്രയും മതിയാകും. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോളൂ. ഡ്രോ ദ ഡയഗ്രാം ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ ഡയഗ്രാം. കിഡ്നി വരയ്ക്കണ്ടേ? കിഡ്നി വരയ്ക്കണം എന്നുള്ളവരൊന്ന് ഡാറ്റ കാണിച്ച്. കിഡ്നി വരയ്ക്കണം എന്നുള്ളവര്. ഓക്കെ, കിഡ്നി വരയ്ക്കണം. ദെൻ സിസ്റ്റം മൊത്തം വരയ്ക്കണം. ഓക്കെ സോ ദെൻ സോ വാട്ട് ഹാപ്പൻ? വേണോ? ഓക്കെ, യെസ്. തരൂല്ല സാർ. നോ സാർ, ഇറ്റ്സ് ഫോർ മീ. ഓക്കെ, ദെൻ എന്തൊക്കെ മാർക്ക് ചെയ്യണം അവർ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? കിഡ്നി ഉണ്ട്, യൂറീറ്റർ ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, യൂറീത്ര ഉണ്ട്. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ആയില്ലേ? കിഡ്നി, യൂറീറ്റർ, യൂറിനറി ബ്ലാഡർ, യൂറീത്ര മാർക്ക് ചെയ്യണം. ദെൻ റൈറ്റ് 1 മെയിൻ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദി ലേബിൾഡ് പാർട്സ്. ഈ ലേബിൾ ചെയ്ത എല്ലാ പാർട്സിന്റെയും ഓരോ ഫംഗ്ഷൻസ് ചെയ്ത് എഴുതണം.
വളരെയധികം സന്തോഷമായി. ആ ഫിഗർ ഒന്ന് നോക്കിക്ക് എങ്ങനെ വരയ്ക്കേണ്ടതെന്നുള്ളത്. സോ ഹിയർ ദ ഫിഗർ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. സാർ ഈ ഫിഗറാണ് എൻ്റെ മക്കൾ വരയ്ക്കേണ്ടത്. ഹാപ്പി ആണെങ്കിൽ ടാറ്റ കാണിച്ച്, ഹാപ്പി ആണെങ്കിൽ ടാറ്റ കാണിച്ച്. നല്ല ഫിഗർ അല്ലേ? ഈ നടുക്കത്തെ സാധനം മാത്രം വരയ്ക്കാൻ അറിയാമെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച് മക്കള്. നടുവിലുള്ള പീസ് മാത്രം വൃത്തിക്ക് ഒന്ന് വരയ്ക്കാൻ പഠിക്കുക. എന്നിട്ട് ഒരാളുടെ ബോഡിക്ക് ഒരു ഔട്ട്ലൈൻ ഷേപ്പ് ഇട്ട് കൊടുക്കുക. എത്ര വലിയ പാടുണ്ടോടാ? എന്താ ബോഡിയുടെ ഷേപ്പ് ആരും കൺസിഡർ ചെയ്യില്ല, പേടിക്കണ്ട. എന്ത് ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കുക, കുറച്ച് വൃത്തി വേണം കേട്ടോ. പക്ഷെ അകത്തുള്ള ഈ സാധനത്തിനാണ് മാർക്ക് വരുന്നത്, അല്ലേ? ആണോ? അതെ. അപ്പൊ അകത്തുള്ളത് വൃത്തിക്ക് വരയ്ക്കാൻ പഠിക്കുക. ബോഡി ഷേപ്പ് വലിയ വൃത്തികേടല്ലാത്ത രീതിയിലൊന്ന് കുറച്ച് അത്യാവശ്യം വൃത്തിയിലൊക്കെ ഒന്ന് വരയ്ക്കാൻ പഠിക്കുക. അത്രയും മതി. ഓക്കെ, എന്നിട്ട് ഓരോ പാർട്സിന്റെ ഫംഗ്ഷൻസ് നോക്കണം കേട്ടോ. ഓക്കെ, സോ ഒന്ന് മൂവ് ചെയ്ത് മക്കളെ ഫംഗ്ഷൻസ് നോക്കിക്കോട്ടോ. കിഡ്നിയുടെ ഫംഗ്ഷൻ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നു അല്ലെ? ബൗമൻസ് ക്യാപ്സ്യൂളിനകത്തിരിക്കുന്ന ഗ്ലോമറുലസ് ബ്ലഡ് ഫിൽട്രേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. യൂറീറ്റർ ട്രാൻസ്പോർട്ട് യൂറിൻ ഫ്രം കിഡ്നി ടു യൂറിനറി ബ്ലാഡർ. കിഡ്നിയിൽ നിന്നിട്ട് യൂറിനറി ബ്ലാഡറിലേക്ക് യൂറീറ്റർ എന്തിനെ കൊണ്ടുവരുന്നു? യൂറിനെ കൊണ്ടുവരുന്നു. ദെൻ യൂറിനറി ബ്ലാഡർ പാർട്ട് വിച്ച് സ്റ്റോർസ് ദ യൂറിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് യൂറിനറി ബ്ലാഡറിനകത്താണ്. യൂറീത്ര പാർട്ട് ഫ്രം വിച്ച് ദ യൂറിൻ ഈസ് പാസ്ഡ് ഔട്ട്. യൂറീത്ര എന്ന് പറയുന്ന സ്ട്രക്ചറിലൂടെയാണ് യൂറിനറി ബ്ലാഡറിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള യൂറിൻ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, പുറത്തേക്ക് പോകുന്നത് യുറീത്ര എന്ന് പറയുന്ന സ്ട്രക്ചറിലൂടെയാണ്. സോ ഈ 4 പാർട്സിന്റെ ഫംഗ്ഷൻ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ദെൻ സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മൾ ഓൾമോസ്റ്റ് പേടിക്കേണ്ട, നമ്മുടെ ലൈഫ് പ്രോസസ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇനി കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അത് നല്ല ചാപ്റ്റർ, നല്ല രസം കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇത് നോക്കിക്കേടാ, ഒരു എന്താ പറയാ മൾട്ടിപ്പിൾ ചോയ്സ് ആണെന്ന് തോന്നുന്നില്ലേ കണ്ടിട്ട്? നല്ല രസം. ഇനി നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്ത് കളിക്കാമെന്നായിരിക്കും ചിലർ വിചാരിക്കുന്നത്. അത്ര എന്താ സിമ്പിൾ ആക്കി എടുക്കരുത്, ഓരോന്നിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ വായിച്ച് നോക്കിക്കേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് ദ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ABCD. ഈ ABCD സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? വായിച്ചോ. എന്താണ്? ബ്ലഡ് ട്രാൻസ്പോർട്ട് ഓൺലി ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. നോട്ട് ഓൺലി കാർബൺ ഡൈ ഓക്സൈഡ്. കണ്ടോ? ബ്ലഡ് ട്രാൻസ്പോർട്ട് ഓൺലി ഓക്സിജൻ ആൻഡ് നോട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യില്ല, ബ്ലഡ് ഓക്സിജൻ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ. പൊട്ടത്തരം അല്ലേ? ആദ്യം തന്നെ മണ്ടത്തരം പറഞ്ഞു വെച്ചേക്കാം, മണ്ടന്മാരല്ലേ? ഓക്കെ, ദെൻ ഹ്യൂമൻ ഹാർട്ട് ഹാസ് 5 ചേംബർ. എൻ്റെ അമ്മോ, 5 ചേംബർ ഉള്ള ഹാർട്ടോ ഹ്യൂമൻ ബീങ്സിന്. ദെൻ വാൽവ്സ് എൻഷുർ ദാറ്റ് ദ ബ്ലഡ് ഡസ് നോട്ട് ഫ്ലോ ബാക്ക്വേർഡ്. വാൽവുകൾ ഉള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്? ബ്ലഡ് തിരിച്ചൊരു റിട്ടേൺ ജേർണി, ഒരു ബാക്ക്വേർഡ് ഫ്ലോ ബ്ലഡിന് ഇല്ലാത്തത് വാൽവുകൾ പ്രസന്റ് ആയതുകൊണ്ടാണ്. ദെൻ ബോത്ത് ഓക്സിജൻ റിച്ച് ആൻഡ് ഓക്സിജൻ ഡെഫിഷ്യന്റ് ബ്ലഡ് ഗെറ്റ്സ് മിക്സ്ഡ് ഇൻ ദ ഹാർട്ട്. ഓക്സിജൻ ഉള്ള ബ്ലഡും ഡിയോക്സിനേറ്റഡ് ബ്ലഡും കൂടെ ഹാർട്ടിൽ വെച്ച് മിക്സ് ആയി പോകുന്നുണ്ട്. ഇതിൽ ഏതാ കറക്റ്റ്? നമ്പർ 1, 2, 3 സി. യെസ്, അപ്പോ സി ആണ് കറക്റ്റ് എന്ന് എല്ലാവരും പറയുന്നത്. നോക്കിക്കുക, ആൻസർ സി ആണ് കറക്റ്റ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടൂടെ, നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ആവും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും, അത് കിട്ടാതിരിക്കൊന്നുമില്ല. സാർ അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തേ. വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ MCQ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. എനേറോബിക് പ്രോസസ് നോക്കിക്കോ, വായിച്ചോ. ടേക്സ് പ്ലേസ് ഇൻ ഈസ്റ്റ് ഡ്യൂറിംഗ് ഫെർമെന്റേഷൻ. Then takes place in the presence of oxygen. Produce only energy in the muscles of human beings. Produces ethanol, oxygen and energy. ഇതിന് ഏതാ കറക്റ്റ്? കൺഫ്യൂസിങ് ആയല്ലേ സാർ? ഇതിപ്പോ മൊത്തത്തിൽ A ആണോ B ആണോ D ആണോ? സി അല്ലാന്ന് ഞാൻ ഉറപ്പിച്ചു എന്നല്ലേ? സി അല്ലാന്ന് ഉറപ്പിച്ചു. ഇനി A ആണോ B ആണോ D ആണോ? സാറെ വിളിച്ചോ. Asa അൺമ്യൂട്ട് ചെയ്തോളൂ. Yes, it is. A എന്ന് പറയുന്നു. സോ നമ്മുടെ ആൻസറിലേക്ക് നോക്കാം. നമുക്ക് ആൻസർ A ആണ്. ടേക്സ് പ്ലേസ് ഇൻ ഈസ്റ്റ് ഡ്യൂറിംഗ് ഫെർമെന്റേഷൻ. ഈസ്റ്റില് ഫെർമെന്റേഷൻ നടക്കുന്നത് നമുക്ക് എനേറോബിക് ആയിട്ടുള്ള കേസിൽ പറയാനായിട്ട് പറ്റുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ തെറ്റിച്ച് കളയരുതിട്ടോ. മറ്റേ ഫ്ലോ ചാർട്ട് കാര്യം ഞാനുണ്ടല്ലോ മക്കളെ, ഇന്നത്തെ നമ്മുടെ 5 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റിന്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴേ കുറച്ച് ഫിഗേഴ്സും ഫ്ലോ ചാർട്ട്സും ടേബിൾസും കാണിച്ചു തരാം. അത് മസ്റ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചിട്ട് പോകണം കേട്ടോ. ആ ടേബിൾ, ഫ്ലോ ചാർട്ട്, ഇല്ലുസ്ട്രേഷൻ, ഫിഗർ ബേസ് ചെയ്തിട്ട് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ മിനിമം ആ സാധനങ്ങളിൽ കാണിച്ചു തരുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന സാധനങ്ങളെങ്കിലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പൊ പോവാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ദി ഫുഡ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡാഷ്. ഏറ്റവും കൂടുതൽ ഫുഡ് അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഡൈജഷനും അബ്സോർപ്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിലാണോ, ലിവറിലാണോ, സ്റ്റൊമക്കിലാണോ, ലാർജ് ഇൻഡസ്റ്റൈനിലാണോ? MCQ ക്വസ്റ്റ്യനകത്തെ അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, വെരി സിമ്പിൾ അല്ലേ? എല്ലാവരും A എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് നോക്കാം. A സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് വില്ലൈ പ്രസന്റ് ആയിട്ടുള്ള സ്മോൾ ഇൻഡസ്റ്റൈനിലാണ്. സോ ഏറ്റവും കൂടുതൽ ഡൈജഷനും അബ്സോർപ്ഷനും നടക്കുന്നത് എവിടെ വെച്ചിട്ട് തന്നെയാണ്? നമ്മുടെ ഈ പറയുന്ന സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ വെച്ചിട്ടാണ്. സ്മോൾ ഇൻഡസ്റ്റൈൻ എന്നാണ് പേരെങ്കിലും നല്ല നീളം കൂടുതലല്ലേ? അല്ലെ? സ്മോൾ എന്നാണ് പേരെന്നുണ്ടെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സാധനമാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ. അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഓക്കെ, സോ
ആൻഡ് മക്കളെ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിന് സ്റ്റേറ്റ്മെന്റ് ഒരെണ്ണം കറക്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യണം നിങ്ങൾ. ഹെറ്ററോട്രോപ്സ് ഡു നോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. ഹെറ്ററോട്രോപ്സ് എന്ത് ചെയ്യത്തില്ല, ആവശ്യമുള്ള ഫുഡ് സ്വന്തം ഉണ്ടാക്കില്ല. ദെൻ ഹെറ്ററോട്രോപ്സ് യൂട്ടിലൈസ് സോളാർ എനർജി ഫോർ ഫോട്ടോസിന്തസിസ്. അല്ലെ, ഹെറ്ററോട്രോപ്സ് ഫോട്ടോസിന്തസിസ് നടത്തും സോളാർ എനർജി സൺലൈറ്റ് യൂസ് ചെയ്തിട്ട്. ദെൻ ഹെറ്ററോട്രോപ്സ് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. അതും തെറ്റാണ്. ഹെറ്ററോട്രോപ്സ് ആർ കേപ്പബിൾ ഓഫ് കൺവേർട്ടിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻടു കാർബോഹൈഡ്രേറ്റ്. ഇതിനകത്ത് 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ വൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്, ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം കറക്റ്റ് ആയിട്ടുണ്ട്. ആ വൺ ഓഫ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? വൺ ഓഫ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എല്ലാവരും പറയുന്നു വീണ്ടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഏതാണ് കാണിക്കുന്നത്? എല്ലാവരും എ ആണ് കാണിക്കുന്നത്. സോ ആൻസർ എന്താ നോക്കിക്കേ, ഹെറ്ററോട്രോപ്സ് ഡു നോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതാണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. ആൻഡ് ഹിയർ വി ആർ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കുക മക്കളെ, വീണ്ടും കറക്റ്റ് സീക്വൻസ് എലിമെന്ററി കനാലിന്റെ കറക്റ്റ് സീക്വൻസ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ഇസോഫാഗസ്, ലാർജ് ഇൻഡസ്റ്റൈൻ. മൗത്ത്, ഇസോഫാഗസ്, സ്റ്റൊമക്ക്, ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ. മൗത്ത്, സ്റ്റൊമക്ക്, ഇസോഫാഗസ്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ. മൗത്ത്, ഇസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ. Which is the correct sequence of human alimentary canal. Human alimentary canalന്റെ correct sequence of arrangement order ഏതാന്നുള്ളത് നിങ്ങളാണ് പറഞ്ഞു തരേണ്ടത്. കുറച്ച് പേര് ഇങ്ങനെ കാണിക്കുന്നു, കുറച്ച് പേര് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ കാണിച്ചാലും ഇങ്ങനെ കാണിച്ചാലും രണ്ടും കറക്റ്റ് തന്നെയാണ്. ദ ഫോർത്ത് വൺ, ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ. ദിസ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓർഡർ ഓഫ് ഹ്യൂമൻ എലിമെന്ററി കനാൽ. ഓക്കെ സോ യെസ് മക്കളെ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? ഇനി വരാൻ പോണത് അസേർഷൻ റീസണിങ് ആണെന്ന് മനസ്സിലായി കാണുമല്ലോ. എല്ലാത്തിനും മുന്നിൽ ഇതുപോലൊരു സാധനം കാണുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അസേർഷൻ റീസണിങ് എന്തായാലും നമ്മുടെ ബോർഡ് എക്സാമിന് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ നോക്കാം, അതിലെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അസേർഷൻ നോക്കുക. ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി പോർസ് ഇൻ എ ഫംഗ്ഷൻ ഓഫ് ഗോഡ് സെൽ. അല്ലേ, ആണോ? ശരിയാണോ? ഗോഡ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. ദെൻ സ്റ്റൊമാറ്റൽ പോർസ് ആർ ദി സൈറ്റ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബൈ ഡിഫ്യൂഷൻ. ഇതിലിപ്പോൾ എന്താ? അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. പക്ഷെ അസേർഷൻ കറക്റ്റ്, റീസൺ ആണോ, എക്സ്പ്ലനേഷൻ ആണോ കറക്റ്റ്? വീണ്ടും എ ബി ഇങ്ങനെ കാണിക്കുന്നുണ്ട് കുറെ ആളുകൾ. അപ്പൊ നമുക്ക് ആൻസർ കാണിച്ചു തരാം സാർ. നിങ്ങൾ നോക്കിക്കേ, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ശരിയല്ലേ? റീസണും കറക്റ്റ് ആണ്, അസേർഷനും കറക്റ്റ് തന്നെയാണ്. പക്ഷെ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസൺ? അല്ലല്ലോ, അല്ല, തെറ്റായിട്ടുള്ളതാണ്. സംഭവം കോൺസെപ്റ്റ് ശരിയാണ്, പക്ഷെ അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് കുറച്ച് സിമ്പിൾ ആണ് കേട്ടോ. ഇന്നർ ലൈനിങ് ഓഫ് ദി സ്മോൾ ഇൻഡസ്റ്റൈൻ ഹാസ് ന്യൂമറസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് വില്ലൈ ആൻഡ് ദി വില്ലൈ ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. ഇതെന്താ സംഭവം? അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസൺ? ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസൺ? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇൻ സ്മോൾ ഇൻഡസ്റ്റൈൻ ആർ കോൾഡ് വില്ലൈ. വില്ലൈ ഇൻക്രീസസ് സർഫസ് ഏരിയ ഓഫ് ദി അബ്സോർപ്ഷൻ. രണ്ടും കറക്റ്റ് തന്നെയാണ്, പക്ഷെ എക്സ്പ്ലനേഷൻ ആണോ? യെസ്, ആൻസർ കാണിച്ചു കൊടുത്തേ മക്കളെ. യെസ്, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ, ബി കിടക്കുന്ന ആറാണ്. റീസൺ ആർ കറക്റ്റ് ആണ്, ബട്ട് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. കറക്റ്റ് അല്ലേ? ശരിയല്ലേ? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അല്ലേ സർഫസ് ഏരിയ കൂട്ടുന്ന അബ്സോർപ്ഷന്റെ? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. സോ ദാറ്റ് ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. ആൻഡ് ഹിയർ നെക്സ്റ്റ് എക്സ്ക്രീറ്ററി യൂണിറ്റ് ഓഫ് കിഡ്നി ആർ കോൾഡ് നെഫ്രോൺസ്. കിഡ്നിയുടെ എക്സ്ക്രീറ്ററി യൂണിറ്റ്സിനെ പറയുന്നു നമ്മൾ എന്ത് പറയുന്നു? നെഫ്രോൺസ് എന്ന് പറയുന്നു. ഇറ്റ് ഹാസ് നോ റോൾ ഇൻ ദി സെക്രീഷൻ ഓഫ് യൂറിൻ. വെരി ഗുഡ് അല്ലേ? കേൾക്കുമ്പോൾ തന്നെ അറിയാം അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ പൊട്ട തെറ്റാണ് അല്ലേ. അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ തെറ്റാണ്. സോ ഹിയർസ് ദ ആൻസർ. നമുക്ക് ഞാൻ പറഞ്ഞു പല കാര്യങ്ങളും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റൂടാ. അസേർഷൻ ഇസ് ട്രൂ ബട്ട് റീസൺ ഇസ് ഫോൾസ്. റീസൺ തെറ്റായിട്ടുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ആൻഡ് മക്കളെ അടുത്ത നോക്കിക്കേ. ദ മെയിൻ ഓർഗൻ ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇസ് കിഡ്നി. കറക്റ്റ് അല്ലേ? ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ മെയിൻ ഓർഗൻ കിഡ്നി ആണെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് റീസൺ, കിഡ്നി പെർഫോംസ് ദി ഫംഗ്ഷൻ ഓഫ് റിമൂവിംഗ് എക്സസ് വാട്ടർ ആൻഡ് നൈട്രജനസ് വേസ്റ്റ് ഫ്രം ദ ബോഡി. ശരിയാണോ അല്ലയോ? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. ഇനി റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ ആണോ? ആൻഡ് നമുക്ക് നോക്കാം ആണോ അല്ലയോ എന്നുള്ളത്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നൈട്രജനസ് വേസ്റ്റും എക്സസ് വേസ്റ്റ് മെറ്റീരിയൽസും ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കളയാൻ നമ്മളെ സഹായിക്കുന്നത് കിഡ്നീസ് ആണ്. സെറ്റ്, ഓക്കെ അല്ലേ? ദെൻ സോ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടന്നു. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഒരു കുഞ്ഞു ഹെഡിങ് കൊടുത്തു മക്കള് എല്ലാവരും കേട്ടോ. ലൈഫ് പ്രോസസ്സിന് എഴുതിയ ക്വസ്റ്റ്യൻസിന് ലൈഫ് പ്രോസസ്സിന് ഹെഡിങ് കൊടുക്കുക. ദെൻ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എഴുതിയ സെക്ഷനിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ളൊരു ചെറിയ ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഓക്കെ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കൊടുത്തോളൂ. ദെൻ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? നെയിം ദ മെംബ്രെയിൻ വിച്ച് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ. ബ്രെയിനിനെ
പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ അല്ല ചോദിച്ചിരിക്കുന്നത്, ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനിന്റെ പേരെന്താണ്? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ് മെംബ്രെയിൻ? ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ്റെ പേര് ആര് പറഞ്ഞു തരും? നമ്മൾ ക്ലാസ്സിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സാറെ വിളിച്ചോ, സാർ റാൻഡം ആയിട്ട് നമുക്ക് ഒരാളെ വിളിച്ചു നോക്കാം. ഓക്കെ സർ, അർജുൻ സാർ. ഓക്കെ, യെസ്, ആരായിരുന്നു? ആ, കാർലിൻ ആണോ? കാർലിനെ ഹലോ. യെസ്, ഏതാണ് ആ ഒരു 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 മെംബ്രെയിൻ? മെനിഞ്ചസ്, കറക്റ്റ് ആണ്, നോ ഡൗട്ട്. മെനിഞ്ചസ് അല്ലേ സാർ? ബ്രെയിൻ മെനിഞ്ചസ് ആണെന്ന് കാണിച്ചു കൊടുത്തേ സാർ. യെസ്, മെനിഞ്ചസ്. കാർലിൻ, ഡോണ്ട് ബി വെറി. ഒരു ചെറിയ ടെൻഷനൊക്കെ തോന്നും നമുക്ക് ആൻസർ ആണോ എന്നുള്ളത്. അത് തന്നെയാണ് ആൻസർ കേട്ടോ, നോ ടെൻഷൻ. ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. മെനിഞ്ചസ് ആണോ എന്നല്ല, മെനിഞ്ചസ് തന്നെയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ കടക്കുന്നു. ആൻഡ് ഹിയർ ഇസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് സിനാപ്സ്? വെരി സിമ്പിൾ അല്ലേ? വാട്ട് ഇസ് സിനാപ്സ്? ഒരു ന്യൂറോൺ ഇവിടെ എടുക്കുക, ഒരു ന്യൂറോൺ ഇവിടെ എടുക്കുക, രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷൻ ബിറ്റ്വീൻ ദ അഡ്ജസന്റ് ന്യൂറോൺസ് അല്ലേ? ദാറ്റ് ഇസ് സിനാപ്സ്. ഈസ് ദാറ്റ് സിനാപ്സ്? ആണോ? അല്ലേ? അതെ, ഒരൊറ്റ സെന്റൻസിൽ ഒതുക്കാം നമുക്ക്, ഒറ്റൊരു സിംഗിൾ സെന്റൻസിൽ. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ അഡ്ജസന്റ് ന്യൂറോൺസ് ഇസ് കോൾഡ് സിനാപ്സ്. രണ്ട് അഡ്ജസന്റ് ന്യൂറോൺസിന്റെ തമ്മിലുള്ള ജംഗ്ഷൻ അല്ലെങ്കിൽ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? സിനാപ്സ് എന്ന് പറയാ. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഒറ്റ സെന്റൻസിൽ ഒതുക്കാം കേട്ടോ അത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഡിഫറെന്റ് പാർട്സ് ഓഫ് ബ്രെയിൻ ആർ അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് ഫംഗ്ഷൻസ്. നെയിം ദ പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബ്രെയിൻ വിച്ച് പെർഫോംസ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ്. ഇവിടെ ABCD പറഞ്ഞിട്ട് 4 ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട് മക്കളെ. ഈ ഫംഗ്ഷൻസ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിന്റെ പാർട്ട് ഏതാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം. സെൻസേഷൻ ഓഫ് ഫീലിംഗ് ഫുൾ, ഒരു ഹായ് എന്ത് രസം, ആ സാധനം തോന്നുന്നത് ഈ ബ്രെയിനിന്റെ ഏത് പാർട്ട് കൺട്രോൾ ചെയ്യുന്നു? വോമിറ്റിംഗ് കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ പാർട്ട് ഏതാണ്? പിക്കിംഗ് അപ്പ് എ പെൻസിൽ, താഴെ കിടക്കുന്ന ഒരു പെൻസിൽ ഇങ്ങനെ പോയിട്ട് പെൻസിൽ ഇങ്ങനെ എടുക്കുന്നു, ആ പിക്കിംഗ് അപ്പ് ഓഫ് പെൻസിൽ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിന്റെ പാർട്ട് ഏതാണ്? അതുപോലെ റൈഡിങ് എ ബൈസൈക്കിൾ, ഒരു ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്ന, ഒരു സൈക്കിൾ റൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബൈക്കൊക്കെ ഓടിക്കുന്നത്, അത് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിന്റെ പാർട്ട് ഏതാണ്? ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ. ഈ സാധനം, ഇതേ ഫംഗ്ഷനുകളാണ് എപ്പോഴും ഇങ്ങനെ എക്സാമിന് റിപ്പീറ്റേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫംഗ്ഷൻ ഇത് തരും, പാർട്ട് പിന്നെ ഒരെണ്ണല്ലേ വരുള്ളൂ. നോക്കിക്കോളൂ മക്കള്, സാർ ആൻസർ ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ മക്കളെ, ആദ്യത്തേത് ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. ഓക്കെ, ഫീലിംഗ് ഫുൾ, അതാണ് എല്ലാവരും തെറ്റിക്കാറ്. ഫീലിംഗ് ഫുൾ അത് ഹൈപ്പോതലാമസ് അല്ലേ? ഹൈപ്പോതലാമസ് ആണ്. ദെൻ ഹൈൻഡ് ബ്രെയിൻ വരുന്നുണ്ട്, അതിൽ മെഡുല്ല, വോമിറ്റിംഗ് കൺട്രോൾ ചെയ്യുന്ന മെഡുല്ല ആണ് കേട്ടോ. വോമിറ്റിംഗ് മെഡുല്ല ആണ്. ദെൻ അടുത്തത് 2 എണ്ണം സെറിബെല്ലം ആണ് കേട്ടോ. നമ്മളിപ്പോ ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ പിക്കിംഗ് അപ്പ് പെൻസിൽ ഇല്ലേ, പെൻസിൽ എടുക്കുന്നത്, രണ്ടും സെറിബെല്ലം തന്നെയാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. സെറിബെല്ലം ആണ് 2ന്റെ ആൻസർ വരുന്നത്. മെഡുല്ല വരുന്നത് നമ്മുടെ വോമിറ്റിംഗ് ആണ്. അതുപോലെ ഈ പറയുന്ന നമ്മുടെ ഫോർ ബ്രെയിനിന്റെ ഹൈപ്പോതലാമസ് വരുന്നത് ലൈക്ക് ഫീലിംഗ് ഫുൾ, ആ ഒരു ഫീൽ കൊണ്ടുവരുന്നത് നമ്മുടെ ഈ പറയുന്ന ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഒരു പാർട്ട് ആയിരിക്കും. സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ആൻഡ് അടുത്ത നോക്കിക്കേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക മക്കള്. ദെൻ നെയിം ദ 2 കമ്പോണന്റ്സ് ഓഫ് എ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഹ്യൂമൻ ബീയിങ്സിലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ 2 കമ്പോണന്റ് അറിയാവുന്നവർ മാത്രം വേവ് ചെയ്തോ കേട്ടോ. അറിയാവുന്നവർ മാത്രം ഒന്ന് വേവ് ചെയ്യുക. നെർവസ് സിസ്റ്റത്തിന്റെ 2, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ 2 കമ്പോണന്റ്, 2 ഉള്ളൂ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ. CNS. യെസ്, വിളിച്ചോളൂ. ആരായിരുന്നു? ദിയ. യെസ്, ദിയ, ഏതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ 2 കമ്പോണന്റ്സ്? ബ്രെയിൻ. ഓക്കെ, സാർ ആൻസർ ഡിസ്പ്ലേ ചെയ്തോ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും ആണ് 2 കമ്പോണന്റ്സ് വരുന്നത്. ഓക്കെ, ദെൻ സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Why is chemical communication better than electric impulses as a means of communication between cells in a multicellular organism? ഒരു മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിന്റെ കേസിൽ ഇലക്ട്രിക് ഇമ്പൾസിനേക്കാളും ബെറ്റർ കെമിക്കൽ ഇമ്പൾസ് അല്ലെങ്കിൽ കെമിക്കൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാനുള്ള റീസൺ? ധ്യാൻ, അറിയാമോ? പറയോ? പറയില്ല, അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. കുറച്ച് എന്താ പറയാ, ഇച്ചിരി ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അങ്ങനെ വരാറുണ്ട്, പേടിക്കേണ്ട. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കാണിച്ചു ഒരു ആൻസർ ഒന്ന് നോക്കി വെച്ച്. എപ്പോഴും കെമിക്കൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എളുപ്പം. ഈ പറയുന്ന ഇലക്ട്രിക് ഇമ്പൾസിനേക്കാൾ എളുപ്പം കെമിക്കൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനുള്ള കാരണം, ഇലക്ട്രിക് ഇമ്പൾസസ് ഹാവ് ലിമിറ്റഡ് ആക്സസ് ടു ഓൺലി ദോസ് സെൽസ് ദാറ്റ് ആർ കണക്റ്റഡ് ബൈ ദി നെർവസ് ടിഷ്യൂസ് ഓർ ന്യൂറോൺസ്, വെറാസ് കെമിക്കൽ സിഗ്നൽസ് ക്യാൻ റീച്ച് ഈച്ച് ആൻഡ് എവറി സെൽസ് ഓഫ് ദി ബോഡി. നമ്മുടെ ഇലക്ട്രിക് ഇമ്പൾസുകൾക്ക് സെൽസിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും, ഈച്ച് ആൻഡ് എവറി പാർട്സിലേക്കുമുള്ള ആ ഒരു എൻട്രി ഉണ്ടായിരിക്കില്ല. ചില സ്ഥലത്ത് ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. പക്ഷേ കെമിക്കൽ ഇമ്പൾസ് അല്ലെങ്കിൽ കെമിക്കൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. എവിടേക്ക് വേണമെങ്കിലും ഈ ഇലക്ട്രിക് ഇമ്പൾസുകൾക്ക് ചെന്ന് എത്താൻ കഴിയാത്ത ബോഡി പാർട്സിലേക്ക് വരെ ആർക്ക് എത്തിപ്പെടാൻ പറ്റും? ഈ കെമിക്കൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഇതിന് എത്താനായിട്ട് പറ്റുന്നുണ്ടാകും. സെൽസ് നീഡ് ടൈം ടു റീസെറ്റ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് റിപ്പീറ്റ് an electric impulse, whereas the
നോ സച്ച് ടൈം ഇസ് റിക്വയർഡ് ഫോർ കെമിക്കൽ. മക്കളെ ഏതാ ഇലക്ട്രിക് ഇമ്പൾസിന്റെ കേസിൽ അത് റീസെറ്റ് ചെയ്തെടുക്കാൻ വീണ്ടും സമയം ആവശ്യമാണ്. കെമിക്കൽ ഇമ്പൾസിന്റെ കേസിൽ അത് ആവശ്യമുണ്ടോ? റീസെറ്റിംഗ് ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇലക്ട്രിക് മീൻസിനകത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇലക്ട്രിക്കിനേലും കൂടുതൽ നമുക്ക് തോന്നുന്നത് കെമിക്കൽ ഇമ്പൾസ് കാര്യങ്ങൾ തന്നെയാണ്. സോ റീസെറ്റിംഗ് ടൈം അതിന് കുറവാണ്. ഓക്കെ, ആൻഡ് അടുത്ത ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ മക്കളെ. ഈ ക്വസ്റ്റ്യൻ ഇടക്കിടക്ക് ചോദിക്കാനുള്ളതാണ്. നമ്മുടെ ഗീവ് റീസൺ എന്നുള്ള സെക്ഷനകത്തൊക്കെ ഇടക്കിടക്ക് കയറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആൻസർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട്. ട്രേസ് ദ സീക്വൻസ് ഓഫ് ഈവൻസ് വിച്ച് ഒക്കർ വെൻ എ ബ്രൈറ്റ് ലൈറ്റ് ഇസ് ഫോക്കസ്ഡ് ഓൺ യുവർ ഐസ്. എന്താണ് നമുക്ക് വീണ്ടും ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും എഴുതാൻ പെട്ടെന്ന് കിട്ടണമെന്നില്ല. നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്നൊരു എന്താ പറയുക ലൈറ്റ് ഓഫ് ഒരു ബീം ഓഫ് ലൈറ്റ് വന്ന് ബ്രൈറ്റ് ലൈറ്റ് വന്ന് നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ വീഴുക, നമ്മുടെ ഐസിനകത്തേക്ക് വന്ന് വീഴുവാണ്. ദ സീക്വൻസ് ഓഫ് ഈവൻസ്, അവിടെ കണ്ണിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ നടക്കുന്ന ഈവൻസ് എന്ന് പറയുന്ന സാധനത്തിനെ ട്രേസ് ചെയ്യുക, കറക്റ്റ് അതിന്റെ പാത്ത് വേ ട്രേസ് ചെയ്യാൻ പറഞ്ഞു. എത്ര പേർക്ക് അറിയാം ഇത് റിഫ്ലെക്സ് ആക്ഷൻ അഥവാ റിഫ്ലെക്സ് ആർക്കാണ് എഴുതേണ്ടതെന്ന് അറിയാവുന്നവർ ഡാറ്റ കാണിച്ചുതരാം. പെട്ടെന്ന് കണ്ണിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ സഡൻ റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നു. ഇസ് ദാറ്റ് റിഫ്ലെക്സ് ആക്ഷൻ? അത് റിഫ്ലെക്സ് ആക്ഷൻ ആണോ? റിഫ്ലെക്സ് ആക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പാത്ത് വേ ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. സാർ ഒന്ന് കാണിച്ചു കൊടുത്തോ മക്കളെ. റിസപ്റ്റർ സെൽസ് ഓഫ് ഐ, റെറ്റിന, കണ്ണിനകത്ത് നമ്മുടെ ഐസിനകത്തുള്ള റിസപ്റ്ററിലേക്ക് അത് എത്തുന്നു. സെൻസറി ന്യൂറോൺ കൊണ്ടുപോകുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ മോട്ടോർ ന്യൂറോൺ കൊടുക്കുന്നു. ഐ മസിൽസിൽ വരുന്നു. ദെൻ നമ്മൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നു, പ്യൂപ്പിൾ കോൺട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇതിനകത്തുണ്ടല്ലോ അവിടെ സെൻസറി ന്യൂറോൺ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ മോട്ടോർ ന്യൂറോണിന് മുന്നേ ഇവിടെ കൊടുക്കേണ്ടത് ദെൻ ഇന്റർ ന്യൂറോൺ ആണെന്ന് അറിയാവുന്നവരുടെ ഡാറ്റ കാണിച്ച് ഇന്റർ ന്യൂറോൺ അല്ലെങ്കിൽ റിലേ ന്യൂറോൺ നമ്മൾ പറയും. നിങ്ങൾ പഠിച്ച സീക്വൻസ് കറക്റ്റ് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. ദെൻ കറക്റ്റ് എന്ത് ചെയ്യൂ എന്നുള്ള സീക്വൻസ് ആ സാധനോട് നമ്മൾ അതിനകത്ത് വരുത്തണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് ബ്ലിങ്ക് ചെയ്യും. ലൈറ്റ് വരുമ്പോൾ നമ്മൾ ബ്ലിങ്ക് ചെയ്യൂലേ, ആ പോയിന്റ് അഡീഷണലി എല്ലാത്തിന്റെ അവസാനം ഒന്ന് ചേർത്ത് വെക്കണം. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്, ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ മക്കളെ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നു, ഐസ് ബ്ലിങ്ക് ചെയ്യുന്നു എന്നുള്ള പോയിന്റ് കൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നില്ല. ആൻഡ് ദെൻ സർ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, ഡ്രോ എ ഡയഗ്രാം ഓഫ് ന്യൂറോൺ ആൻഡ് നെയിം ആൻഡ് ലേബൽ ദ പാർട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ ABC കൊടുത്തിട്ട് 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പാർട്സ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ആ ഐഡന്റിഫൈ ചെയ്ത പാർട്ട് നിങ്ങൾ വരയ്ക്കുന്ന ന്യൂറോണിന്റെ സ്ട്രക്ചറിലേക്ക് ലേബൽ ചെയ്ത് വെക്കുക. മക്കളെ ലാസ്റ്റ് ബോർഡ് എക്സാമിന് ചോദിച്ചതാണ് ഡ്രോ ദ സ്ട്രക്ചർ. ന്യൂറോണിന്റെ സ്ട്രക്ചർ വരയ്ക്കുക, വരച്ചിട്ട് ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് ന്യൂറോണിന്റെ ഫിഗറിനകത്ത് ലേബൽ ചെയ്ത് വെക്കുക. ലേബൽ ചെയ്യണം. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തോളൂ. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ വേർ ഇൻഫോർമേഷൻസ് ഇസ് അക്വയർഡ്. ഒരു ന്യൂറോണിനകത്തേക്ക് ഇൻഫോർമേഷൻ അക്വയർ ചെയ്തെടുക്കുന്ന പാർട്ട് ഏതാണ്? അറിയാലോ ഒരു ന്യൂറോണിനകത്തേക്ക് ഇൻഫോർമേഷൻ അക്വയർ ചെയ്യുന്ന ഒരു കുഞ്ഞു പാർട്ടാണ്. അത് ഏതാണെന്ന് എഴുതണം. ത്രൂ വിച്ച് ദ ഇൻഫോർമേഷൻ ട്രാവൽസ് ആസ് എൻ ഇലക്ട്രിക് ഇമ്പൾസ്. ഓക്കെ, ഒരു ഇലക്ട്രിക് ഇമ്പൾസിന്റെ ഫോമിൽ ഇൻഫോർമേഷൻ ട്രാവൽ ചെയ്ത് പോകുന്നത് ഏതിലൂടെയാണ്? ന്യൂറോണകത്ത്. വേർ ദ ഇലക്ട്രിക് ഇമ്പൾസ് മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻടു എ കെമിക്കൽ സിഗ്നൽ ഫോർ ഓൺവേർഡ് ട്രാൻസ്മിഷൻ. അതായത് അടുത്ത ന്യൂറോണിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ ഇലക്ട്രിക് ഇമ്പൾസ് കെമിക്കൽ ഇമ്പൾസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റീജിയൻ ഏതാണ്? 3 റീജിയനും അറിയാവുന്നവർ മാത്രം തമ്പിട്ടെ. 3 റീജിയനും അറിയാവുന്നവർ മാത്രം തമ്പ്. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഫിഗർ സാർ കാണിച്ചു തരാം. ലേബൽ ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ഡെൻഡ്രൈറ്റ്സ് ആണ്. സെക്കൻഡ് വൺ ഇലക്ട്രിക് ഇമ്പൾസ് ആയിട്ട് മൂവ് ചെയ്യുന്നത് ആക്സോണിന്റെ അകത്തൂടെയാണ് കൺവേർഷൻ നടക്കുന്നത്. നെർവ് എൻഡിങ് നോട്ട് ചെയ്ത് വെച്ചോളൂ. നെർവ് എൻഡിങ് ആദ്യത്തേത് ഡെൻഡ്രൈറ്റിന്റെ ടിപ്പാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞ ആക്സോൺ ആണ്. ലാസ്റ്റ് ഇത് കെമിക്കൽ ഇമ്പൾസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ലൊക്കേഷൻ നെർവ് എൻഡിങ് ആണ് കേട്ടോ. ന്യൂറോണിന്റെ എൻഡ് പോർഷനിലേക്ക് വരുന്ന നെർവ് എൻഡിങ്ങിൽ വെച്ചിട്ടാണ് കൺവേർഷൻ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. നെയിം ദ പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബ്രെയിൻ വിച്ച് കൺട്രോൾസ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. താഴെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഹ്യൂമൻ ബ്രെയിനിന്റെ പാർട്സ് ഏതൊക്കെയാണ്? 1 ഉം 2 ആണ്. വോളണ്ടറി ആക്ഷൻ, ഇൻവോളണ്ടറി ആക്ഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഹ്യൂമൻ ബ്രെയിനിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. സ്റ്റേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം. നെയിം ദ കമ്പോണൻസ് ഓഫ് ദ നെർവസ് സിസ്റ്റം ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദെയർ ഒറിജിൻസ്. അതായത് മക്കളെ നമ്മുടെ PNS ഇല്ലേ, പെരിഫറൽ നെർവസ് സിസ്റ്റം. PNSന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു. CNSനെയും ബോഡി പാർട്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നവരാണ് PNS എന്ന് അറിയാവുന്ന ഒരു ഡാറ്റ കാണിച്ചേടാ. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയും ബോഡി പാർട്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സിസ്റ്റം ആണ് അല്ലേ. ദെൻ ഈ പറയുന്ന പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് വരുന്ന 2 കമ്പോണൻസ് ഉണ്ട്. 2 ക്രേനിയൽ നെർവ്, അതുപോലെ തന്നെ സ്പൈനൽ നെർവ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ക്രേനിയൽ നെർവ് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ എവിടെ നിന്നാണ്? ബ്രെയിനിൽ നിന്നാണ്. സ്പൈനൽ നെർവ് സ്പൈനൽ കോഡിൽ നിന്നാണ് റൈസ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ സാർ, ആൻസർ ഡിസ്പ്ലേ ചെയ്തോ മക്കളെ. വോളണ്ടറി ആക്ഷൻ സെറിബെല്ലം, ദെൻ മിഡ് ബ്രെയിനിൽ മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇൻവോളണ്ടറി ആക്ഷൻ എഴുതി വെക്കാമല്ലോ മക്കൾക്ക്. വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന പാർട്സ് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചോളാം കേട്ടോ. ദെൻ ഇത് നോക്കുക, ഫെസിലിറ്റേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ CNS ആൻഡ് അതർ ബോഡി പാർട്സ്. കണ്ടോ മക്കളെ, ബോഡിയുടെ ഡിഫറെന്റ് പാർട്സും സെൻട്രൽ നെർവസ് സിസ്റ്റം തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ ഒരു കണക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന PNS. ദെൻ ക്രേനിയൽ നെർവും അതുപോലെ
തന്നെ നമുക്ക് സ്പൈനൽ നെർവ് ആണുള്ളത്. ക്രേനിയൽ നെർവ് അറൈസ് ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നാണെന്നും സ്പൈനൽ നെർവ് അറൈസ് ചെയ്യുന്നത് സ്പൈനൽ കോഡിൽ നിന്നാണെന്നും പഠിച്ചു വെക്കുക. വെരി സിമ്പിൾ. നല്ല കുഞ്ഞു കുഞ്ഞു അടിപൊളി ക്വസ്റ്റ്യനുകളാണ് ചോദിക്കുന്നത് കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ നിന്ന് വന്നിട്ടുള്ള ഹൗ ഇസ് ബ്രെയിൻ പ്രൊട്ടക്റ്റഡ് ഫ്രം ഇഞ്ചുറി ആൻഡ് ഷോക്ക്. ഒരു ഷോക്കും ഇഞ്ചുറിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ ബ്രെയിനിന് ഏത് രീതിയിലാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്, ആരാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? നെയിം 2 മെയിൻ പാർട്സ് ഓഫ് ദി ഹൈൻഡ് ബ്രെയിൻ ആൻഡ് സ്റ്റേറ്റ് ദ ഫംഗ്ഷൻസ് ഓഫ് ഈച്ച്. ഹൈൻഡ് ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട 2 പാർട്സ് ഉണ്ട്. ആ 2 പാർട്സ് ഏതാണെന്ന് എഴുതുക, 2 പാർട്സിന്റെ ഫംഗ്ഷൻസ് എഴുതുക. അറിയാമോ ഹൈൻഡ് ബ്രെയിനിന്റെ പാർട്സ്? അറിയാവുന്നവരൊന്ന് വേവ് ചെയ്തേ. ഹൈൻഡ് ബ്രെയിനിന്റെ പാർട്സ് 2 എണ്ണം അറിയാവുന്നവര് നോട്ട് ചെയ്ത് വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ സർ, മൂവ് ഓൺ. ആൻസർ നോക്കിക്കോ മക്കളെ. ദ ബ്രെയിൻ ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് എ ബോണി ബോക്സ്. കണ്ടോ മക്കളെ, ക്രേനിയം എന്ന് പറയുന്ന ഒരു ബോണി ബോക്സിന്റെ അകത്ത് ബ്രെയിൻ പ്രൊട്ടക്റ്റഡ്. ആദ്യത്തെ പ്രൊട്ടക്ഷൻ. ഇൻസൈഡ് ദ സ്കൾ ആൻഡ് ദ ബ്രെയിൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ഫ്ലൂയിഡ് ഫിൽഡ് ബലൂൺ പ്രൊവൈഡ്സ് ഫോർ ദ ഷോക്ക് അബ്സോർപ്ഷൻ. ഒരു ബലൂൺ പോലെ ഇരിക്കുന്ന മെനിഞ്ചസിന്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്യാം. ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫിൽ ചെയ്തിട്ടുള്ള മെനിഞ്ചസിനകത്ത് നമ്മുടെ ബ്രെയിൻ പ്രൊട്ടക്റ്റഡ് ആണ്. അത് കൂടാതെ സ്കള്ളും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മുടെ മെയിൻ പാർട്സ് ഓഫ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ഒന്ന് സെറിബെല്ലം ആണ്, 2 മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ് കേട്ടോ. സെറിബെല്ലവും മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ് ഹൈൻഡ് ബ്രെയിനിന്റെ മെയിൻ 2 പാർട്സ് വരുന്നത്. സെറിബെല്ലത്തിന്റെയും മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെയും ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. സെറിബെല്ലം ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രെസിഷൻ ഓഫ് വോളണ്ടറി ആക്ഷൻസ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ബാലൻസിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സെറിബെല്ലം ആണെന്ന് പറഞ്ഞു. മെഡുല്ല ഒബ്ലോങ്കേറ്റ ഓൾ ഇൻവോളണ്ടറി ആക്ഷൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, സലൈവേഷൻ, വോമിറ്റിംഗ് എക്സെട്ര ആർ കൺട്രോൾഡ് ബൈ ദി മെഡുല്ല ഓഫ് ദി ഹൈൻഡ് ബ്രെയിൻ. നമ്മുടെ ഹൈൻഡ് ബ്രെയിനിന്റെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ് വോമിറ്റിംഗിനെയും അതുപോലെ തന്നെ സലൈവേഷനെയും ബ്ലഡ് പ്രഷറിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇൻവോളണ്ടറി ആക്ഷൻസ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. കത്തിയവരൊന്ന് വേവ് ചെയ്ത് ഇങ്ങനെ ഇൻഡയറക്റ്റ് ചോദിച്ചു, ഡയറക്റ്റ് ചോദിച്ചു. ഇൻവോളണ്ടറി വോളണ്ടറി ആക്ഷൻസ് ഏതൊക്കെയാണ്, അത് കൺട്രോൾ ചെയ്യുന്ന പാർട്സ് ഏതൊക്കെയാണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കേട്ടോ. അപ്പൊ അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ a diagram of human brain and label on it a cerebrum and cerebellum. State the role of cerebellum. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ബ്രെയിൻ വരയ്ക്കുക, സെറിബ്രം സെറിബെല്ലം ലേബൽ ചെയ്യുക, എന്നിട്ട് നമ്മളോട് സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞു. എത്ര പേര് ഇതിന് ഫുൾ മാർക്ക് വാങ്ങും? 4 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. 4 ഇല്ല 3 ആണ് കേട്ടോ. ഷോർട്ട് ആൻസറിനകത്താണ് വന്നിട്ടുള്ളത്. ഷോർട്ട് ആൻസറിൽ വന്നിരിക്കുന്നതാണ്. വെരി സിമ്പിൾ. ഫിഗർ വരയ്ക്കുന്നതിന് 1 മാർക്കും 2 പാർട്സ് ലേബൽ ചെയ്യുന്നതിന് 1 മാർക്കുമാണ് വരുന്നത് കേട്ടോ. ഫിഗർ പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട് മക്കളെ, ഫിഗർ വരച്ചിട്ട് സെറിബെല്ലത്തിന്റെ ഫംഗ്ഷനും കൂടി 2 കൂടി കൂട്ടിയേ 1 മാർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ സർ, അടുത്ത ആൻസർ ഒന്ന് കാണിച്ചു കൊടുത്തു മക്കളെ. ബ്രെയിൻ വരയ്ക്കുക, സെറിബെല്ലം ഇതൊക്കെ വരയ്ക്കാൻ അറിയാലോ, ലേബൽ ചെയ്യാൻ. ഇനി സെറിബെല്ലം സെറിബ്രം അല്ലേ സാറ് പറഞ്ഞത്, അതുകൊണ്ട് അത് 2 പഠിച്ചേക്കാം. അങ്ങനെയല്ല, സെറിബ്രം നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ടോ മാർക്ക് ചെയ്യാനായിട്ട്? സ്പൈനൽ കോഡ് ഉണ്ട്, മെഡുല്ല ഉണ്ട്, പോൺസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, തലാമസ് ഉണ്ട്. ദെൻ ആ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. ദെൻ റോള്, സെറിബെല്ലത്തിന്റെ റോളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്രിസിഷൻ ഓഫ് വോളണ്ടറി ആക്ഷൻസ് കേട്ടോ. വോളണ്ടറി ആക്ഷൻസിന്റെ പ്രിസിഷൻ ഒന്നാമത്തേത് മെയിൻറ്റെയിനിങ് ദ പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് നമ്മുടെ സെറിബെല്ലത്തിന്റെ 2 ഫംഗ്ഷൻസ് പറയുന്നത്. അപ്പോൾ ഈ 2 ഫംഗ്ഷൻസ് മാത്രം എൻ്റെ മക്കൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണെങ്കിൽ തമ്പ് കാണിച്ചോളൂ. ഓക്കെ ആണല്ലോ, പെർഫെക്റ്റ് ആണല്ലോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഫിഗർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. റിഫ്ലെക്സ് ആക്ഷൻ, റിഫ്ലെക്സ് ആർക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇൻ ദ ഗിവൻ ഡയഗ്രാം ഓഫ് റിഫ്ലെക്സ് ആർക്ക് നെയിം ദ പാർട്സ് ലേബിൾഡ് ABCD. ABCD എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്സ് ഏതാണ്? റൈറ്റ് ദ ഫംഗ്ഷൻസ് ഓഫ് B and E. BE എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള 2 പാർട്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക. ഇത് കൂടാതെ ABCD എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന പാർട്സ് ഏതാണെന്ന് നിങ്ങൾ എഴുതുക. ABCD സാർ ഒരാളെ വിളിച്ചോ, നമുക്ക് ഒരാളോട് ചോദിച്ചു നോക്കാമല്ലോ. ആരായിരുന്നു പറയാനായിട്ട് വരുന്ന? ആരായിരുന്നു? യെസ്, ആര് പറഞ്ഞു തരും? ആരാണ് സാർ? തേജസ് അല്ലേ? തേജസ് അൺമ്യൂട്ട് ചെയ്തോളൂ. തേജസ് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ABCD പാർട്സ് ഏതാണ്? തേജസ് നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോന്ന് തോന്നുന്നു സാർ തേജസിന്. ആൻഡ് നമുക്ക് അടുത്താണ് വിളിക്കാലോ. മാഷ. ഹലോ, മാർഷയാണ് നേരത്തെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നൊക്കെ കാണിച്ചോണ്ടിരുന്നത് അല്ലേ? യെസ്, മാർഷ ABCD എന്താണെന്ന് പറഞ്ഞുതരാമോ? A റിസപ്റ്റർ, വെരി ഗുഡ്. ദെൻ B സെൻസറി ന്യൂറോൺ ആണ്. ആണോ എന്നല്ല, സെൻസറി ന്യൂറോൺ തന്നെയാണ്. സെൻസറി ന്യൂറോൺ. C സ്പൈനൽ കോഡിനകത്ത് വരുന്ന ഏത് ന്യൂറോണാ? B സെൻസറി ന്യൂറോൺ ആണെങ്കിൽ C എന്താണ്? D എന്താണ്? D മോട്ടോർ ന്യൂറോൺ. സിയോ E എഫക്ടർ ആണ്. പക്ഷെ E നമ്മളോട് ലേബൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ല.
മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നെയിം ചെയ്യാൻ പറഞ്ഞേക്കണേ ABCD മാത്രമേ ഉള്ളൂ. ഈ സെൻസറി ന്യൂറോണെ മോട്ടോർ ന്യൂറോൺ തമ്മിൽ കണക്ട് ചെയ്യുന്ന ന്യൂറോൺ, നടുക്കുള്ള ന്യൂറോൺ, സ്പൈനൽ കോഡിന്റെ അകത്തിരിക്കുന്ന ന്യൂറോൺ റിലേ ന്യൂറോൺ അല്ലെങ്കിൽ ഇന്റർ ന്യൂറോൺ എന്ന് പറയാം. ബി എന്താണെന്ന് നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞതാണ്, സെൻസറി ന്യൂറോൺ. ഇ എന്ന് പറഞ്ഞത് എഫക്ടർ സെൽ, എഫക്ടർ മസിൽ അല്ലെങ്കിൽ എഫക്ടർ സെല്ലാന്നും പറഞ്ഞു. ഇതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻ ആണ് ബി പാർട്ടിൽ ചോദിച്ചേക്കുന്നത്. വെരി ഗുഡ്, മ്യൂട്ട് ചെയ്തോളാം. കറക്റ്റ് ആണ് ആൻസർ. സാർ ഒന്ന് ആൻസർ ഡിസ്പ്ലേ ചെയ്തോളൂ. ഓക്കെ മക്കളെ, അപ്പൊ ആൻസർ നോക്കിക്കോളൂ. റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, റിലേ ന്യൂറോൺ അല്ലെങ്കിൽ ഇന്റർ ന്യൂറോൺ എന്ന് പറയാം. ദെൻ മോട്ടോർ ന്യൂറോൺ എന്ന് പറയാം. അത് കഴിഞ്ഞ് ബിയുടെയും ഇയുടെയും ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇമ്പൾസസ്, ക്യാരി ഇമ്പൾസസ് ഫ്രം ദി റിസപ്റ്റേഴ്സ് ടു സ്പൈനൽ കോഡ്. റിസപ്റ്റേഴ്സിൽ നിന്ന് ഈ പറയുന്ന ഇമ്പൾസസിനെ സ്പൈനൽ കോഡിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ബി എന്ന് പറയുന്ന സെൻസറി ന്യൂറോൺ. ഇ എന്ന് പറയുന്ന നമ്മുടെ എഫക്ടർ സെല്ല്. റെസ്പോൺസ് ടു സ്റ്റിമുലസ്, സ്റ്റിമുലസിന് റെസ്പോൺസ് കൊടുക്കുന്നത്, നമ്മൾ കൈ വലിക്കുന്നത് എഫക്ടർ സെല്ല് മസിൽ, അയാളുടെ ഫംഗ്ഷൻ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് എഫക്ടർ സെല്ലല്ലേ, സ്റ്റിമുലസിന് റെസ്പോൺസ് കൊടുക്കുകയാണ് കേട്ടോ. റെസ്പോൺസ് ടു ദ സ്റ്റിമുലസ്, സ്റ്റിമുലസ് വന്നു, ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു, ഇമ്പൾസ് ഒക്കെ വന്നു പോയി അകത്തുനിന്ന് റെസ്പോൺസ് കൊടുത്തു കഴിയുമ്പോൾ ആ റെസ്പോൺസ് കാണിക്കുന്ന ആളാണ് നമ്മുടെ എഫക്ടർ സെല്ല്. സെറ്റ് ആണെങ്കിൽ ഒരു തമ്പ് കാണിക്കാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റിഫ്ലെക്സ് ആക്ഷൻ എന്താണ്, റിഫ്ലെക്സ് ആർക്ക്, അതിന്റെ പാത്ത് വേ കൃത്യമായിട്ട് ട്രേസ് ചെയ്യണം, പ്ലസ് ഫിഗർ ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ. റിഫ്ലെക്സ് ആക്ഷന്റെ ഫിഗർ ടിക്കറ്റ് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ചോളാം. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ മക്കൾ നോക്കുന്നത് ഇതാണ്, വൈ ഇസ് ദ യൂസ് ഓഫ് അയഡൈസ്ഡ് സോൾട്ട് അഡ്വൈസബിൾ. ദെൻ എന്തുകൊണ്ടാണ് അയഡൈസ്ഡ് സോൾട്ട് കഴിക്കണം എന്ന് നമ്മളോട് പറയാറുള്ളത്? നെയിം ദ ഡിസീസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ അവർ ഡയറ്റ് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് വൺ സിംപ്റ്റം. നമ്മൾ അയഡിൻ ഫുഡിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ, ഫുഡിലുള്ള അയഡിൻ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന ഒരു ഡിസോർഡർ എന്താണ്? ആ ഡിസോർഡറിന്റെ സിംപ്റ്റം ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതുക. ഹൗ ഡു നെർവ് ഇമ്പൾസസ് ട്രാവൽ ഇൻ ദ ബോഡി? എക്സ്പ്ലെയിൻ. നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് നെർവ് ഇമ്പൾസ് നമ്മുടെ ബോഡിയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സെക്ഷൻ അറിയാവുന്ന ഒരു ടാറ്റ കാണിച്ച്, അയഡൈസ്ഡ് സോൾട്ട് കഴിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യെസ് സർ, ടോപ്പില് ഫോർത്ത് വൺ. യെസ് സർ, ടോപ്പ് റോ ഫോർത്ത് വൺ. യെസ്, ടോപ്പ്. യെസ്, ആരായിരുന്നത്? ശ്രദ്ധ ഒളിച്ചിരിക്കുകയാണോ? ശ്രദ്ധയുടെ തലയുടെ പകുതി കാണുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ കാണാം. ശ്രദ്ധ പറഞ്ഞോളൂ, എന്താണ്? ഗോയിറ്റർ പ്രിവെന്റ് ചെയ്യാൻ. ആൻസർ രണ്ടാമത്തെ പറഞ്ഞു അല്ലേ. അപ്പൊ ഏതാ ഡിസീസ്, ഏതാ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന ഡിസോർഡർ ഏതാ? ഗോയിറ്റർ. അതിന്റെ ഒരു സിംറ്റം പറഞ്ഞേ. സ്വെല്ലിംഗ് ഓഫ് നെക്ക്, പിന്നെ ബൾജിങ് ഓഫ് ഐസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ സാർ വലിയൊരു പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, പറഞ്ഞുതരാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ശ്രദ്ധ മ്യൂട്ട് ചെയ്തോളൂ. കറക്റ്റ് ആണ് പറഞ്ഞത്. ആൻസർ ഒന്ന് കാണിച്ചു കൊടുത്തു സാർ മക്കളെ. അപ്പോൾ അയഡൈസ്ഡ് സോൾട്ട് കഴിക്കണം എന്ന് പറയുന്നതിന്റെ റീസൺ ഇതാണ്. അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ഫംഗ്ഷനിങ് ഓഫ് തൈറോയിഡ്, ഫോർമേഷൻ ഓഫ് തൈറോക്സിൻ. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനും തൈറോക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനും അയഡിൻ കണ്ടന്റ് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അയഡൈസ്ഡ് സോൾട്ട്, അയഡിൻ കണ്ടന്റ് ഉള്ള അയഡൈസ്ഡ് സോൾട്ട് കഴിക്കണം എന്ന് എപ്പോഴും പറയാറ്. ഇനി നമ്മുടെ ഈ അയഡിൻ കുറവുള്ളത് കൊണ്ടുണ്ടാകുന്ന ഡിസോർഡറിന്റെ പേര് നോട്ട് ചെയ്യണം, ഗോയിറ്റർ ആണ്. ഗോയിറ്ററിന്റെ സിംറ്റംസ് രണ്ടെണ്ണം നമുക്ക് പഠിക്കാം. രണ്ടെണ്ണത്തിൽ ഒന്ന് സ്വളൻ നെക്ക് സാർ പറഞ്ഞിരുന്നതാണ്. സ്വളൻ നെക്ക് ഇങ്ങനെ റീജിയൻ, ആ തൈറോയിഡ് ഗ്ലാൻഡിന്റെ റീജിയൻ ഒന്നിങ്ങനെ സ്വെല്ലപ്പ് ചെയ്ത് വരുന്നുണ്ടാകും, ഒരു സ്വളൻ നെക്ക് ആയിട്ട് വരും. അതുപോലെ തന്നെ അഡീഷണൽ ഒരെണ്ണം പറഞ്ഞു തന്നിരുന്നു, ബൾജ്ഡ് ഐസ് രണ്ടും ഇങ്ങനെ പുറത്തേക്ക് ബൾജ് ചെയ്ത് വരും. അപ്പോൾ ബൾജ്ഡ് ഐസും അതുപോലെ തന്നെ സ്വെലൻ നെക്കുമാണ് നിങ്ങൾക്ക് അതിന്റെ ഗോയിറ്ററിന്റെ സിംറ്റംസ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതായി വരുന്നത്. ഇനി നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷന്റെ കാര്യം, ഒരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് ട്രാവൽ ചെയ്ത് അതിന്ന് എൻഡ് ചെയ്യുന്ന രീതിയിൽ അവിടെ വരെയുള്ള കാര്യങ്ങളാണ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. അത് നിങ്ങൾ പറയേണ്ടതായിട്ടുള്ളത്. ഇമ്പൾസസ് ട്രാവൽസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി, ദെൻ ഡെൻഡ്രൈറ്റ് നിന്ന് സെൽ ബോഡിയിലേക്ക് വരുന്നു, അലോങ് ദി ആക്സോൺ ടു ഇറ്റ്സ് എൻഡ്. അത് കഴിഞ്ഞ് ആക്സോണിലേക്ക് പോകുന്നു, ആക്സോണിന്റെ എൻഡിലേക്ക് പോകുന്നു. At the end of the axon terminal, chemicals released which fills the gap of synapse. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കെമിക്കൽസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് സിനാപ്സിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റാർട്ട്സ് എ സിമിലർ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ടു അനദർ ന്യൂറോൺ ആൻഡ് ദ ഇമ്പൾസ് ഫർദർ ട്രാവൽസ് ഇൻ ദ ബോഡി. അതായത് ആ ഒരു സിനാപ്സിൽ നിന്ന് കെമിക്കൽ ഇമ്പൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നെക്സ്റ്റ് ന്യൂറോണിന്റെ അഡ്ജസന്റ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിക് ടിപ്പിലേക്ക് ചെന്നതിന് ശേഷം ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി ടു ആക്സോൺ, ദെൻ ആക്സോൺ ടു ദി നെർവെൻഡിംഗ് ആണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് നിങ്ങളുടെ ഓൺ സെന്റൻസിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന വേവിത മക്കളെ, നിങ്ങളുടെ ഓൺ സെന്റൻസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ആൻസർ കൂടിയാണ് കേട്ടോ. ആൻസർ കൃത്യമായിട്ട് നിങ്ങളുടെ ഓൺ സെന്റൻസിൽ എഴുതാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നെയിം വൺ പ്ലാന്റ് ഹോർമോൺ വിച്ച് ഇൻഹിബിറ്റ്സ് എ ഗ്രോത്ത്, റൈറ്റ് ഇറ്റ്സ് വൺ മോർ ഫംഗ്ഷൻ. മക്കളെ, പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് എഴുതാൻ പറഞ്ഞു, അതിന്റെ ഒരു ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞു. ഏതൊക്കെയാണ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്? അറിയാവുന്ന ഒരു സാർ ഒന്ന് വിളിച്ചത്. ഫസ്റ്റ് വൺ ആരായിരുന്നു? യെസ്, ആരാണ് സാർ? ഇഷാൽ ബേബി, അൺമ്യൂട്ട് ചെയ്തോളൂ. ഉറങ്ങാണോ ഇഷാലെ?
സാർ ഇഷാല് പോയോ? ഓ ഇഷാലിന്റെ ഓഡിയോക്ക് എന്തോ പ്രശ്നം ഉണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ലല്ലോടാ. ഓക്കെ അശ്വിനി, അശ്വിനി സ്വപ്നം കാണായിരിക്കും സാറേ. അശ്വിനിയെ അൺമ്യൂട്ട് ചെയ്തേ. അശ്വിനി പറയൂ. ആബ്സിസിക് ആസിഡ് മാത്രമാണോ ഇൻഹിബിറ്റർ? എത്തിലിൻ ഉറപ്പിച്ചു. സാർ ആൻസർ ഒന്ന് കാണിച്ചു കൊടുത്തേ. വെരി ഗുഡ്. എത്തിലിൻ ഉണ്ട്, ആബ്സിസിക്. മക്കളെ നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സിൽ എത്തിലിനും വരുന്നുണ്ട്, ആബ്സിസിക് ആസിഡും ഉണ്ട്. എത്തിലിന്റെ ഫംഗ്ഷൻ ഫ്രൂട്ട് റൈപ്പനിങ് ആണ്. റൈപ്പനിങ് ഓഫ് ദി ഫ്രൂട്ട് ആണെങ്കിൽ ആബ്സിസിക് ആസിഡിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ഇറ്റ് ഇൻഡ്യൂസസ് എ ഡോർമെൻസി ആൻഡ് പ്രിവെന്റ്സ് എ സീഡ് ഫ്രം ജെർമിനേറ്റിംഗ്. സീഡ് ജെർമിനേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോർമെൻസി ആണ്. ഡോർമെൻസി ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലീവ്സിന്റെ അബ്സിഷൻ, ഫ്രൂട്ട്സ് അതുപോലെ ഫ്ലവേഴ്സിന്റെ ഒക്കെ അബ്സിഷൻ കൊഴിഞ്ഞു വീഴാൻ സഹായിക്കുന്നു. ഓപ്പണിംഗ് ആൻഡ് ക്ലോസ്, സ്റ്റൊമാറ്റ ടു ക്ലോസ് ആണ് കേട്ടോ. ഓപ്പണിംഗ് പറയണ്ട, സ്റ്റൊമാറ്റ ക്ലോസ് ആവാനും ആബ്സിസിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നു. പഠിച്ചു വെച്ചതാണെങ്കിൽ ഒന്ന് വേവ് ചെയ്തടാ. ഫംഗ്ഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. ഫംഗ്ഷൻ പഠിച്ചു വെച്ചതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. സാർ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാമല്ലോ. മക്കളെ, വാട്ട് ഈസ് മെന്റ് ബൈ ട്രോപ്പിക് മൂവ്മെന്റ്? എന്താണ് ട്രോപ്പിക് മൂവ്മെന്റ്? എന്താ ട്രോപ്പിക് മൂവ്മെന്റ്? ഒരു സെന്റൻസ്, ഒറ്റ ഒരു സെന്റൻസ് മതി. ഈ സെന്റൻസ് ഒന്ന് പഠിച്ചു വെച്ച്. യെസ്, മൂവ് ഓൺ. ദെൻ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ട്രോപ്പിക് മൂവ്മെന്റിന്റെ സെന്റൻസ്. ദ ഗ്രോത്ത് മൂവ്മെന്റ് ഓഫ് ദി പ്ലാന്റ് ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലൈ ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ ആർ കോൾഡ് ട്രോപ്പിക് മൂവ്മെന്റ്. ഒരു സ്റ്റിമുലൈ വരുന്ന ഡിറക്ഷനിലേക്ക് കറക്റ്റ് ആ സ്റ്റിമുലൈനെ ലൊക്കേറ്റ് ചെയ്ത് അതിന്റെ അടുത്തേക്ക് ആ ഡിറക്ഷനിലേക്ക് പ്ലാന്റ് വളരുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിന്റെ മൂവ്മെന്റിനെയാണ് ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയാം. നിങ്ങളിപ്പോൾ ഹൈഡ്രോട്രോപ്പിക്കും ഫോട്ടോട്രോപ്പിക്കും ജിയോട്രോപ്പിക്കും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈപ്സും കൂടെ അതിനൊപ്പം പഠിച്ചിരിക്കണം. ഏത് ചോദിക്കും എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പ്രെഡിക്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ട്രോപ്പിക് മൂവ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് മതി. സ്റ്റിമുലൈനോട് ഡയറക്ഷനിലേക്ക് പോയിട്ട് നമ്മുടെ പ്ലാന്റ്സ് ഡയറക്റ്റ് ഗ്രോ ചെയ്യുന്നതിനാണ് ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ സാർ അടുത്തത് നിങ്ങൾ നോക്കുക മക്കളെ. ദെൻ ഹിയർ ദ നെക്സ്റ്റ് വൺ. യെസ്, വാട്ട് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഈസ് ഷോൺ ബൈ മൈമോസ പ്ലാന്റ് ലീവ്സ് വെൻ ടച്ച് വിത്ത് ഫിംഗർ? നമ്മുടെ മൈമോസ പ്ലാന്റ്, ദാറ്റ് മീൻസ് ടച്ച് മീ നോട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ടച്ച് മീ നോട്ട്, മൈമോസ, തൊട്ടാവാടി, ആ സാധനമല്ലേ, അത് നമ്മൾ ടച്ച് ചെയ്യാൻ നേരത്ത് അതിനകത്തുണ്ടാകുന്ന മൂവ്മെന്റിന് നമ്മളൊരു പേര് പറയും. ആർക്കറിയാം മൂവ്മെന്റിന്റെ പേര്? ആ മൂവ്മെന്റിന്റെ പേര് ഒരു സിംഗിൾ വേർഡ് ആണ്. യെസ്, ദിയ പോയാ? ദിയ പോയി. ദിയാനോഫൽ അൺമ്യൂട്ട്. ദിയ ഏതാണ്? ഉറപ്പിച്ചു? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഒരു സംശയവും പറയില്ല. ദാറ്റ്സ് റൈറ്റ് ആൻസർ. നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. നാസ്റ്റിക് മൂവ്മെന്റ് നോട്ട് ചെയ്ത് വെച്ച് മക്കളെ. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. നമ്മുടെ ടച്ച് മീ നോട്ട് പ്ലാന്റിൽ, മൈമോസ പ്ലാന്റിൽ വരുന്ന മൂവ്മെന്റിന്റെ പേരാണ് നാസ്റ്റിക് മൂവ്മെന്റ്. ഒന്ന് നമ്മൾ ട്രോപ്പിക് മൂവ്മെന്റ് പഠിച്ചു, അത് കൂടാതെ നാസ്റ്റിക് മൂവ്മെന്റ് കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളുടെ ബുക്കിനകത്ത് മൈമോസ പ്ലാന്റ്, ടച്ച് മീ നോട്ട് പ്ലാന്റിന്റെ കാര്യം മെൻഷൻ ചെയ്യുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് അതുകൂടെ ഒന്ന് നോക്കി വെക്കണം എന്ന് സാർ പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദിസ് ഇസ് വൺ ഓഫ് ദി സിംപിളസ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ പ്ലാന്റ് ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇലോങ്ങേഷൻ ഓഫ് ദി സെല്ല്, ഗ്രോത്ത് ഓഫ് ദി സ്റ്റെം, പ്രൊമോഷൻ ഓഫ് ദി സെൽ ഡിവിഷൻ, ദെൻ ഫോളിംഗ് ഓഫ് ദി സെനസെന്റ് ലീവ്സ്. സെൽസിന് നീളം കൂടാൻ, സ്റ്റെം ഗ്രോ ചെയ്യാൻ, ദെൻ സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യുന്ന, വാടിയ ഇലകൾ കൊഴിഞ്ഞു വീഴാൻ സഹായിക്കുന്നു. യെസ്, യെസ്. ആര് വരും? യെസ്, ആരായിരുന്നു? സനലേ കുട്ട, സനൽ ഫ്രം തെക്കുംപുറം അല്ലേ? നിന്റെ ചേട്ടന്റെ ഫ്രണ്ട്സ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പറയുന്നുണ്ട്, എടാ വൈശാഖിന്റെ അനിയൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പറഞ്ഞോ. ഇതിന്റെ ഫംഗ്ഷൻ ഇലോങ്ങേഷൻ ഓഫ് ദി സെൽ ഏത് ഹോർമോൺ ആടാ സഹായിക്കുന്നത്? ഗ്രോത്ത് ഓഫ് ദി സ്റ്റെം, അബ്സിസിക് ആസിഡ് അല്ലടാ, ഞാൻ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കും, എന്നിട്ട് ഞാൻ ഒഴിക്കും ഞാൻ കേട്ടാ. ഓക്കെ സാറേ. സനലെ ആരാണ് സാറേ? എടാ സ്കൈ ആയുഷിന് അന്വേഷിച്ച് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് ഫ്രം അർജുൻ AR. ഓക്കെ,
അവൻ സൈലന്റ് ആയി പോയി സാറേ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ആൻസർ നോക്കാം സാർ. ആൻസർ ഒന്ന് കാണിച്ചു കൊടുത്തത് മക്കളെ. ഇലോങ്ങേഷൻ ഓഫ് ദി സെല്ലിന് ഓക്സിൻ ആണ്. സ്റ്റെമ്മിന്റെ ഗ്രോത്ത് ജിബ്രലിൻസ് അല്ലെങ്കിൽ ഗിബ്രലിൻസ് എന്ന് പറയാം. ദെൻ സൈറ്റോകിനിൻ ലീഫ് കൊഴിഞ്ഞു വീഴാൻ അബ്സിസിക് ആസിഡ് ആണ്. മക്കൾ ഓരോ ഹോർമോണും അതിന്റെ റോളും അല്ലെങ്കിൽ ഫംഗ്ഷൻസും കൃത്യമായിട്ട് നോക്കി വെച്ചോളാം. നോക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്ലാന്റ് ഹോർമോൺസ് അതിന്റെ ഓരോ ഹോർമോൺസിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. സെറ്റ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്തോട്ടെ സാർ. നമുക്ക് തീർക്കണം. ഇപ്പൊ 7:45 ആയിട്ടുണ്ട്. കുറച്ചുകൂടെ സമയം നമ്മുടെ കയ്യിലുണ്ട്. 9 o'clock തീർക്കേണ്ടത്. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് മെന്റ് ബൈ കീമോട്രോപ്പിസം? എന്താണ് കീമോട്രോപ്പിസം? എന്താണ് കീമോട്രോപ്പിസം? പറഞ്ഞോ, അറിയാമോ? കെമിക്കൽ ഇമ്പൾസസ് അല്ലെങ്കിൽ സ്റ്റിമുലസ്, കെമിക്കൽ സ്റ്റിമുലൈയുടെ ഡയറക്ഷനിൽ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നതാണെന്ന് അറിയാവുന്നവരെന്ന് വേവ് ചെയ്തേ. കെമിക്കൽ സ്റ്റിമുലൈ. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലേ സാർ? ആൻസർ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ മക്കളെ, ദ മൂവ്മെന്റ് ഓഫ് പ്ലാന്റ് പാർട്സ് ടുവേർഡ്സ് ദി കെമിക്കൽ സബ്സ്റ്റൻസസ് നോൺ ആസ് കീമോട്രോപ്പിസം. കെമിക്കൽ സബ്സ്റ്റൻസുകൾ സ്റ്റിമുലൈ ആയി വരുന്ന കണ്ടീഷൻസിൽ അതിന്റെ ഡയറക്ഷനിലേക്ക് പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കീമോട്രോപ്പിസം എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സാധനം ഉണ്ട്, വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. ദെൻ സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഡിഫൈൻ ജിയോട്രോപ്പിസം. ഡ്രോ എ ലേബിൾഡ് ഡയഗ്രാം ഓഫ് എ പ്ലാന്റ് ഷോയിങ് ദി ജിയോട്രോപിക് മൂവ്മെന്റ് ഓഫ് ഇറ്റ്സ് പാർട്സ്. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോക്കോ. കുറേ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്തേക്കാണ് സാർ. ആൻസർ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. ഈ ഫിഗർ വരച്ചിട്ട് നെഗറ്റീവ് ജിയോട്രോപ്പിസത്തിന് പ്ലാന്റ്സിന്റെ മുകളിലേക്കുള്ള ഗ്രോത്തും പോസിറ്റീവ് ജിയോട്രോപ്പിസത്തിന് പ്ലാന്റിന്റെ റൂട്ട് താഴേക്ക് വളരുന്നതും വരച്ചു വെക്കുക. സിമ്പിൾ ഫിഗർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചു. ഇതൊക്കെ വരയ്ക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാം കേട്ടോ. ജിയോട്രോപ്പിസം കണ്ടോ? ദ മൂവ്മെന്റ് ഓഫ് ദി ഗ്രോത്ത് ഓഫ് ദി റൂട്ട്സ് ടുവേർഡ്സ് ദി ഡൗൺവേർഡ്സ് ആൻഡ് ദി ഷൂട്ട് അപ്വേർഡ്സ് അണ്ടർനീത്ത് ദി സ്റ്റിമുലൈ. കണ്ടോ? അത് നമ്മുടെ സ്റ്റിമുലൈ വരുന്നത് കറക്റ്റ് ജിയോട്രോപ്പിസം, അതായത് നമ്മുടെ ഗ്രാവിറ്റി ആണ് ഈ പറയുന്ന സ്റ്റിമുലസ്. അപ്പോൾ റൂട്ട് പോസിറ്റീവ് ആയിട്ട് ഗ്രാവിറ്റിയുടെ അടുത്തേക്ക് പോകും. ദെൻ നെഗറ്റീവ്ലി എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഷൂട്ട് ഗ്രോ ചെയ്യും. അതാണ് നമ്മുടെ ജിയോട്രോപ്പിസത്തിൽ പോസിറ്റീവും നെഗറ്റീവും. ഈ ഫിഗർ ലേബൽ ചെയ്ത് വരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടാറ്റ കാണിച്ചോ. ഇനി എക്സാമിന് ഫിഗർ തന്നിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നമ്മുടെ കേസ് ബേസ്ഡിന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന MCQ സെക്ഷനിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. താഴേക്ക് പോകുന്നത് പോസിറ്റീവ് ജിയോട്രോപ്പിസം, ഷൂട്ട് മുകളിലേക്ക് പോകുന്നത് നെഗറ്റീവ് ജിയോട്രോപ്പിസത്തിനും എക്സാമ്പിൾ ആണ്. ലൈറ്റ് വന്ന് വീഴുമ്പോൾ പുറത്തേക്ക് പോകുന്നത് ഫോട്ടോട്രോപ്പിസം എന്ന് അറിയാവുന്നവർ ഡാറ്റ കാണിച്ചേ. ഫോട്ടോട്രോപ്പിസം ആണെന്ന് അറിയാവുന്നവർ. ലൈറ്റിന് ടുവേർഡ്സ് ആണ് വളരുന്നതെന്നുണ്ടെങ്കിൽ അത് ദാറ്റ് ഈസ് എ ഫോട്ടോട്രോപ്പിസം ആണ് കേട്ടോ. ദെൻ സർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നു. നോക്കിക്കേ, ഇത് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. എ ബോയ് റൺസ് ഓൺ സീയിങ് എ സ്ട്രേ ഡോഗ്. ഹിറ്റ്സ് ബ്രീതിങ് ബിക്കംസ് വെരി ഫാസ്റ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ ഓൾസോ ഇൻക്രീസസ്. അതായത് റോഡിൽ കൂടെ നടന്നു പോകുന്നൊരു പയ്യൻ ഒരു ഡോഗിനെ, സ്ട്രീറ്റിൽ കിടക്കുന്ന ഒരു ഡോഗിനെ കണ്ട് പേടിച്ച് ഓടുകയാണ്. അപ്പോൾ അവന്റെ ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രീത്തിങ് ഭയങ്കര വെരി ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. നെയിം ദ ഹോർമോൺ ഫൗണ്ട് ടു ബി ഹൈ ഇൻ ഹിസ് ബ്ലഡ് ആൻഡ് ദ ഗ്ലാൻഡ് വിച്ച് പ്രൊഡ്യൂസസ്. ആ ഒരു ടൈമിൽ അവന്റെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹോർമോൺ, ബ്ലഡിനകത്ത് കാണുന്ന ഹോർമോൺ ഏതായിരിക്കും? ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡ് ആണ്? യെസ്, സിമ്പിൾ. പേടിക്കുന്ന ടെൻഷൻ അടിക്കുന്ന സിറ്റുവേഷൻസിൽ അഡ്രിനാലിൻ ആണ് ഉണ്ടാകുന്നതെന്ന് അറിയാവുന്ന ഡാറ്റ കാണിച്ച്. പേടിച്ചോടുമ്പോൾ അഡ്രിനാലിൻ ഉണ്ടാകുന്നു. അഡ്രിനാലിൻ ഉണ്ടാകുന്നത് സാർ ആൻസർ കാണിച്ചു കൊടുത്തോ. ഫ്രം ദി അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. അഡ്രിനൽ ഗ്ലാൻഡ് കിഡ്നിയുടെ മുകളിൽ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടിരിക്കുന്ന അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നാണ് അഡ്രിനാലിൻ ഹോർമോൺ ഉണ്ടാകുന്നത്. സെറ്റ് ആണ്, വെരി സിമ്പിൾ. അപ്പോൾ അഡ്രിനാലിനും അഡ്രിനൽ ഗ്ലാൻഡും ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. നെയിം ദ മെക്കാനിസം ബൈ വിച്ച് ദ എമൗണ്ട് ഓഫ് ഹോർമോൺ ഇൻ ദ ബ്ലഡ് ഇസ് റെഗുലേറ്റഡ്. ബ്ലഡിനകത്തെ ഹോർമോണിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബുക്കിനകത്ത് ഒരു മെക്കാനിസത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ മെക്കാനിസത്തിന്റെ പേര് നിങ്ങൾ എഴുതാൻ പറഞ്ഞു. ഒറ്റ വാക്ക് ആ ഒരൊറ്റ വാക്കിൽ ഒതുക്കാം. നെയിം ദ മെക്കാനിസം ദാറ്റ് റെഗുലേറ്റഡ് ദ ബ്ലഡ് ഹോർമോൺ. അതായത് ഹോർമോൺ ലെവലിൽ ബ്ലഡിനകത്ത് ഹോർമോണിന്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്ന മെക്കാനിസം. സിമ്പിൾ, വെരി സിമ്പിൾ. ചാപ്റ്ററിന്റെ ലാസ്റ്റ്. യെസ് സർ. തേർഡ് റോ ഫസ്റ്റ് വൺ ആരായിരുന്നു? തേർഡ് റോ. ഓക്കെ. ദക്ഷ. ഹലോ. യെസ് ദക്ഷ, ഏതാണ് ആ മെക്കാനിസം? ഫീഡ്ബാക്ക് മെക്കാനിസം. വെരി ഗുഡ്. കറക്റ്റ് ആൻസർ ആണ്. മക്കളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ബ്ലഡിനകത്തെ ഹോർമോണിന്റെ ലെവലൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബോഡിയിലുള്ള മെക്കാനിസം ആണ് ഈ ഫീഡ്ബാക്ക് മെക്കാനിസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് മെക്കാനിസം കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നെയിം ദ ഫോളോയിങ്. എ ഗ്ലാൻഡ് പ്രസന്റ് ഇൻ ഫീമെയിൽസ് ബട്ട് നോട്ട് ഇൻ മെയിൽസ്. ഫീമെയിൽസിൽ മാത്രം കാണുന്നു, മെയിൽസിൽ കാണുന്നില്ല. ഏതാണ് ആ ഗ്ലാൻഡ്? ഫീമെയിൽസിൽ മാത്രം ഉണ്ട്. ഓവറി ആണെന്ന് അറിയാവുന്ന ഡാറ്റ കാണിച്ച്. ഫീമെയിൽസിൽ മാത്രം ഉള്ളത് എന്താണ്? ഓവറി ആണ്. ബാക്കി എല്ലാ ഗ്ലാൻഡും കോമൺ ആയിട്ടുണ്ട്. ഫീമെയിൽസിൽ ഓവറി ഉണ്ട്, പക്ഷെ മെയിൽസിൽ ഓവറി ഇല്ല. Then a gland that secretes a hormone as well as a digestive juice or enzyme. Digestive juice അല്ലെങ്കിൽ എൻസൈം സെക്രീറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഹോർമോണും സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും അതുണ്ട്, നമ്മുടെ ഹോർമോണൽ സിസ്റ്റത്തിലും ഉണ്ട്. ഏതാണെന്ന് ആർക്ക് പറയാൻ പറ്റും? സ്റ്റമക്കിന്റെ താഴെയായിട്ട് പാവയ്ക്ക പോലത്തെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ,
Pancreas is the right answer. അല്ലേ? Pancreas is the right answer. Then a gland associated with the brain. ബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാൻഡ് നമുക്ക് പഠിക്കാനുണ്ട്. പി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും, അറിയാവുന്നവർ മാത്രം വേവ് ചെയ്യുക. പി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രെയിനുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്ലാൻഡിന്റെ പേരാണ് മക്കളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ നോക്കുക, എ ഗ്ലാൻഡ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കിഡ്നി. കിഡ്നിയുടെ മുകളിൽ ഇരിക്കുന്ന ഗ്ലാൻഡ്, കിഡ്നിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞു നിർത്തിയുള്ളൂ അല്ലേ, അഡ്രിനാൽ ഗ്ലാൻഡ്. ഓക്കെ, അഡ്രിനാൽ ഗ്ലാൻഡ്. സാർ ആൻസർ ഡിസ്പ്ലേ ചെയ്തോ മക്കളെ? അപ്പോൾ ഓവറി, പാൻക്രിയാസ്, പിറ്റ്യൂട്ടറി, അഡ്രിനാൽ കറക്റ്റ് ഓർഡറിലല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോൾ ഓരോ ഗ്ലാൻഡും ഞാൻ ഇത് തീരുന്ന സമയത്ത് ഒരു ടേബിൾ കാണിച്ചു തരാം, ഒരു ടാബുലാർ ഫോം കാണിച്ചു തരാം. അതിന്റെ ആ രീതിയിൽ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ കിട്ടും കേട്ടോ. ഓക്കെ സാർ, നെക്സ്റ്റ് മൂവ് ചെയ്തോളൂ. A doctor advised the patient to go on a diet without sugar and take insulin injection also. Name the disease and he is suffering from and why has he been given in the advices. അതായത് മക്കളെ, ഡോക്ടർ ഒരാളോട് പറഞ്ഞു ഷുഗർ ഒഴിവാക്കണം, എന്നിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കണം. ആ പേഷ്യന്റിന്റെ രോഗം, ഡിസീസ് ഏതാണ്? സിമ്പിൾ അല്ലേ? ഷുഗർ കഴിക്കരുത്, ഇൻസുലിൻ എടുക്കണം എന്ന് പറഞ്ഞാൽ ഏതാ ഡിസീസ്? ഡയബറ്റിസ് അല്ലേ? യെസ് സാർ, ഡയബറ്റിസ് ആണ് കറക്റ്റ് ആൻസർ. ഡയബറ്റിസ് ഇസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. നമ്മുടെ പാൻക്രിയാസ് ഗ്ലാൻഡിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാകുന്നതിന്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് നമുക്ക് ഡയബറ്റിസ് വരുന്നത്. ദെൻ ദെർഫോർ ഹി ഹാസ് ടു ടേക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ. അതുകൊണ്ടാണ് പുള്ളിയുടെ അടുത്ത് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻസുലിൻ റെഗുലേറ്റ്സ് ദ ബ്ലഡ് ഷുഗർ ലെവൽ, സോ ലെസ് ഇൻസുലിൻ മീൻസ് റൈസ് ഇൻ ദ ഷുഗർ ലെവൽ. അതായത് ഇൻസുലിന് നമുക്ക് ബ്ലഡിനകത്ത് ഷുഗർ ലെവൽ കണ്ടന്റ് ചെയ്യാനൊക്കെ എന്താ പറയാ, റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇൻസുലിൻ എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നതിന്റെ കാരണം പാൻക്രിയാസ് ഗ്ലാൻഡിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് സജഷൻ കൊടുത്തത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഡയബറ്റിസ് പഠിക്കണം, ഡിസോർഡർ ആണ്, പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ സാർ മൂവ് ചെയ്തോളൂ. നെക്സ്റ്റ് അടുത്ത എന്താ നോക്കുക, റൈറ്റ് ദ നെയിംസ് ഓഫ് ദി ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് അഡ്രിനൽ ഗ്ലാൻഡ്. സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദി ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഉണ്ടാകുന്നതും അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് ഉണ്ടാകുന്നതുമായിട്ടുള്ള ഹോർമോൺസിന്റെ പേര് എഴുതുക. പേര് എഴുതിയാൽ മാത്രം പോരാ, അതിന്റെ ഫംഗ്ഷനോട് എഴുതുക. എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ ദ ഫീഡ്ബാക്ക് മെക്കാനിസം. ഫീഡ്ബാക്ക് മെക്കാനിസം എന്താണെന്ന് ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, എടാ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്ന രീതിയിലാണെന്ന് തോന്നി വരുന്ന ഡാറ്റ ആണ്. ദാറ്റ് ഈസ് ഡയറക്റ്റ് കുറേ കാര്യങ്ങൾ നോക്കും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറ്റും, കുറേയൊക്കെ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ എഴുതാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ഓക്കെ സാർ, ആൻസർ ഒന്ന് കാണിച്ചു കൊടുത്താൽ മക്കളെ നോക്കിക്കേടാ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ആണ്. ഓക്കെ, ഇറ്റ് റെഗുലേറ്റ്സ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി. ബോഡിയുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ GH ഗ്രോത്ത് ഹോർമോൺ ആണ്. അഡ്രിനാൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്നത് അഡ്രിനാലിനാണ്. ഇറ്റ് ഇൻക്രീസസ് ദ ഹാർട്ട് ബീറ്റ്, ഇൻക്രീസ് ദ ബ്രീത്തിങ് റേറ്റ്. ബ്രീത്തിങ് റേറ്റും ഹാർട്ട് ബീറ്റും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് മെക്കാനിസം അറിയാം, റെഗുലേറ്റ് ദ സെക്രീഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് ഹോർമോൺ. നമ്മുടെ ഹോർമോണിന്റെ ക്വാണ്ടിറ്റി, ബ്ലഡിലുള്ള ഹോർമോണിന്റെ ആ ഒരു കണ്ടന്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്ന ഒരു മെക്കാനിസം. എക്സാമ്പിൾ ഇതെടുത്ത് നിങ്ങൾ എക്സാമ്പിൾ കൊടുത്തോ. ഇഫ് ഷുഗർ ലെവൽ ഇൻ ദ ബ്ലഡ് ഇസ് റൈസസ്, ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദി പാൻക്രിയാസ് സെൽസ്. അത് പാൻക്രിയാസ് സെൽസ് അത് കൂടി എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടാകും. കോൺസിക്വന്റ്ലി സോ ഇറ്റ് പ്രൊഡ്യൂസസ് മോർ ഇൻസുലിൻ. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നത്, പാൻക്രിയാസിൽ നിന്ന് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാകും. ആസ് ദി ഷുഗർ ലെവൽ ഫോൾസ് ദ ഇൻസുലിൻ സെക്രീഷൻ ഇസ് റെഡ്യൂസ്ഡ്. അങ്ങനെ ഷുഗർ ലെവൽ നോർമലിലേക്ക് എത്തി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടാകും, അത് പിന്നെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഫീഡ്ബാക്ക് മെക്കാനിസത്തിന് എക്സാമ്പിൾ, ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുന്നത് എഴുതാന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച് ഷുഗറിന്റെ ലെവൽ ബ്ലഡിൽ കൂടുന്നതിന് നമുക്ക് എക്സാമ്പിൾ ആക്കിയിട്ട് ഫീഡ്ബാക്ക് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക കേട്ടോ. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അവിടെ വരണില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഹിയർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം മക്കളെ, ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ അടുത്ത് ഈ ഫിഗർ നോക്കാം, ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുക. പലപ്പോഴും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ ആദ്യം കൊടുത്തിരിക്കുന്ന കഥ ഒരു കഥ മാത്രം ആയിരിക്കാറല്ലേ പതിവ് അല്ലേ? ഒരു വലിയ കഥ കൊടുത്തിട്ടുണ്ടാവും, കഥ വായിക്കാതിരിക്കരുത് കേട്ടോ. കഥ ജസ്റ്റ് നിങ്ങൾ വായിച്ചോ, ഈ കഥ വായിക്കണം എന്നില്ല. സാർ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. സാർ ഒന്ന് മൂവ് ചെയ്ത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഗിവ് ദ ഫുൾ ഫോം ഓഫ് TSH. TSHന്റെ ഫുൾ ഫോം അറിയാവുന്നവരൊന്ന് വേവ് ചെയ്തേ. TSH എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ്. അതിന്റെ ഫുൾ ഫോം അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് ഗ്ലാൻഡിന് സ്റ്റിമുലേഷൻ കൊടുക്കുന്ന ഹോർമോൺ ആണ് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സ്റ്റേറ്റ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് TSH. TSHന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വൈ ഡു TSH ലെവൽ ഇൻ പ്രഗ്നന്റ് വിമൻസ് നീഡ് ടു ബി മോണിറ്റർഡ്. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിൽ ഈ പറഞ്ഞ TSHന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? എ പ്രഗ്നന്റ് വിമൻ ഹാസ് എ TSH ലെവൽ ഓഫ് 8.95. then what care is needed for her. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ആ ലേഡിക്ക് എന്ത് കെയർ ആണ് കൊടുക്കേണ്ടത്? കുറച്ച് എന്താ പറയുക, കോമ്പറ്റൻസി ബേസ്ഡ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്? അത് ഒരു പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ്റെ ഇടയിൽ കുറെ വൃത്തികെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് അതിന് എന്ത് പറയുക, കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം അല്ലേ? ആണെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ഓൾറെഡി ഉള്ള ക്വസ്റ്റ്യൻസിന്റെ അകത്ത് ടൈപ്പിൽ കുറച്ച് ടഫ് വരും. അതാണ് കോമ്പറ്റൻസി ബേസ്ഡ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് നോക്കാം. നിങ്ങൾ സിമ്പിളാണ്, ഇത് സിമ്പിളാണ്. ഓക്കെ, സോ
തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് TSH. It regulates the thyroid gland to produce thyroid hormone or thyroxine. തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന് സ്റ്റിമുലേഷൻ കൊടുക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. ദെൻ ഈ പറയുന്ന നമ്മുടെ പ്രഗ്നന്റ് ലേഡീസിന്റെ കേസിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം, മോണിറ്റർ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ബിക്കോസ് ഹൈ ആൻഡ് ലോ TSH ലെവൽ മേ ഇൻക്രീസസ് ചാൻസ് ഓഫ് മിസ്കാരേജ്. അതായത് ഈ തൈറോക്സിന്റെ കണ്ടന്റ് വരുമ്പോൾ അത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടി അല്ലെങ്കിൽ കുറഞ്ഞു, അപ്പൊ നമ്മുടെ തൈറോക്സിൻ ലെവൽ കൂടിയും കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം വരുന്നത് ആ ക്യാരി ചെയ്യുന്ന മദറിൽ ഒരു മിസ്കാരേജ് വന്നു പോകാൻ, അപ്പോൾ ചിലപ്പോൾ അത് അബോട്ടായി പോകാനുള്ള മിസ്കാരേജ് വന്നു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രഗ്നന്റ് വിമൻസിന്റെ അകത്ത് ഇത് മോണിറ്റർ ചെയ്യണം കൃത്യമായിട്ടെന്നുള്ളത് പറയുന്നതിന്റെ കാരണം കേട്ടോ. ദെൻ ഈ പ്രോപ്പർ മെഡിക്കേഷൻ ഇസ് റിക്വയർഡ്. അത് സിമ്പിളായിട്ട് എഴുതി വെക്കുക. അത്തരത്തിലുള്ള ലേഡീസിന് എന്താണ് നമുക്ക് ഒരു പ്രിവെന്റീവ് മെഷർ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? വേറെ ഒന്നുമില്ല, പ്രോപ്പർ മെഡിക്കേഷൻ കൊടുക്കുക, കറക്റ്റായിട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് നിർത്താനുള്ള മെഡിക്കേഷൻ കൊടുക്കുക. അത് മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, സിമ്പിളാണ്. TSH എന്ന് ഓർത്ത് വെച്ചോ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയ്ഡ് ഗ്ലാൻഡിനും തൈറോക്സിനും ഉണ്ടാവാനായിട്ട് സ്റ്റിമുലേഷൻ കൊടുക്കുന്ന ഹോർമോണാണ് TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഇമ്പൾസസ് ട്രാവൽസ് ഇൻ എ ന്യൂറോൺ ഫ്രം ഒരു ഇലക്ട്രിക് ഇമ്പൾസിന്റെ കറക്റ്റ് പാത്ത് വേ സെലക്ട് ചെയ്തോ, വേഗം സെലക്ട് ചെയ്തോ. 30 സെക്കൻഡ്സ് കേട്ടോ, 30 സെക്കൻഡ്സിൽ വേഗം സെലക്ട് ചെയ്യുക കറക്റ്റ് പാത്ത് വേ. ന്യൂറോണിനകത്തൂടെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കറക്റ്റ് പാത്ത് വേ ഏതാണ്? A ആണോ, B ആണോ, C ആണോ, D ആണോ? ഫിംഗറിൽ 1 2 3 4 ഏതാണെന്ന് കാണിച്ചാൽ മതി. ഫിംഗറിൽ കാണിച്ചാൽ മതി 1 2 3 4 ഏതാണ്? 3 4 3 ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ, ആക്സണൽ എൻഡ്. ഓക്കെ സർ, ആൻസർ കാണിച്ചു കൊടുത്തേ. എല്ലാവരും C പറയുന്നു. സോ ദ റൈറ്റ് ആൻസർ ഇസ് C ആണ്. ഡെൻഡ്രൈറ്റ് വരുന്നു, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൽ എൻഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ സോ ദെൻ മൂവ് ഓൺ. ദെൻ അടുത്തതും വീണ്ടും ഇത് നോക്കിക്കേടാ, കറക്റ്റ് സീക്വൻസ് ഓഫ് ദി കമ്പോണൻസ് ഓഫ് എ റിഫ്ലെക്സ് ആർക്ക്. ഒരു റിഫ്ലെക്സ് ആർക്കിന്റെ കറക്റ്റ് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിൽ ഏതാണെന്ന് ചൂസ് ചെയ്യുക. ABCDയിൽ 1 ആണെങ്കിൽ 1 കാണിക്കുക, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 4. ഏതാണ് വേഗം കണ്ടുപിടിച്ചോ. റിസപ്റ്റർ എല്ലാ റിസപ്റ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, യെസ് പോരട്ടെ. ഏതാണ് സാറേ കാണിക്കുന്നത്? എല്ലാവരും 2 സാറേ ആൻസർ B ആണോ? ഓക്കെ, B ആണോ? 4 4 യെസ് സാർ, 4 കാണിച്ചോ. ഓപ്ഷൻ D, ഫോർത്ത് വൺ, അതാണ് കറക്റ്റ് കേട്ടോ. റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, സ്പൈനൽ കോഡ്, മോട്ടോർ ന്യൂറോൺ, മസിൽസ്. ഈ സ്പൈനൽ കോഡ് വരുന്നതിന്റെ കാരണം സ്പൈനൽ കോഡിനകത്താണോ ഇന്റർ ന്യൂറോൺ അല്ലെങ്കിൽ റിലേ ന്യൂറോൺ ഇരിക്കണേ? ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഇന്റർ ന്യൂറോൺ അല്ലെങ്കിൽ റിലേ ന്യൂറോൺ കണ്ടില്ലെങ്കിൽ അവിടെ സ്പൈനൽ കോഡ് ആയിരിക്കും. ഇവിടെ സെൻസറി ന്യൂറോൺ, ഇവിടെ മോട്ടോർ ന്യൂറോൺ ഉണ്ട്. നടുക്ക് ഈ ഇന്റർ ന്യൂറോൺ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ സ്പൈനൽ കോഡ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് മസിൽ ആയിരിക്കും വരുന്നത്. സോ ദിസ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ആണ്. ദെൻ സർ അടുത്ത ക്വസ്റ്റ്യൻ മൂവ് ചെയ്തോളൂ. ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. സ്പൈനൽ കോഡ് ഒറിജിനേറ്റ്സ് ഫ്രം ഡാഷ്. ABCD, വെരി സിമ്പിൾ. സ്പൈനൽ കോഡ് തുടങ്ങുന്നത് it's from no doubt number 2 medulla is the right answer. Okay, so medulla is the right answer. എല്ലാവരും മെഡുല്ലയാണ് കാണിക്കുന്നത്. ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ കാണിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാർ മൂവ് ചെയ്യാണ്. സാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ കേസ് ബേസ്ഡ് ആണ്. സെക്ഷൻ നോക്കി വെച്ചാൽ ABCD ഓപ്ഷൻസ്. ദെൻ ഫസ്റ്റ് അസേർഷൻ റീസണിംഗ് നമുക്ക് എന്താണ് നോക്കാം. ഓക്കെ സോ മൂവ് ഓൺ. This is the first one. Phototropism is a directional growth movement. Phototropism ഒരു directional growth movement ആണ്. It occurs in the direction of light. Direction of light. അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ. അല്ലേ? അതെ സാർ, ആൻസർ കാണിച്ചു. Both assertion and reason are true, but reason is the correct explanation of assertion. That's the right answer. അപ്പോൾ correct option A ആണ് നമുക്ക് വരുന്നത്. ചൂസ് ചെയ്യുമ്പോൾ തെറ്റിച്ച് കളയരുത് കേട്ടോ. ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ തെറ്റരുത്. Then the next assertion reason നോക്കുക നിങ്ങൾ. Auxins are in the growing tips of the plants. Auxins are in the growing tips of the plants. Auxins concentration is highest at the tip of the root. Assertion correct. Reason തെറ്റാ. യെസ് സാർ, ആൻസർ നോക്കിയട്ടെ. അസേർഷൻ ഇസ് ട്രൂ, റീസൺ ഇസ് ഫോൾസ്. അല്ലേ? റൂട്ടിന്റെ ടിപ്പിലൊന്നും അല്ല ഓക്സിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ അല്ലേ? ഓക്കെ, അപ്പോൾ റീസൺ തെറ്റാണ്, അസേർഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ സോ നെക്സ്റ്റ് മക്കളെ, ഇൻസുലിൻ റെഗുലേറ്റ്സ് ബ്ലഡ് ഷുഗർ ലെവൽ. ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻസുലിൻ ആണെന്ന് പറഞ്ഞു. ഇൻസഫിഷ്യന്റ് സെക്രീഷൻ ഓഫ് ഇൻസുലിൻ വിൽ കോസസ് ഡയബറ്റിസ്. കറക്റ്റ് ആണോ? ഇൻസഫിഷ്യന്റ് സെക്രീഷൻ ഓഫ് ഇൻസുലിൻ കോസസ് ഡയബറ്റിസ്. ഇൻസുലിൻ ആണ് ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സാർ ആൻസർ നോക്കിക്കോ മക്കളെ. ആൻസറിലേക്ക് നോക്കുക. അസേർഷനും റീസണും കറക്റ്റ് ആണ്. ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് റീസൺ വന്നിട്ടുള്ളത് കേട്ടോ. സിമ്പിൾ, വെരി സിമ്പിൾ. ആൻഡ് ദ നെക്സ്റ്റ്, ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്. കടക്കാം നമുക്ക് ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസിലേക്ക്. ഒരു കുഞ്ഞു ഹെഡിങ് കൊടുത്തു, ഒരു ചെറിയ ഹെഡിങ് കൊടുത്തോളൂ. ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്. ഓക്കെ, ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്. നമ്മളിപ്പോൾ എത്ര ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു? 3ാമത്തെ ചാപ്റ്ററിലേക്ക് കടന്നു. ദെൻ ഒരു ബാക്കി ലാസ്റ്റ് 2 ചാപ്റ്റർ ചെറുതല്ലേ? വളരെ ചെറിയ ചാപ്റ്റർ അല്ലേ? ചെറിയ ചാപ്റ്റർ ആണ്. ഓക്കെ സാറേ, മൂവ് ചെയ്തോളൂ.
Okay, name the unicellular organism which reproduces by multiple fission. Multiple fission വഴി ആരാ ഒരേ ഒരാളെ നമുക്ക് പഠിക്കാനുള്ളൂ, ദാറ്റ് ഇസ് പ്ലാസ്മോഡിയം. ഒരേ ഒരാളെ മൾട്ടിപ്പിൾ ഫിഷൻ പഠിക്കാനുള്ളൂ. നിങ്ങളുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കൂടാതെ നമ്മുടെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷന്റെ സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ദെൻ സർ അടുത്ത നോക്കിക്കേ, സ്പൈറോഗൈറ പ്ലനേറിയ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ടു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ബൈ റീജനറേഷൻ ആൻഡ് വൈ? റീജനറേഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാനേറിയ ആണോ സ്പൈറോഗൈറ ആണോ? ഗിവ് എൻ എക്സാമ്പിൾ ഫോർ അനദർ ഓർഗാനിസം വിച്ച് ക്യാൻ ഓൾസോ റീപ്രൊഡ്യൂസ് ബൈ ദ സെയിം പ്രോസസ്. ഇതേ പ്രോസസ്സിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓർഗാനിസം. ഇതിൽ സ്പൈറോഗൈറ ആണെന്നുള്ളൊരു വേവ് ചെയ്തേ. റീജനറേഷൻ സ്പൈറോഗൈറ ആണെന്നുള്ളവരൊന്ന് വേവ് ചെയ്തേ. റീജനറേഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് ടാറ്റയെ കണ്ടല്ലോ. എടാ പ്ലനേറിയ ആണെന്നുള്ളത് വേവ് ചെയ്തേ. പ്ലനേറിയ ഇസ് റൈറ്റ് ആൻസർ. ഇനി പ്ലനേറിയ പോലെ തന്നെ അടുത്ത ഒരാൾ ആരാ? യെസ് സാർ, ആൻസർ കാണിച്ചോളൂ. ഹൈഡ്രയിലും ഇല്ലേ റീജനറേഷൻ? അപ്പൊ പ്ലനേറിയ ആണ് മെയിൻ ആയിട്ട് റീജനറേഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആള്. അത് കൂടാതെ ഒരു എക്സാമ്പിളോട് ചോദിച്ചിട്ടില്ലേ നമ്മളോട്? അപ്പോ ഹൈഡ്ര എഴുതണം കേട്ടോ. പ്ലനേറിയയും ഹൈഡ്രയും എന്താണ്? പ്രൈമറി ഇമ്പോർട്ടൻസ് എപ്പോഴും പ്ലനേറിയക്ക് കൊടുക്കുക, അതിനുശേഷം ഹൈഡ്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ദെൻ സാർ മൂവ് ചെയ്തോളൂ. യെസ്, പ്ലാസന്റ റീസൺ പറയാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലാസന്റ ഇസ് എക്സ്ട്രീംലി എസെൻഷ്യൽ ഫോർ ഫീറ്റൽ ഡെവലപ്മെന്റ്. ഫീറ്റസിന്റെ ഡെവലപ്മെന്റ് വേണ്ടി പ്ലാസന്റ എസെൻഷ്യൽ ആണെന്ന് പറയുന്നു. യൂട്രൈൻ ലൈനിങ് ബിക്കം തിക്ക് ആൻഡ് സ്പോഞ്ചി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ യൂട്രസിന്റെ വോള് സ്പോഞ്ചിയും അതുപോലെ തന്നെ നല്ല എന്താ പറയാ ലൈക്ക് തിക്കും നല്ല കട്ടിയുള്ള സ്ട്രക്ചർ ആയിട്ട് മാറും. റീസൺ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം സാർ, ആൻസർ ഡിസ്പ്ലേ ചെയ്ത് മക്കൾ ഇത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോ കേട്ടോ. പ്ലാസന്റ ഇസ് എക്സ്ട്രീംലി എസെൻഷ്യൽ ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയാം, ഓക്സിജൻ ടു ദ ഗ്രോയിങ് എംബ്രിയോ. വളരുന്ന എംബ്രിയോക്ക് കുട്ടിക്ക് ന്യൂട്രിയൻസും ഓക്സിജനും അതുപോലെ ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ പ്ലാസന്റയാണ്. ദെൻ റിമൂവ് വേസ്റ്റ് ജനറേറ്റഡ് ബൈ ദ എംബ്രിയോ. എംബ്രിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് കളയുന്നത് ഇവർക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പ്ലാസന്റയാണ്. അപ്പൊ ആദ്യ റീസൺ അത് പറയണം. അടുത്തത് യൂട്രസിന്റെ ലൈനിങ് എന്തിനാ കട്ടിയാവുന്നത്, സ്പോഞ്ചി ആവുന്നത്? യൂട്രൈൻ ലൈനിങ് ബിക്കം തിക്ക് ആൻഡ് സ്പോഞ്ചി വിച്ച് ഇസ് റിക്വയർഡ് ടു പ്രൊവൈഡ് നറിഷ്മെന്റ് ടു ദ ഫെർട്ടിലൈസ്ഡ് എഗ്. അതായത് എംബ്രിയോക്ക് യൂട്രസിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കണമെങ്കിൽ ആ യൂട്രസിന്റെ വാള് തിക്കായിരിക്കണം, സ്പോഞ്ചി ആയിരിക്കണം. ദാറ്റ്സ് എ റീസൺ വൈ. അതാണ് കാരണം എന്ത് ഈ പറയുന്ന യൂട്രസ് വാള് കട്ടി തിക്കായിട്ട് ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ തിക്ക് ആൻഡ് സ്പോഞ്ചി ആവാനുള്ള റീസൺ. സെറ്റ് ആണെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാർ കിടക്കുവാണ്. പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, പേടിക്കണ്ട. പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കോളൂടാ. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും മനസ്സിൽ കിടന്നോളൂ ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ളത് കേട്ടോ. നെയിം ദ റീപ്രൊഡക്റ്റീവ് ആൻഡ് നോൺ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ബ്രെഡ് മൗൾഡ്. റൈസോപ്പസ് അല്ലേ ബ്രെഡ് മൗൾഡ്? അതിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടും നോൺ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഏതാണെന്ന് എഴുതുക. ലിസ്റ്റ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് ദി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസ് എഴുതാനൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആൻസർ നോക്കിക്കേ. ഇത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോ. റീപ്രൊഡക്റ്റീവ് പാർട്ട് ബ്രെഡ് മോൾഡിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ പേര് സ്പൊറാഞ്ചിയ. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. സ്പൊറാഞ്ചിയ അല്ലെങ്കിൽ സ്പോർ ആണ് റീപ്രൊഡക്റ്റീവ് പാർട്ട്. നോൺ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ പാർട്ട് പേരിലൂടെ എഴുതി വെച്ചോ. ഹൈഫെ, HYPHAE, ഹൈഫെ കേട്ടിട്ടുള്ളതല്ലേ നമ്മൾ ക്ലാസ്സിൽ? ഹൈഫെ ആണ് നോൺ റീപ്രൊഡക്റ്റീവ് പാർട്ട്. റീപ്രൊഡക്റ്റീവ് പാർട്ട് സ്പൊറാഞ്ചിയ അല്ലെങ്കിൽ സ്പോർ കേട്ടോ. ഓക്കെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ ആ ഒരു പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്തെടുത്തോ മക്കളെ. 3 പോയിന്റ്സ് ഉണ്ട്. Plants raised by vegetative propagation can bear flowers and fruits much earlier than those produced from seeds. Seeds നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നതിനും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ പ്ലാന്റ്സ് ദാറ്റ് ഹാവ് ലോസ് ദ കപ്പാസിറ്റി ടു റീപ്രൊഡ്യൂസ് സീഡ്സ്. അതായത് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത പ്ലാന്റ്സിന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മെത്തേഡാണ്. ദെൻ തേർഡ് വൺ പറയുന്നത് ഓൾ പ്ലാന്റ്സ് ഫോംഡ് ബൈ ദിസ് മെത്തേഡ് ആർ ജനറ്റിക്കലി സിമിലർ ടു ദ പാരന്റ് പ്ലാന്റ് ആൻഡ് ഹാവ് ഓൾ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. പാരന്റ് പ്ലാന്റ്സിന്റെ എല്ലാ ക്വാളിറ്റീസും നമുക്ക് ഈ പറയുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ ഉണ്ടാക്കുന്ന പ്ലാന്റ്സിന് ഉണ്ടാവും. സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിച്ച്. 3 പോയിന്റ് ആണ്. കണ്ടന്റ് മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് യുവർ ഓൺ സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതിയാലും നോ പ്രോബ്ലം. അവിടെ ആരും നിങ്ങളുടെ മാർക്ക് കട്ട് ചെയ്ത് കളയാൻ പോകുന്നില്ല. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. നെയിം ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എൻ ആൻജിയോസ്പം. ഒരു ആൻജിയോസ്പം ഫ്ലവറിംഗ് പ്ലാന്റിനെയാണ് ആൻജിയോസ്പം എന്ന് പറയുന്നത്. അതിനകത്ത് റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? വേർ ആർ ദീസ് പാർട്സ് ലൊക്കേറ്റഡ്? എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ഇറ്റ്സ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ആൻസർ നോക്കിക്കേ മക്കളെ.
ഒരു പൂവിന്റെ അകത്തെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഒന്ന് സ്റ്റേമനും 2 പിസ്റ്റിൽ ഓർ കാർപ്പൽ. അറിയാവുന്ന ഒരു വേവ് ചെയ്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് സ്റ്റേമൻ ആണെന്നും ഫീമെയിലിന്റെ നമുക്ക് പിസ്റ്റിൽ എന്നും വിളിക്കാം അല്ലെങ്കിൽ കാർപ്പൽ എന്നും വിളിക്കാം. ഇത് രണ്ടുമാണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇത് എവിടെയാ ലൊക്കേറ്റ് ചെയ്യുന്നത്? വിത്തിൻ എ ഫ്ലവർ അല്ലെ, ഒരു ഫ്ലവറിന്റെ അകത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അതിനകത്ത് സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് ആന്തർ ആൻഡ് ഫിലമെന്റ്. ആന്തറും നീണ്ട ഫിലമെന്റും കൂടെ ചേരുമ്പോഴല്ലേ സ്റ്റേമൻ ഉണ്ടാകുന്നത്. അത് വേണം എക്സ്പ്ലനേഷനകത്ത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനകത്ത് നമുക്ക് സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി കൂടി ചേരുമ്പോഴല്ലേ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ ഉണ്ടാകുന്നത്. ടോപ്പിൽ സ്റ്റിഗ്മ, നടുവിൽ സ്ലെൻഡർ ആയിട്ടുള്ള സ്റ്റൈല്, അടിയിൽ സ്വലൻ ഓവറി. അപ്പൊ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി പിസ്റ്റിലിന്റെ, ദെൻ നമ്മുടെ സ്റ്റേമന്റെ ആന്തറും ഫിലമെന്റ് കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. വാട്ട് ഈസ് പോളിനേഷൻ? ഇത് ഉറപ്പാണ് കേട്ടോ. പോളിനേഷൻ ബേസ് ചെയ്തിട്ട് സാധാരണ റീപ്രൊഡക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. വാട്ട് ഈസ് പോളിനേഷൻ? നെയിം എനി 2 ഏജന്റ്സ് ഓഫ് പോളിനേഷൻ. ഹൗ ഡസ് ദ പോളിനേഷൻ ലീഡ്സ് ടു ഫെർട്ടിലൈസേഷൻ? എന്താണ് പോളിനേഷൻ? പോളിനേഷൻ നടത്തുന്ന ഒരാളുടെ എക്സാമ്പിൾ പറയാ. പോളിനേഷൻ എങ്ങനെ ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു? എളുപ്പമായിട്ട് തോന്നിയൊരു ഡാറ്റ കാണിച്ച്. പോളിനേഷൻ എളുപ്പം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ സിമ്പിൾ ആ. ദിസ് ഇസ് ദ ആൻസർ. നോക്കുക മക്കള്, പോളിനേഷൻ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് സ്റ്റേമനിൽ നിന്ന് ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വന്നിട്ട് സ്റ്റിഗ്മയിലേക്ക് വീഴുന്ന പ്രോസസ് ആണ് നമ്മുടെ പോളിനേഷൻ. ഇനി പോളിനേഷൻ നടത്തുന്ന ഏജന്റുകൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? ബേർഡ്സിനെ പറയാം, ഇൻസെക്റ്റിനെ പറയാം, വാട്ടർ പറയാം, വിൻഡ് പറയാം, അനിമൽസ് പറയാം. ഇതിൽ ആരെങ്കിലും ഒരാളുടെ പേര് എഴുതി വെച്ചാൽ മതി. ഇനി പോളിനേഷൻ എങ്ങനെ ഫെർട്ടിലൈസേഷനിലേക്ക് വരുന്നു? ആഫ്റ്റർ ദ പോളൻ ലാൻഡ് ഓൺ ദി സ്റ്റിഗ്മ. സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് വീഴുന്നു. പോളൻ ട്യൂബ് ഗ്രോ, പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നു. ദെൻ ഇറ്റ് റീച്ചസ് ദി ഓവറി. അത് താഴേക്ക് വന്ന് ഓവറിയിലേക്ക് എത്തുന്നു. വേർ മെയിൽ ജേം സെൽസ് ഇസ് പ്രസന്റ് ടു ഫോം സൈഗോട്ട്. മെയിൽ ജേം സെല്ല് ഫീമെയിൽ സെല്ലുമായിട്ട് കൂടിച്ചേർന്ന്, അതായത് നമ്മുടെ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റോടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നു. ഇതാണ് ഫെർട്ടിലൈസേഷൻ. എനിക്ക് ടാറ്റ കാണിച്ച് ഇതല്ലേ ഫെർട്ടിലൈസേഷൻ. സോ ആ പ്രോസസ്സ് സ്റ്റിഗ്മയുടെ സർഫസിൽ നിന്ന് പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടായി ഫെർട്ടിലൈസേഷൻ നടക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പറയണം. ആൻഡ് ദെൻ സാർ നെക്സ്റ്റ് അടുത്തത് നോക്കിക്കുക മക്കളെ. ഏതാടാ? വാട്ട് ഹാപ്പൻ വെൻ പ്ലാനേറിയ ഗെറ്റ്സ് കട്ട് ഇൻ ടു 2 പീസസ്. പ്ലാനേറിയ 2 പീസായി കഴിഞ്ഞാൽ എന്ത് പറ്റും? രണ്ടും 2 ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യൂലേ? അത് നമുക്ക് അറിയാവുന്നതല്ലേ. പ്ലാനേറിയ റീജനറേഷൻ ആണ്. മുറിഞ്ഞ് 2 പീസായി അത് 2 എണ്ണമായിട്ട് മാറും, പുതിയ 2 ഓർഗാനിസം ആകും. മെച്യൂർ സ്പൈറോഗൈറ ഫിലമെന്റ് അറ്റൈൻസ് കൺസിഡറബിൾ ലെങ്ത്. ഒരു മെച്ചർ ആയിട്ടുള്ള സ്പൈറോഗൈറയുടെ ഫിലമെന്റ് ഒരു ലെങ്ത്, ഭയങ്കര ഒരു ലെങ്ത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻ? എന്ത് പറ്റും? ലെങ്ത് കൂടി കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആകും. ആ ഫ്രാഗ്മെന്റ്സ് ഡെവലപ്പ് ചെയ്ത് പുതിയ സ്പൈറോഗൈറാസ് ഉണ്ടാകും. ഓൺ മെച്ചുറേഷൻ സ്പൊറാഞ്ചിയ ബേസ്റ്റ്. മെച്ചുർ ആയി കഴിയുമ്പോൾ റൈസോപ്പസിന്റെ സ്പൊറാഞ്ചിയ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? സാർ ആൻസർ ഒന്ന് കാണിച്ചോ. ആ ലാസ്റ്റ് വൺ നോക്കിക്കേടാ. സ്പൊറാഞ്ചിയ പൊട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് റിലീസസ് എ സ്പോർട്സ് വിച്ച് ജെർമിനേറ്റ് ഇൻടു ന്യൂ മൈസീലിയം ആൻഡ് മോയിസ്റ്റ് കണ്ടീഷൻ. കണ്ടോ? മൈസീലിയം, പുതിയ മൈസീലിയം ഉണ്ടാവും കേട്ടോ. സ്പൊറാഞ്ചിയ പൊട്ടി സ്പോർ പുറത്ത് വന്നു, അതിൽ നിന്ന് പുതിയ റൈസോപ്പസ് ഉണ്ടാവും. സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിച്ചോ കേട്ടോ. സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിച്ചോളൂ. വളരെ സിമ്പിൾ സാധനമാണ് കേട്ടോ. 3 റീസൺ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സാധാരണ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് 3 കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നമ്മുടെ ഞാൻ പറഞ്ഞില്ല അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. എല്ലാ തവണയും ചോദിക്കുന്നതാണ്. അസെക്ഷലിന്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ദെൻ സാറേ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു മക്കളെ. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ബഡ്ഡിംഗ്. ബഡ്ഡിംഗ് എന്താണെന്ന് അറിയാവുന്ന ഒരു ഡാറ്റ കാണിച്ച്. നമ്മുടെ ഹൈഡ്രയുടെ ബോഡിയിൽ നിന്ന് ഒരു ഔട്ട് ഗ്രോത്ത് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് വരുന്നു. അത് മെച്യൂർ ആയി കഴിയുമ്പോൾ പാരന്റിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഡിറ്റാച്ച് ചെയ്ത് മാറി പുതിയൊരു ഹൈഡ്ര ആയിട്ട് മാറുന്നു. അതാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ബഡ്ഡിങ്ങിന്റെ സീക്വൻസ് ഡയഗ്രാം വരച്ച് കാണിക്കാൻ പറഞ്ഞു. ഇത് വരച്ചു വെച്ചാൽ മതി. ഓക്കെ സോ ഇതൊന്ന് കാണിച്ചു കൊടുത്തോളൂ മക്കൾ. ഈ ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. ബഡ്ഡിംഗ് എന്താണെന്ന് എഴുതി വെക്കുക. ഹൈഡ്ര എക്സാമ്പിൾ ആണെന്ന് പറയാം. എന്നിട്ട് ഈ ഫിഗർ വരയ്ക്കാന്നുണ്ടെങ്കിൽ മാത്രം തമ്പ് കാണിച്ച്. വളരെ സിമ്പിൾ ആണ് കേട്ടോ, വളരെ സിമ്പിളാ. അതുപോലെ അമീബേല ബൈനറി ഫിഷനും ഒന്ന് വരയ്ക്കാൻ പഠിച്ചു വെച്ചോ കേട്ടോ. അമീബേല ബൈനറി ഫിഷൻ, പ്ലാനേറിയയുടെ അകത്തുള്ള റീജനറേഷൻ, ഹൈഡ്രയുടെ ബഡ്ഡിംഗ്, ഇതിൽ ഏതെങ്കിലും ഒന്നേ വരയ്ക്കാൻ ചോദിക്കോളൂ ഈ സെക്ഷനിൽ നിന്ന് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ദെൻ മൂവ് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റീജനറേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. കണ്ട, ഞാൻ പറഞ്ഞില്ലേ റീജനറേഷൻ ഒരു ഡയഗ്രത്തോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ സാർ ആൻസർ കാണിച്ച മക്കളെ ഈ ഡയഗ്രാം ആണ് നിങ്ങളോട് കൊണ്ടുവരേണ്ടത് കേട്ടോ. ഒരു ഇൻഡിവിജ്വൽ കട്ടായി എത്ര പീസ് ആയിട്ടുണ്ടോ ആ അത്രയും പീസസുകൾ എന്തായിട്ട് മാറും? പുതിയ ഒരു ഓർഗാനിസം ആയിട്ട് മാറും. സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ആണ്, നോ പ്രോബ്ലം. ഓക്കെ സോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. കേസ് ബേസ്ഡാ. കേസോടെ കിടന്നോട്ടെ. എ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കേ. State the name of the organism in which the binary fission takes place in definite orientation. Also name the disease caused by this organism. നമ്മുടെ ബൈനറി ഫിഷൻ നമ്മൾ അമീബയിൽ പഠിച്ചു. ഇത് കൂടാതെ ഒരു എന്താ പറയാ ഡെഫിനിറ്റ് ഓറിയന്റേഷനിൽ മാത്രം ബൈനറി ഫിഷൻ നടക്കുന്ന ഒരു ഓർഗാനിസം വേറെ അഡീഷണൽ പഠിക്കാനില്ലേ? ഇല്ലേ? ആ ഓർഗാനിസത്തിന്റെ പേരും ആ ഓർഗാനിസം ഉണ്ടാക്കുന്ന ഒരു ഡിസീസും നമ്മൾ പഠിക്കണം. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സാർ അടുത്ത ക്വസ്റ്റ്യനോ?
ഇതിന്റെ അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിസ്റ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്സ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി പ്ലാന്റ്സ് ഉണ്ടാകുന്നതിന്റെ ഏതെങ്കിലും അഡ്വാൻറ്റേജസ് എഴുതാൻ പറഞ്ഞു. ദെൻ ഹൈഡ്രേല ബഡ്ഡിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ സ്പൈറോഗൈറ ഫിലമെന്റ് മെച്ചുറായി കഴിയുമ്പോൾ എന്ത് പറ്റും? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, പുതിയ പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു. റൈസോപ്പസിന്റെ സ്പൊറാഞ്ചിയ ബേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്പോർ പുറത്തു വരുന്നു, പുതിയ മൈസീലി ഉണ്ടാവുന്നു. ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ സാറിന് കാണിച്ചോട്ടോ. ഇത് ഒന്ന് മക്കൾ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോ. ലെയ്ഷ്മാനിയ ആണ്. ഡെഫിനിറ്റ് ഓറിയന്റേഷനിൽ മാത്രം ബൈനറി ഫിഷൻ നടത്തുന്നത് ലെയ്ഷ്മാനിയ ആണ്. ലെയ്ഷ്മാനിയ വരുത്തുന്ന ഡിസീസിന്റെ പേരൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോ കേട്ടോ. കാല അസാർ. ഓക്കെ, കാല അസാർ എന്ന് പറയുന്ന ഡിസീസ് ആണ് ലെയ്ഷ്മാനിയ വരുത്തുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എക്സാമിന് ചോദിച്ചിരിക്കുന്നതാണ്. കാല അസർ എന്ന് പറയുന്ന ഡിസീസ് ആണ് ലെയ്ഷ്മാനിയ വരുത്തുന്നത്. ബാക്കി മൂന്നും നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ അഡ്വാൻറ്റേജ് ഏതെങ്കിലും 2 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. സ്പൈറോഗൈറ ഫിലമെന്റ് ബ്രേക്ക് ആയിട്ട് ഫ്രാഗ്മെന്റുകളായിട്ട് മുറിയുന്നു. നിങ്ങൾക്ക് സ്വന്തം സെന്റൻസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഇല്ല ഈ ആൻസറുകൾ. സ്പൈറോഗൈറയ്ക്ക് എന്ത് പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ലെയ്ഷ്മാനിയക്ക് മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, അതുപോലെ പ്ലാനേറിയ മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും. വെരി സിമ്പിൾ. നിങ്ങളുടെ സ്വന്തം സെന്റൻസിൽ എഴുതിക്കോ. അപ്പൊ നിങ്ങളുടെ മറ്റേ ഇടക്കിടക്ക് ചില പബ്ലിഷിംഗിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ, ബെസ്റ്റ് സ്റ്റുഡൻസിന്റെ എന്ന് പറഞ്ഞിട്ട് ടോപ്പേഴ്സിന്റെ പേപ്പറിൽ നിന്ന് അവർ എഴുതിയ ആൻസർ, അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ആൻസറുകളല്ല, സ്വന്തം സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ആൻസറുകളാണ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാറ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്വന്തം സെന്റൻസ് എഴുതാം, ശരിയായാൽ മതി കറക്റ്റ് ആയിട്ട് ആൻസർ. ദെൻ സർ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. സജസ്റ്റ് എനി 2 കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ടു കൺട്രോൾ ദ സൈസ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദം. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കോൺട്രാസെപ്റ്റീവ് മെത്തേഡിന്റെ പേര് എഴുതാം. പഠിച്ചിട്ടില്ലേ നമ്മൾ? ഏതെങ്കിലും എണ്ണം എഴുതിയാൽ മതി. ഇന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്യണില്ല. അത് ഇത് നോക്കിക്ക്, ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ഏതൊക്കെ നിങ്ങൾക്ക് എഴുതാം? ബാരിയർ മെത്തേഡ് എഴുതാം. ബാരിയർ മെത്തേഡിൽ പ്രിവെന്റ്സ് ദ മീറ്റിംഗ് ഓഫ് സ്പേം വിത്ത് ഓവം. ഓവം സ്പേമോ ആയിട്ട് മീറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് ബാരിയർ മെത്തേഡ് എഴുതാം. ബാരിയർ മെത്തേഡിൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം? കോണ്ടംസ് പറഞ്ഞൂടെ? കോണ്ടംസും ഡയഫ്രംസും കാര്യങ്ങളൊക്കെ നമുക്ക് ബാരിയർ മെത്തേഡിൽ പറയാം. ദെൻ ഓറൽ പിൽസ്, അതുപോലെ കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ചേഞ്ചസ് ദ ഹോർമോണൽ ബാലൻസ് ഇൻ ഫീമെയിൽസ്, ഓർ എഗ്സ് ആർ നോട്ട് റിലീസ്ഡ്. ഫീമെയിൽസിന്റെ ബോഡിയുടെ അകത്ത് ഹോർമോണൽ ബാലൻസിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എന്താ പറയുക, അത് കൃത്യമായിട്ട് നടക്കാത്ത രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് എഗ്ഗിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. അതാണ് നമുക്ക് ഓറൽ പിൽസും കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയാൻ പറ്റുന്നത്. കോപ്പർട്ടി അല്ലെങ്കിൽ ലിപ്പസ് ലൂപ്പ് അല്ലെ, യൂട്രസിനകത്തേക്കൊക്കെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് നിന്ന് വരുന്ന കോപ്പർ അയോൺസ് ഒക്കെ റിലീസ് ആകുന്നു, പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യും. ദാറ്റ് മീൻസ് അകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സ്പേമിന്റെ മോട്ടിലിറ്റി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിട്ട് സ്പേമിനെ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നതാണ് നമ്മുടെ ഈ കോപ്പർട്ടി ഒക്കെ ഫംഗ്ഷൻസ്. സർജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ട്യൂബക്ടമി എന്ന് പറയാം. ഫാലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്തിട്ട് കെട്ടിവെക്കുകയാണ്. മെയിൽസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വാസക്ടമി ആണ്. വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നു, ടൈ ചെയ്ത് വെക്കുന്നു. സെറ്റ് ആണെങ്കിൽ ടാറ്റ ആണ് ചേട്ടാ. അപ്പൊ ഈ വാസക്ടമി ട്യൂബക്ടമി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട സർജിക്കൽ മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. മെയിൽസ് ആൻഡ് ഫീമെയിൽസിൽ ഏതാണ് റെസ്പെക്റ്റീവ്ലി വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കാം മക്കള്. നെക്സ്റ്റ് മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് പ്ലാസന്റ, ഫാലോപ്പിയൻ ട്യൂബ്, യൂട്രസ് ആൻഡ് ഓവറി. ഓക്കെ, ഇതിന്റെ ഒക്കെ തന്നെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. നിങ്ങളുടെ മെറ്റീരിയലിൽ ഓരോ സെന്റൻസ് വീതം കൊടുത്തിട്ടില്ലേ സാർ? ഓരോന്നിനും ഓരോ സെന്റൻസ് കൊടുത്തിട്ടില്ല. അതാണ് അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കിയേക്കാം സാർ. ആൻസർ ഡിസ്പ്ലേ ചെയ്തോളൂ. പ്ലാസന്റ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്ലൂക്കോസ്, ഓക്സിജൻ ഫ്രം ദി മദർ ആൻഡ് എംബ്രിയോ, മദർ ടു ദി എംബ്രിയോ ആൻഡ് റിമൂവൽ ഓഫ് ദി വേസ്റ്റ് ഫ്രം ദി എംബ്രിയോ. ഓക്കെ, എംബ്രിയോയുടെ ബോഡിയുടെ അകത്തേക്ക് ഓക്സിജൻ കൊടുക്കുന്നു, ന്യൂട്രിയൻസ് കൊടുക്കുന്നു, അതുപോലെ എംബ്രിയോയുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറത്തേക്ക് റിമൂവ് ചെയ്ത് കളയുന്നു. ദെൻ എഗ് ഈസ് ക്യാരിഡ് ഫ്രം ദി ഓവറി ടു യൂട്രസ്. അതായത് നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബ് ആണ് നമ്മുടെ യൂട്രസിനകത്തേക്ക്, ഓവറിയിൽ ഉണ്ടാകുന്ന എഗ്ഗിനെ യൂട്രസിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് ഫാലോപ്പിയൻ ട്യൂബ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ആൻഡ് ഇംപ്ലാന്റേഷൻ. യൂട്രസിന്റെ ഫംഗ്ഷൻ എവിടെയാണ്? ഇംപ്ലാന്റേഷൻ. എംബ്രിയോ വന്നിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നത് യൂട്രസിന്റെ വാളിലല്ലേ? അപ്പൊ യൂട്രസിനകത്ത് ഇംപ്ലാന്റേഷൻ ആണ് പറയേണ്ടത്. പ്രൊഡക്ഷൻ ഓഫ് ഫീമെയിൽ ഗാമെറ്റ്സ് ഓർ ഓവം. ഓവറിയുടെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ഓവം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഫീമെയിൽ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെക്സ് ഹോർമോൺ, ഫീമെയിൽ സെക്സ് ഹോർമോൺസും ഓവറിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻസ് കൃത്യമായിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫിഗർ വരയ്ക്കണം. നോട്ട് ചെയ്ത് വെച്ചോ. ഫിഗർ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ദെൻ സർ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. നോക്കുക നിങ്ങൾ. നെയിം ദ സ്ട്രക്ചർ ഇൻ ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ദാറ്റ് ഡെലിവേഴ്സ് ദ സ്പേം ഫ്രം ദി ടെസ്റ്റസ് ടു ദി യൂറീത്ര. സോറി, മെയിൽ ആണ് കേട്ടോ. ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് ടെസ്റ്റിസിൽ നിന്ന് സ്പേമിനെ യുറീത്രയിലേക്ക് എത്തിക്കുന്ന സ്ട്രക്ചറിന്റെ പേര് അറിയാവുന്നവരൊന്ന് വേവ് ചെയ്തേ. വാസ് ഡിഫറൻസ് ആണോ? വാസ് ഡിഫറൻസ് ആണെങ്കിൽ തമ്പ് കാണിക്കാം. അല്ല, ടെസ്റ്റിസിൽ നിന്ന് യുറീത്രയിലേക്ക് ഈ സ്പേം കൊണ്ടുവരുന്നത് വാസ് ഡിഫറൻസ് അല്ല. ഓക്കെ, ദെൻ name the structure in human female reproductive system which delivers the egg from the ovary to the uterus. ഓവറിയിൽ നിന്ന് എഗ്ഗിനെ യൂട്രസിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ആദ്യത്തേത് നോ ഡൗട്ട് ഇറ്റ് ഈസ് യെസ് വാസ് ഡിഫറൻസ് ആണ് കേട്ടോ മക്കളെ.
എടാ ടെസ്റ്റിസിൽ നിന്ന് സ്പേമിനെ കൊണ്ടുവന്ന് യൂറീത്രയിൽ എത്തിക്കുന്നത് വാസ്റ്റ് ഡിഫറൻസ് ആണ്. ഫീമെയിൽസിൽ ഫാലോപ്പിയൻ ട്യൂബ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ആളല്ലേ കൊണ്ടുപോകുന്നത്. ഈ ഓവറിയിൽ ഉണ്ടാവുന്ന എഗ്ഗിനെ നേരെ കൊണ്ടുപോയിട്ട് യൂട്രസിലേക്ക് എത്തിക്കുന്ന ഫാലോപ്പിയൻ ട്യൂബ് ആണ്. വിട്ട് കളയരുത്, മറന്നു പോകരുത് കേട്ടോ. ആൻഡ് ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദി എംബ്രിയോ ഗെറ്റ് നറിഷ്മെന്റ് ഇൻസൈഡ് ദ മദർ ബോഡി? അതായത് മദറിന്റെ ബോഡിയുടെ അകത്ത് വെച്ചിട്ട് എംബ്രിയോക്ക് എങ്ങനെയാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ നറിഷ്മെന്റ് കിട്ടുന്നത്? നേരത്തെ നമ്മൾ പ്ലാസന്റ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു നറിഷ്മെന്റ് എന്ന് പറഞ്ഞിരുന്നോ? പ്ലാസന്റയാണ് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നത് പറഞ്ഞില്ല. അപ്പൊ ആ പ്ലാസന്റ് ഇവിടെ വരണം. സാർ ആൻസർ കാണിച്ചു കൊടുത്തേ മക്കളെ. പ്ലാസന്റയുടെ കാര്യം ഇവിടെ വരണം, മസ്റ്റ് ആയിട്ടും വരണം കേട്ടോ. പ്ലാസന്റയാണ് സപ്പോർട്ട് ചെയ്ത്. പ്ലാസന്റയുടെ കാര്യങ്ങൾ ഒന്നും പറയണം. പ്ലാസന്റ എന്ന് പറയുന്ന ഡിസ്ക് ഷേപ്പ് സ്ട്രക്ചർ ആണ്. യൂട്രസിന്റെ വാളിൽ പറ്റി പിടിച്ചിരിക്കുന്ന എംബ്രിയോനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ വില്ലൈ എന്ന് പറയുന്ന ചെറിയ സ്ട്രക്ചേഴ്സ് ആണ് ഇതിനവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ദെൻ ഈ പ്ലാസന്റയാണ് കുട്ടിക്ക് ഗ്ലൂക്കോസ്, ഓക്സിജൻ സപ്ലൈ ഒക്കെ കൊടുക്കുന്നത്. അഡീഷണൽ ആയിട്ട് എംബ്രിയോയുടെ ബോഡിയിൽ ഉണ്ടാവുന്ന വേസ്റ്റിനെ പുറത്തേക്ക് റിമൂവ് ചെയ്ത് കളയുന്നതും പ്ലാസന്റയാന്ന് എഴുതാം. ഒരു സെന്റൻസ് അഡീഷണൽ എഴുതുന്നവർക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒരു സെന്റൻസ് അഡീഷണൽ എഴുതിയാൽ അത്രയും ഞാൻ പറഞ്ഞില്ല, ഇടക്കിടക്ക് ഒരു പ്ലസ് പോയിന്റ് കയറും. പ്ലസ് 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 എന്ന് പറഞ്ഞ് അഡീഷണൽ പോയിന്റുകൾ എഴുതിയിരുന്ന സമയം വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. പോയിന്റ്സ് വന്നിട്ടുണ്ടാവണം, എന്നിട്ട് ഒരു 1-2 അഡീഷണൽ പോയിന്റ് എഴുതുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ പ്ലാസന്റ കഴിഞ്ഞിട്ട് വരുന്നത്, നെയിം എനി 2 സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, STDs. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിച്ചിട്ടുള്ള 2 സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന്റെ പേര് എഴുതുക. ഹൗ ഡു ദീസ് ഇൻഫെക്ഷൻ ഡിസീസസ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആൻഡ് ഗിവ് 2 സിംപ്റ്റംസ് ഓഫ് ദി STDs. അതായത് ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒരാളിൽ നിന്നിട്ട് അടുത്ത ആളിലേക്ക് എങ്ങനെ വരാം അറിയാൻ പാടില്ലേ? അറിയാം. ഇനി അതിന്റെ ഏതെങ്കിലും 2 സിംപ്റ്റംസ് പറഞ്ഞാൽ മതി. 2 സിംപ്റ്റംസ് ആ ഡിസീസിന്റെ പറയാം. ഓക്കെ, ഇസ് ദർ ആൻസർ? നമുക്ക് സിഫിലിസും ഗൊണോറിയയും എയ്ഡ്സും 3 നമ്മൾ പഠിച്ചില്ലേ? എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന 3 സിഫിലിസ് ഉണ്ട്, ഗൊണോറിയ ഉണ്ട്, എയ്ഡ്സ് ഉണ്ട്. എയ്ഡ്സ് മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. എയ്ഡ്സ് പഠിക്കാതെ പോവരുത്. 3 ഈ എങ്ങനെ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് ഇത് എങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ദിസ് ഇൻഫെക്ഷസ് ഡിസീസസ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബൈ സെക്ഷുവൽ കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. മെയിൻലി നമ്മൾ ഒരു പോയിന്റ് സാറോടെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സെക്ഷുവൽ കോൺടാക്ട്, ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട് സെക്ഷുവൽ കോൺടാക്റ്റിൽ വന്ന ഒന്നാമത്തെ കേസ്. ഇഞ്ചക്ഷൻ നീഡിൽ ഷെയർ ചെയ്യുന്നതിലൂടെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ, ഡെവലപ്പിംഗ് ഫീറ്റസിലേക്ക്, മദറിൽ നിന്ന് ഡെവലപ്പിംഗ് ഫീറ്റസിലേക്ക് ഇതിലേക്ക് വന്നൂടെ? വരാന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ സെക്ഷുവൽ കോൺടാക്ട് പറയാം, പക്ഷേ ബാക്കി പറയുന്ന 2-3 മെത്തേഡ് കൂടെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ നീഡിൽസ് പറയണം. മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് ഈ പറയുന്ന ആ ഒരു കണക്ഷൻ, പ്ലാസന്റ എന്ന് പറയുന്ന കണക്ഷനിലൂടെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞു വെക്കണം. ഇനി സിംപ്റ്റംസ് എന്ന് പറയുമ്പോൾ ഒന്ന് ബേണിംഗ് സെൻസേഷൻ എഴുതാം. ബേണിംഗ് സെൻസേഷൻ, യൂറിനേഷൻ ടൈമിൽ ബേണിംഗ് സെൻസേഷൻ. ദെൻ യൂറീത്രൽ ഡിസ്ചാർജ് ആൻഡ് സോൾസ് ഇൻ ജെനൈറ്റൽസ്. നമ്മൾ അതിന്റെ ജെനൈറ്റൽ ഹെർപ്പസിന്റെയും സിഫിലിസിന്റെ ഒക്കെ കുറച്ച് സിംപ്റ്റംസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സിംപ്റ്റംസ് എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഇനി ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് അറിയാമെങ്കിൽ ടാറ്റ കാണിച്ച്. STDs പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? അവോയ്ഡ് സെക്ഷൽ കോൺടാക്ട് വിത്ത് അൺനോൺ പാർട്ട്ണർ. അറിയാൻ പാടില്ലാത്ത ഒരാളുമായിട്ടുള്ള സെക്ഷൽ കോൺടാക്ട് ഒഴിവാക്കുക. യൂസ് കോൺട്രാസെപ്റ്റീവ്സ് ഡ്യൂറിംഗ് കോയിറ്റസ് ടൈം. അപ്പോൾ ഈ സെക്ഷൽ കോൺടാക്ടിന്റെ ടൈമിൽ കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യുക, കോണ്ടംസ് യൂസ് ചെയ്യുക, ഡയഫ്രംസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണോ പ്രിവെന്റീവ് മെഷേഴ്സ് അത് യൂസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചിട്ട് വേണം പോകാൻ. സിമ്പിൾ ആണ്, ജനറലൈസ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. സെക്ഷൻസ് ആണ് ഇതൊക്കെ. ദെൻ സർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ വരുന്നത് വാട്ട് ഇസ് ദ ഫേറ്റ് ഓഫ് ദി ഒവ്യൂൾ ആൻഡ് ഓവറി ഇൻ എ ഫ്ലവർ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഒരു പ്ലാന്റിൽ ഫ്ലവറിന് ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഒവ്യൂൾ എന്തായിട്ട് മാറും, ഓവറി എന്തായിട്ട് മാറും? സിമ്പിൾ സാധനം അല്ലേടാ. ഓവറി ഒവ്യൂൾ എന്തായിട്ട് മാറും? യെസ്. ദെൻ ഹൗ ഇസ് ദ പ്രോസസ് ഓഫ് പോളിനേഷൻ ഡിഫറെന്റ് ഫ്രം ഫെർട്ടിലൈസേഷൻ. പോളിനേഷൻ എങ്ങനെയാണ് ഫെർട്ടിലൈസേഷനിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്? അതും സിമ്പിൾ അല്ലേ. പോളിനേഷൻ പോളൻ ഗ്രേം വന്ന് സ്റ്റിഗ്മയിൽ വീഴുന്ന, ഫെർട്ടിലൈസേഷൻ മെയിലും ഫീമെയിലും ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നതാണ്. വെരി സിമ്പിൾ അല്ലേ? ആൻസർ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തേ മക്കളെ. ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഒവ്യൂൾ സീഡായിട്ട് മാറും, ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറും. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ആ ഒരു ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നതാണ്. സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിക്കുക കേട്ടോ. സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിക്കുക. ഓക്കെ, ആൻഡ് ഹിയർ വി ആർ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കോളാതെ. നെയിം ദ 3 പാർട്സ് ABC ഓഫ് ദി ഫ്ലവർ. തന്നിരിക്കുന്ന ഫ്ലവറിലെ ABC നോക്കിക്കേ. A ആന്തറ എന്ന് കണ്ടവർ ടാറ്റ കാണിച്ചോളൂ. B സ്റ്റൈൽ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. A ആന്തറാണ്, B സ്റ്റൈല്, C ഓവറി. ഓക്കെ സോ അപ്പോൾ ഇതൊന്ന് നോക്കണം. യെസ് സർ, മൂവ് ചെയ്തോളൂ. ആന്തർ, സ്റ്റൈല്, ഓവറി. സെറ്റ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ല. ഫംഗ്ഷൻസ് എന്താ നോക്കിക്കേ. ആന്തർ പ്രൊഡ്യൂസസ് ദി പോളൻ. പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്തർ ആണ്. ദെൻ ട്രാവലിംഗ് പോളൻ ടു ദി നമ്മുടെ ഓവറിയിലേക്ക് പോളൻസിനെ ട്രാവൽ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ സ്റ്റൈലാണ്. അതുപോലെ ഓവറി എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ഒവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഓവറി എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്. അപ്പൊ ഇത് 3 ലേബൽ ചെയ്യാനുള്ളത്. സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. മക്കൾ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ സോ
ഡിഫൈൻ ജെർമിനേഷൻ, ഡ്രോ ഡയഗ്രാം ടു ഷോ ദി ഫെർട്ടിലൈസേഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മക്കളെ വരയ്ക്കാൻ പഠിക്കണം. ഇനി കാണിക്കുന്ന ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. സാർ ഒന്നാടി ഫിഗർ കൊടുത്തോ. മക്കളെ ഈ ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, മെറ്റീരിയലുണ്ട്. ഇത് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഇത് പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരയ്ക്കാൻ പഠിക്കണം. then ഇതിനകത്തുള്ള പാർട്സ് കാര്യങ്ങൾ കൃത്യമായിട്ട് ലേബിൾ ചെയ്യാൻ പഠിക്കണം കേട്ടോ. സ്റ്റിഗ്മ വേണം, പോളൻ ഗ്രെയിൻസ് വേണം, പോളൻ ട്യൂബ് വേണം, മെയിൽ ഗ്യാമേറ്റ് വേണം, ഓവറി വേണം, ഒവ്യൂൾ വേണം, എല്ലാം അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അത് കൃത്യമായിട്ട് ഒന്ന് ലേബിൾ ചെയ്യാൻ പഠിക്കണം കേട്ടോ. പ്രോസസ് ഇൻ വിച്ച് ദ സീഡ് ഡെവലപ്സ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ജെർമിനേഷൻ. അതായത് സീഡിൽ നിന്നിട്ട് സീഡ്ലിംഗ് ഉണ്ടാവുന്നത്, കുരു വിത്ത് ഒരു സീഡ് മുളച്ചിട്ട് പുതിയ ചെടി ഉണ്ടാവുന്ന പ്രോസസ് അല്ലേ ജെർമിനേഷൻ. അത് സിമ്പിൾ ആയിട്ട് എഴുതാലോ. സീഡിൽ നിന്ന് സീഡ്ലിംഗ് അല്ലെങ്കിൽ ചെടി ഉണ്ടാവുന്ന പ്രോസസ്സാണ് ജെർമിനേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഫിഗർ വരയ്ക്കാന്നുള്ള ഒരു ഡാറ്റ കാണിച്ച് സിമ്പിൾ ഫിഗർ ആണ്, മസ്റ്റ് ആയിട്ടും വരയ്ക്കാൻ പഠിച്ചു വെക്കുക. അതിന്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാർ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. മക്കളെ ഡ്രോ ദ ഡയഗ്രാം ഷോയിങ് ദി ജെർമിനേഷൻ ഓഫ് പോളൻ ഗ്രെയിൻ. കണ്ടോ, ഇപ്പൊ വരയ്ക്കാൻ പറഞ്ഞില്ലേ, ആ ജെർമിനേഷൻ പ്രോസസ്സ് കാണിക്കുന്ന ഫിഗർ വരയ്ക്കാൻ പറഞ്ഞു. അതിനകത്ത് പോളൻ ട്യൂബ്, പോളൻ ഗ്രെയിൻ, സ്റ്റിഗ്മ, ഫീമെയിൽ ജേം സെല്ല്, ഇത്രയും സാധനം മാർക്ക് ചെയ്യാൻ പറഞ്ഞു. പോളൻ ട്യൂബിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചു. അതായത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ നെയിം ദ പാർട്സ് ഓഫ് ദി ഫ്ലവർ ദാറ്റ് ഡെവലപ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ ടു സീഡ് ആൻഡ് ഫ്രൂട്ട്. ഈ പ്ലാന്റിലെ ഫ്ലവറിനകത്ത് ഏത് പാർട്ടാണ് ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ സീഡ് ആയിട്ട് മാറുന്നത്, ഫ്രൂട്ട് ആയിട്ട് മാറുന്നത് അറിയാമെങ്കിൽ ഈ സെറ്റ് ക്വസ്റ്റ്യൻ എല്ലാം അറിയാവുന്ന ഇതെല്ലാം വളരെ സിമ്പിൾ. ഞാൻ പറഞ്ഞ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന സാധനം. ഓക്കെ സാർ, ആൻസർ ഒന്ന് ഡിസ്പ്ലേ നോക്കാം. നിങ്ങൾ ആൻസറിലേക്ക് നോക്കാം മക്കളെ. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പോളൻ ഗ്രെയിൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, മെയിൽ ജേം സെല്ല് മാർക്ക് ചെയ്തിട്ടുണ്ട്, പോളൻ ട്യൂബ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫീമെയിൽ ജേം സെല്ല് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പോളൻ ട്യൂബ് ക്യാരീസ് ദ മെയിൽ ജേം സെല്ല്, മെയിൽ ജേം സെല്ല് ക്യാരി ചെയ്യുന്ന ആളാണ് പോളൻ ട്യൂബ്. ദെൻ ഓവറിയിലേക്ക് എത്തിയതിനു ശേഷം എന്ത് പറ്റും, ഇത് നേരെ ഫ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഫീമെയിൽ ഗ്യാമേറ്റും ആയിട്ട് ഒവ്യൂൾ സീഡ് ആയിട്ടും ഓവറി ഫ്രൂട്ട് ആയിട്ടും. അത് കയറ്റി വെച്ചോട്ടോ, മനസ്സിൽ കയറ്റി വെച്ചോളൂ, ബ്രെയിനിൽ കയറ്റി വെച്ചോളൂ. ഓവറി എന്തായിട്ട് മാറും, ഒവ്യൂൾ എന്താണോ ഒവ്യൂൾ ആവുന്നത്, എന്താണോ ഓവറി ആവുന്നത്, സോറി സീഡ് ആവുന്നത്, ഫ്രൂട്ട് ആവുന്നത് എന്നുള്ളത് ഓക്കെയാണ്. ഓക്കെ, നോക്കി വെക്കണം. അങ്ങനെ പറഞ്ഞാൽ അത് നോക്കിയേ പറ്റത്തുള്ളൂ കേട്ടോ. ആൻഡ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഫിഗർ കണ്ടോ മക്കള്? ഫിഗർ കണ്ടിട്ട് എവിടെയെങ്കിലും നല്ല പരിചയം ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ ഒരു സെക്ഷണൽ വ്യൂ ആണ് കൊടുത്തേക്കുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫിഗർ ആണ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ABCD എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ലേബിൾ ചെയ്തിരിക്കുന്ന പാർട്സ് ഏതാണെന്ന് പറയണം. ദെൻ ടെസ്റ്റിസിന്റെ അകത്തുനിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് എന്താണെന്ന് പറയണം. ദെൻ ഇവിടെ BC എന്ന് പറഞ്ഞിരിക്കുന്ന പാർട്ട്, ആ ബിയുടെയും സിയുടെയും ഫംഗ്ഷൻ എന്താന്ന് പറയണം. ABCD ശരിക്കും നോക്കിക്കോ. A യുറീത്ര ആണെന്നുള്ളവരുടെ ഡാറ്റ കാണിച്ച്. A യുറീത്രയാണ്, യൂറിനറി ബ്ലാഡർ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ B സെമിനൽ വെസിക്കിൾ ആണെന്ന് തോന്നുന്നവരുടെ ഡാറ്റ കാണിച്ച്. സെമിനൽ വെസിക്കിൾ ആണത്, B സെമിനൽ വെസിക്കിൾ ആണ്. C A യുറീറ്ററും C യുറീത്രയും ആണെന്നുള്ളവരുടെ ഡാറ്റ കാണിച്ചേ. A യുറീറ്റർ, C യുറീത്ര. ദെൻ D. കൺഫ്യൂഷൻ ആയി. ഓക്കെ സാർ, അത് ആൻസർ കാണിച്ചു കൊടുത്തേ. കൺഫ്യൂഷൻ ആവണ്ട. A യുറീറ്റർ ആണ്, B സെമിനൽ വെസിക്കിൾ ആണ്, C യുറീത്രയാണ്. ലാസ്റ്റ് വാസ് ഡിഫറൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ടെസ്റ്റിസിൽ നിന്ന് യുറീത്രയിലേക്ക് പോകുന്നത് നമ്മുടെ വാസ് ഡിഫറൻസ് ആണ്. അപ്പോൾ വാസ് ഡിഫറൻസ് ആണ് സ്പെർമിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ടെസ്റ്റിസിൽ നിന്ന് ഉണ്ടാവുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ആണ്, പേര് നോക്കി വെക്കണം കേട്ടോ. ദെൻ നമ്മുടെ സ്പെർമിന്റെ ഫോർമേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ആ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ആണ് ടെസ്റ്റിസിൽ നിന്ന് ഉണ്ടാകുന്നത്. ദെൻ ബോയ്സിന്റെ കേസിൽ പ്യൂബർട്ടി ടൈമിൽ ചേഞ്ചസ് ഒക്കെ വരാൻ, വോയിസ് ചേഞ്ചസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ് കേട്ടോ, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുന്നതിനുള്ള റീസൺ കാണിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ പറയുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ആണ്. B എന്ന് പറയുന്നത് സ്പേമിന് എന്താ പറയാ, ലൈക്ക് നമ്മുടെ ന്യൂട്രീഷൻ കൊടുക്കുന്ന ആളാണ്. ദാറ്റ് ഈസ് നമ്മുടെ സെമിനൽ വെസിക്കിൾ ആണ്. അതുപോലെ ഫംഗ്ഷൻ ഓഫ് C എന്ന് പറയുന്നത് കോമൺ പാസേജ് ഓഫ് ബോത്ത് സ്പേം ആൻഡ് യൂറിൻ. യൂറിനും സ്പേമും ഒരുപോലെ പോകുന്ന ഒരു പാസേജ് ആണ് യുറീത്ര. ഓക്കെ, പഠിച്ചു വെക്കണം. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വിത്ത് ഫിഗർ കേട്ടോ. ഓക്കെ സാർ, നമുക്ക് മൂവ് ചെയ്യാം. യെസ്, ഇതിന്റെ ആൻസർ നോക്കിക്കേടാ. ഇൻ എ ഫ്ലവർ പാർട്സ് ദാറ്റ് പ്രൊഡ്യൂസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്. മെയിലും ഫീമെയിലും ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ട് സ്റ്റേമൻ ആൻഡ് ആന്തർ ആണോ, ഫിലമെന്റ് ആൻഡ് സ്റ്റിഗ്മ ആണോ, ആന്തർ ആൻഡ് ഓവറി ആണോ, സ്റ്റേമൻ ആൻഡ് സ്റ്റൈൽ ആണോ? ചിന്തിക്കൂ. യെസ്, ഓക്കെ സോ ആൻസർ 3 എന്ന് പറയുന്നു. ആന്തർ ആൻഡ് ഓവറി അല്ലേ? ആന്തർ അല്ലേ? മെയിൽ ആന്തറും ഫീമെയിൽ ഓവറിയും അല്ലേ ഗ്യാമേറ്റ് ഉണ്ടാകുന്നത് അവിടെയാണ്. അപ്പോൾ സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഈവൻസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ എ ഫ്ലവർ? ഒരു ഫ്ലവറിലെ കറക്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വേഗം നോക്കിക്കോ. ABCD ആണ്, ഫിംഗറിൽ കാണിച്ചാൽ മതി. ഒരു 10 സെക്കൻഡ്സ് ടൈം തരാം. വായിച്ചു നോക്കിക്കോ. വേഗം ABCDയിൽ ഏതാണ്? 1 2 3 4 3. സർ ആൻസർ
3 ആണോ? C is the right answer. Pollination, fertilization, embryo, seedlings. Okay, മക്കളെ സെറ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. സീക്വൻസ് നിങ്ങൾ ആ പ്രോസസ്സ് മനസ്സിലുണ്ടെങ്കിൽ സീക്വൻസ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസേർഷൻ റീസണിംഗ് സെക്ഷൻ ആണ്. Then assertion, vasectomy is a surgical method or birth control, and reason, vasectomy, small portion of the oviduct is cut or tied up. പോയാ? എല്ലാം പോയില്ലേ? പോയി. ഏത് ശരിയാണ്? 6 തെറ്റല്ലേ? 6 തെറ്റല്ലേ? റീസൺ ഫോൾസ് ആണ്. അസേർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ് കേട്ടോ. ദെൻ സാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. മക്കളെ നോക്കിക്കേടാ, കോപ്പർ ടീ ഈസ് എ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ്, സമ്മതിച്ചു. കോപ്പർ ടീ ബ്ലോക്സ് ദ വാസ്റ്റ് ഡിഫറൻസ് ഇൻ ദ മെയിൽ. തെറ്റിയോ? ഏത് മെയിലിന്റെ കേസിലാണ് കോപ്പർ ടീ എടുത്ത് വെക്കാൻ പറ്റുന്നത്? പറ്റുമോ? വാസ്റ്റ് ഡിഫറൻസിൽ ഒരിക്കലും നടക്കാത്ത കാര്യം. സോ ഇതും അസേർഷൻ ശരിയാണ്, പക്ഷേ റീസൺ ഫോൾസ് ആണ്, തെറ്റാണ്. ഓക്കെ, ദെൻ സോ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം നമുക്ക്. ഹെറിഡിറ്റി കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വരാനുള്ള ചാപ്റ്റർ ആണ്, കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ ആണ്. പക്ഷെ എന്താണ്, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ ഇതിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ മക്കള്. Mendel took tall pea plants and short pea plants and produces F1 progeny through cross fertilization. What did Mendel observe in the F1 progeny? ടോളും ഷോർട്ടും പ്ലാന്റിനെ ക്രോസ് ചെയ്തപ്പോൾ മെന്റലിന് ഫസ്റ്റ് ജനറേഷൻ F1ൽ എന്താ കിട്ടിയത്? ടോൾ ആണോ ഡ്വാർഫ് ആണോ? ടോൾ പ്ലാന്റ് ആണെന്നുള്ളവർ മാത്രം ഒന്ന് വേവ് ചെയ്തേ. ടോൾ പ്ലാന്റ് എന്നുള്ളവർ മാത്രം ഒന്ന് വേവ് ചെയ്തേ. ഇവിടെ ക്വസ്റ്റ്യനും അത് തന്നെയാണോ? എന്താ കിട്ടിയെന്നല്ലേ ചോദിച്ചേക്കുന്നേ? സോ നോക്കിക്ക് എന്താ മെന്റലിന് കിട്ടിയെന്ന്. all pea plants were tall in the F1 generation. സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിക്കാം. അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസ് എഴുതി വെച്ച് പഠിച്ചോ? മോണോ ഹൈബ്രിഡ് ക്രോസ് എഴുതി വെച്ച് പഠിക്കണം. സാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ദിസ് ഇസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് വേരിയേഷൻ? ലിസ്റ്റ് 2 മെയിൻ റീസൺസ് ദാറ്റ് മേ ലീഡ്സ് ടു വേരിയേഷൻ ഇൻ എ പോപ്പുലേഷൻ. എന്താണ് വേരിയേഷൻ? ഇനി വേരിയേഷൻ വരാനുള്ള കാരണങ്ങൾ, റീസൺസ് എന്തൊക്കെയാണ്? ഇതൊന്നും നോക്കിക്കോ. സാർ ആൻസർ കാണിച്ച് നിങ്ങൾക്ക് ഭയങ്കര പരിചയമില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഡിഫറൻസ് ഇൻ ദ ട്രേറ്റ് ഷോൺ ബൈ ദി ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ്. ഒരു സ്പീഷീസിനകത്തെ പല പല ആളുകൾ, ഇൻഡിവിജ്വൽസ് തമ്മിൽ എന്തെങ്കിലും ലുക്കിൽ, അപ്പിയറൻസിൽ, ഫംഗ്ഷൻസിലൊക്കെ വേരിയേഷൻസ് വരുവാണെങ്കിൽ, ദാറ്റ് ഈസ് ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതാണ് വേരിയേഷൻ. റീസൺ നോക്കുക മക്കള്. ഇനാക്യുറേറ്റ് ഓർ എറർ ഇൻ ദ DNA കോപ്പിംഗ്. DNA കോപ്പിംഗ് നടക്കുമ്പോൾ ഒരു എറർ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഇനാക്യുറസി വരുന്നതിന് കാരണമാണ് നമ്മുടെ ഈ പറയുന്ന വേരിയേഷൻസ് ഉണ്ടാകുന്നത്. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നാൽ വേരിയേഷൻ ഉണ്ടാകും. വേരിയേഷൻ നടക്കണം, വേരിയേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് കാര്യമില്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണം. അസെക്ഷലിൽ ഉണ്ടാകുന്ന എല്ലാം ക്ലോൺസ് ആണെന്ന് അറിയാവുന്നവർ ഡാറ്റ കാണിച്ച്. ക്ലോൺസ് എന്ന് പറയുന്ന എക്സാക്ട്ലി ദേ ലുക്ക് ലൈക്ക് ദ പാരന്റ്സ് ആണ്. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ക്ലോൺസ് ആണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ വേരിയേഷൻസ് വിൽ ബി ദെയർ ഇൻ ദി ഇൻഡിവിജ്വൽസ്. പുതിയതായിട്ട് ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽസിൽ വേരിയേഷൻസ് ഉണ്ടാകും. ആൻഡ് ഹിയർ വി ആർ മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കുക. ഇൻ എ ക്രോസ്, മക്കളെ കേസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് സെക്ഷൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ വയലറ്റ് ഫ്ലവർഡ് പ്ലാന്റ്സ് ആൻഡ് വൈറ്റ് ഫ്ലവർഡ് പ്ലാന്റ്സ്, സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പ്ലാന്റ്സ് ഒബ്റ്റൈൻഡ് ഇൻ ദി F1 പ്രോജനി. ഒരു വൈറ്റ് പ്ലാന്റും ഒരു വയലറ്റ് പ്ലാന്റും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്ലാന്റ്സ് ഒബ്റ്റൈൻഡ് ഇൻ ദി F1 പ്രോജനി. F1 ജനറേഷനിൽ ഉണ്ടാവുന്ന പ്ലാന്റ് വൈറ്റ് ആയിരിക്കോ വയലറ്റ് ആയിരിക്കോ? വയലറ്റ് പ്ലാന്റ് വിത്ത് വൈറ്റ്. വയലറ്റ് അല്ലേ ആദ്യം പറഞ്ഞേക്കുന്നത്? അപ്പൊ വയലറ്റ് അല്ലേ ഡോമിനന്റ്? ഓക്കെ, വയലറ്റും വൈറ്റും ക്രോസ് ചെയ്തു. F1 ജനറേഷനിൽ വയലറ്റ് തന്നെ വരും എന്നുള്ളവർ ഡാറ്റ കാണിച്ച്. വയലറ്റ് ഡോമിനന്റ് അല്ലേ ആദ്യം വരിക? ഓക്കെ, ഇനി ഇഫ് ദ പ്ലാന്റ്സ് ഓഫ് F1 progeny ആർ സെൽഫ് പോളിനേറ്റഡ്, then what would be observed in the F2 progeny? ഈ F1 ജനറേഷനിൽ ഉണ്ടായ, ഞാൻ സിംപ്ലി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വയലറ്റും വയലറ്റിന് ക്യാപിറ്റൽ വി എന്ന് എടുത്ത് ക്രോസസ് വിത്ത് വൈറ്റ് സ്മോൾ വി. ഇവിടെ ക്രോസ് നടത്തി കഴിയുമ്പോൾ ക്യാപിറ്റൽ വി സ്മോൾ വി ഉണ്ടാകും. ഇത് എന്ത് തന്നെയായിരിക്കും? വയലറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് വയലറ്റ് തന്നെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ F1 ജനറേഷനെ വീണ്ടും നമ്മൾ F1 വെച്ചിട്ട് ക്രോസ് ചെയ്യുകയാണെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, ഈ ക്രോസ് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന F2 ജനറേഷന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ അറിയാവുന്നവർ മാത്രം ഒന്ന് വേവ് ചെയ്തേടാ. ഇതിന്റെ ആൻസർ അറിയാവുന്നവർ മാത്രം ഒന്ന് വേവ് ചെയ്തേ. യെസ്. Then 100 plants are produced in the F2 progeny. F2 ജനറേഷനിൽ 100 പ്ലാന്റ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ റിസസീവ് ട്രേറ്റിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? 100ൽ എത്ര റിസസീവ് ട്രേറ്റ് ഉണ്ടാകും? റിസസീവ് ആയിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ടാകും? ഡോമിനന്റ് ആയിട്ടുള്ളത് എത്ര ഉണ്ടാകും? സാർ ആൻസർ ഒന്ന് ഡിസ്പ്ലേ ചെയ്തേ. മക്കൾ ഇതിന്റെ ആൻസറിലേക്ക് നോക്കിക്കേടാ. ക്രോസ് കഴിയുമ്പോൾ F1 ജനറേഷനിൽ ഡോമിനന്റ് ആയിട്ടുള്ള വയലറ്റ് തന്നെ ആയിരിക്കും എക്സ്പ്രസ് ആവുന്നുണ്ടാകുക. ദെൻ F2 ജനറേഷന്റെ കേസിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? F1 ക്രോസ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ വയലറ്റും ഉണ്ടാകും വൈറ്റും ഉണ്ടാകും. രണ്ടും ഒരുപോലെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. 100 പ്ലാന്റ്സിൽ 25 റിസസീവ് വരാനുള്ള കാരണം
3:1 ആണ് റേഷ്യോ. അത് കണക്ട് ചെയ്ത് വരുന്ന ഡാറ്റ കാണിച്ച് 3:1 റേഷ്യോ ആണ് നമുക്ക് F2 ജനറേഷനിൽ കിട്ടുന്നത്. 3:1 100ന്റെ 3:1 ആക്കുമ്പോൾ 75 25 ആവൂലേ? 75 25. അപ്പോൾ റെസസീവ് 25ഉം ഡൊമിനന്റ് 75ഉം ആയിരിക്കും. സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിക്കുക കേട്ടോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മക്കൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാർ പോവാണ്. ആൻഡ് യൂസിങ് ദ ഹൈറ്റിന്റെ ടോൾനെസ്സും ഡ്വാർഫ്നെസ്സിനെയും നമ്മൾ ഉപയോഗിച്ചിട്ട് പ്ലാൻ ആസ് എൻ എക്സാമ്പിൾ ആക്കി നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഷോ ദാറ്റ് ദ ജീൻസ് കൺട്രോൾ ദീസ് ക്യാരക്ടേഴ്സ് ഓർ ട്രെയ്റ്റ്സ് ഇൻ എൻ ഓർഗാനിസം. പ്ലാന്റിന്റെ ഹൈറ്റിനെ എക്സാമ്പിൾ ആക്കി എടുത്തിട്ട് ജീൻസ് ആണ് പ്ലാന്റ്സിലെ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. എന്ത് ചെയ്യും? ലോ ഓഫ് ഡോമിനൻസ് വെച്ച് തട്ടിയാൽ മതിയോ? സാർ ആൻസർ ഒന്ന് കാണിച്ചു മക്കളെ. The plants have genes which have the ability to produce enzymes for growth. Okay, പ്ലാന്റ്സിനകത്ത് ജീനുകൾ ഉണ്ട്, ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ജീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഫ് ദി എൻസൈംസ് ആർ എഫിഷ്യന്റ് മോർ ഗ്രോത്ത് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ദസ് പ്ലാന്റ്സ് ഗ്രോ ഇൻ ലെങ്ത്. പ്ലാന്റ്സിന്റെ കേസിൽ ഇങ്ങനെ പറയുന്നത്, ദെൻ ഇഫ് ദ ജീൻസ് ഫോർ ദാറ്റ് എൻസൈം ദാറ്റ് ഹാസ് എൻ ഓൾട്ടറേഷൻ ബട്ട് മേക്സ് ദ എൻസൈം ലെസ് എഫിഷ്യന്റ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വേഗം. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച്, ഞാൻ പറഞ്ഞില്ല മറ്റേ എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ പുതിയ സെക്ഷൻ വന്നിട്ടില്ലേ, കോമ്പറ്റൻസി. പലരും വിട്ടുകളയും. നിങ്ങൾ പല രീതിയിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചോയ്സ് ഉണ്ടെങ്കിൽ ഇത് എന്തായാലും സ്കിപ്പ് അടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കോമ്പറ്റൻസി ബേസിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ആൻസർ എഴുതേണ്ടത് കേട്ടോ. എൻസൈംസ് വേരിയേഷൻ അനുസരിച്ചിട്ട് ഹോർമോൺ പ്രൊഡക്ഷൻ വേരിയേഷൻ വരും. ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് പ്ലാന്റ്സിൽ ഗ്രോത്ത് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹോർമോൺ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാവണം? എൻസൈം ഉണ്ടാകണം. എൻസൈം ഉണ്ടാക്കുന്ന ഒരു ജീനല്ലേ, അപ്പോൾ ജീനിന്റെ ആക്ഷൻ കാരണമല്ലേ ഗ്രോത്ത് കാര്യങ്ങൾ പോസിബിൾ ആവുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. ഈ പോയിന്റ് വായിച്ച് പഠിക്കണം കേട്ടോ. എന്തായാലും എക്സാമിന് മുന്നേ ഒന്ന് വായിച്ചിട്ട് വേണം പോകാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാർ കിടക്കുകയാണ്. നോക്കുക. വൈ ഡിഡ് മെന്റൽ ക്യാരി ഔട്ട് ആൻ എക്സ്പെരിമെന്റ് ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് 2 traits in garden pea? ഗാർഡൻ പീ തന്നെ ഇയാൾ എക്സ്പെരിമെന്റ് എടുക്കാൻ കാരണം എന്താണ്? ദെൻ വാട്ട് were the findings with respect to the inheritance of traits in the F1 F2 generation? എന്താണ് ഇൻഹെറിറ്റൻസ് ട്രേറ്റ്സിന്റെ ഇൻഹെറിറ്റൻസ് F1 F2 ജനറേഷൻ വെച്ചിട്ട് എന്തായിരുന്നു പുള്ളിക്കാരന്റെ ഫൈൻഡിങ്സ്, കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്റ്റേറ്റ് ദ റേഷ്യോ ഒബ്റ്റൈൻഡ് ഇൻ ദി F2 ജനറേഷൻ ഇൻ ദി above mentioned experiment. ഈ എക്സ്പെരിമെന്റിൽ, മുകളിൽ പറഞ്ഞ എക്സ്പെരിമെന്റിൽ എന്തായിരുന്നു പുള്ളിക്ക് കിട്ടിയ റേഷ്യോ? 2 traits കേട്ടോ. റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ, ഓർക്കണ ഒരു ടാറ്റ കാണിച്ചേ, അതല്ലേ 2 traitsന്റെ. അത് വെച്ചിട്ട് കിട്ടിയ റേഷ്യോ ആണ്. റേഷ്യോ തെറ്റിച്ച് കളയരുത്. 2 traits എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് സാർ. ഡിസ്പ്ലേ മക്കളെ ആൻസർ നോക്കി കേറാ. To show independent of inheritance of trait, independent assortment. അതിന് വേണ്ടിയിട്ടല്ലേ 2 traits എടുത്തേ മക്കളെ. സീഡിന്റെ ഷേപ്പും കളറും എടുത്തതിന്റെ റീസൺ എന്താ? 2 ക്യാരക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അസോർട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ 2 ക്യാരക്ടേഴ്സ് വെച്ചെടുത്തത്. ദെൻ F1 ജനറേഷനിലെ പ്രോജനീസും ഓൾ ഡൊമിനന്റ് ആയിരിക്കും, എല്ലാവരും ഡൊമിനന്റ് ആയിരിക്കും. F2 പ്രോജനിയിൽ ഒറിജിനൽ പാരന്റലും അതുപോലെ തന്നെ ന്യൂ കോമ്പിനേഷനും വിസിബിൾ ആവും. ശരിയല്ലേ മക്കളെ? 2 പാരന്റ്സ് കൂടാതെ പുതിയ 2 കോമ്പിനേഷൻസ് അതിൽ വിസിബിൾ ആവൂലേ? പാരന്റ്സ് 2 കൂടാതെ പുതിയ 2 കോമ്പിനേഷൻ വിസിബിൾ ആകും. റേഷ്യോ ഇസ് 9:3:3:1. ദാറ്റ് ഇസ് ദി ഡൈഹൈബ്രിഡ് റേഷ്യോ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. ഡൈഹൈബ്രിഡ് റേഷ്യോ ആണ്. സോ മസ്റ്റ് ആയിട്ടും ഡൈഹൈബ്രിഡ് ക്രോസ് വരയ്ക്കാനായിട്ട് അത് ഡൈഹൈബ്രിഡ് ചോദിക്കലില്ല. പക്ഷേ അതെന്താണ്, അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. ആൻസർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്തോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാണ് സാറ്. ഇത് കുറച്ചൊന്ന് ശ്രദ്ധയോട് ചെയ്യണം കേട്ടോ. എ ഗ്രീൻ സ്റ്റെംഡ് റോസ് പ്ലാന്റ്, അതായത് ഗ്രീൻ സ്റ്റെമ്മുള്ള റോസ് പ്ലാന്റ് ക്യാപിറ്റൽ ജി എന്നാണ് ഡിനോട്ട് ചെയ്തത്. ബ്രൗൺ സ്റ്റെമ്മുള്ള റോസ് പ്ലാന്റ് സ്മോൾ ജി ആണ്. ആർ അലൗഡ് ടു അണ്ടർഗോ എ ക്രോസ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ക്യാപിറ്റൽ ജി ഒന്ന് വരച്ചു നോക്കോട്ടെ നിങ്ങൾ വേണമെങ്കിൽ. ക്യാപിറ്റൽ ജി ക്രോസസ്, ഗ്രീൻ ക്രോസസ് വിത്ത് സ്മോൾ ജി ബ്രൗൺ ആണ്. ലിസ്റ്റ് യുവർ ഒബ്സർവേഷൻസ് റിഗാർഡിംഗ് കളർ ഓഫ് ദി സ്റ്റെം ഇൻ ദി F1 പ്രോജനി. F1 പ്രോജനിയിൽ ഉണ്ടായ സ്റ്റെമ്മിന്റെ കളർ ഗ്രീൻ ആണെന്ന് 100% ഉറപ്പുള്ളവർ മാത്രം വേവ് ചെയ്തേടാ. ഗ്രീൻ കളർ സ്റ്റെം ആണ് F1 പ്രോജനിയിൽ ഉണ്ടാവുക, കാരണം ഡൊമിനന്റ് ഗ്രീൻ ആണ്. ഇനി പെർസെന്റേജ് ഓഫ് ദി ബ്രൗൺ സ്റ്റെംഡ് പ്ലാന്റ് ഇൻ ദി F2 പ്രോജനി ഇഫ് ദി F1 പ്ലാന്റ്സ് ആർ സെൽഫ് പോളിനേറ്റഡ്. F1 പ്ലാന്റ് സെൽഫ് പോളിനേറ്റ് ചെയ്താൽ F2 ജനറേഷനിൽ ബ്രൗൺ പ്ലാന്റ്സിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 25 എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം ഡാറ്റ കാണിക്കാം. 25, ദാറ്റ് ഇസ് 3:1 ആണ് റേഷ്യോ. മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. സോ 25, അത് 75:25 എന്നുള്ള രീതിയിൽ വരും. ദെൻ റേഷ്യോ നമുക്ക് കിട്ടി. ദ റേഷ്യോ ഓഫ് GG ഈസ് ടു ക്യാപിറ്റൽ G സ്മോൾ ജി ഇൻ ദി F2 പ്രോജനി. F2 പ്രോജനിയിൽ GG ഗ്രീൻ പ്ലാന്റ് ഈസ് ടു ക്യാപിറ്റൽ G സ്മോൾ ജി. എന്തായിരിക്കും റേഷ്യോ? 1:2 എന്നുള്ളവരൊന്ന് ഡാറ്റ കാണിച്ച്. 1:2.
ബേസ്ഡ് ഓൺ ദ ഫൈൻഡിങ്സ് ഓഫ് ദിസ് ക്രോസ് വാട്ട് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ. സാർ ആൻസർ ഒന്ന് ഡിസ്പ്ലേ ചെയ്തോ കേട്ടോ, മൊത്തത്തിൽ കിളിമാറി ഇരിക്കുവാണ് മക്കളൊന്ന് നോക്കുകടാ. G അത് നോക്കിക്കേ, ജിയുടെ റേഷ്യോ 1:2 അല്ലേ നോക്കിക്കേ മക്കള്, 1:2 അല്ലേ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേടാ. ആദ്യത്തത് ഗ്രീൻ ആണ്, രണ്ടാമത്തെ 25% ആണ്, നെക്സ്റ്റ് 1:2 ആണ് റേഷ്യോ, അത് അത്രയും കിട്ടി. റീസൺ ചോദിച്ചിട്ടുണ്ട്, ദ ട്രേറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ് ഇൻ ദി F1 progeny ആർ കോൾഡ് ഡൊമിനന്റ് ട്രേറ്റ്. എടാ ഡൊമിനന്റ് ട്രേറ്റും റിസസീവ് ട്രേറ്റും എന്താണെന്ന് എഴുതി വെച്ചാൽ അതിന്റെ ആൻസർ ആയില്ലേ. ക്വസ്റ്റ്യൻസ് വയലറ്റ് ഫ്ലവറെന്നോ റെഡ് ഫ്ലവറെന്നോ വൈറ്റ് ഫ്ലവറെന്നോ എന്ത് വേണമെങ്കിലും അവർ പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. കോൺസെപ്റ്റ് വെച്ചിട്ട് അത് ആ സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തമ്പ് കാണിച്ച്. നിങ്ങൾക്ക് ആദ്യം തരുന്ന ഇപ്പോൾ റെഡ് ഫ്ലവർ ആണെങ്കിൽ റെഡ്, അതാണ് ഡൊമിനന്റ്. ഫസ്റ്റ് പറയുന്നതാണ് ഡൊമിനന്റ്, രണ്ടാമത് പറയുന്നത് റിസസീവ് ആണ്. അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് ഡൊമിനന്റ് ഏതാണ് റിസസീവ് ഏതാണ് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിൽ എടുക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് സാറ്. നോക്കാം നിങ്ങൾ. വാട്ട് ഇസ് ദ F1 progeny? Sorry, why is the F1 progeny always tall when tall pea plants is crossed with a short plant? ടോൾ പ്ലാന്റിനെയും ഷോർട്ട് പ്ലാന്റിനെയും ക്രോസ് ചെയ്യുമ്പോൾ F1 എന്തുകൊണ്ടാണ് എപ്പോഴും ടോൾ വരുന്നത്? ദെൻ ഹൗ ഇസ് F2 progeny obtained by self pollination in the F1 progeny different from the F1 progeny and give reason for this observation. State the conclusion that can be drawn. സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നി വരുന്ന ടാറ്റ ആണ്. ഇതിപ്പോൾ പറഞ്ഞ കൺക്ലൂഷൻ ഇല്ലേ, ഇപ്പം പറഞ്ഞ അതേ കൺക്ലൂഷൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുക. അതാ ഞാൻ പറഞ്ഞ മോണോ ഹൈബ്രിഡ് ക്രോസ്, ഡൈ ഹൈബ്രിഡ് ക്രോസ്. സാർ ആൻസർ ഒന്ന് കാണിച്ചോ മക്കളെ. അപ്പോൾ ആ മോണോ ഹൈബ്രിഡ് ഡൈ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ അടക്കമുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചോ. ഡൊമിനന്റ് ട്രേറ്റ്, റിസസീവ് ട്രേറ്റ് എന്താണ്, ഒന്ന് ഡൊമിനന്റ് ആണ് ഒന്ന് റിസസീവ് ആണ്. ഫസ്റ്റ് ജനറേഷനിൽ ഒരെണ്ണം ഡൊമിനന്റ് ആവാൻ കാരണം എന്താ, രണ്ട് പാരന്റ്സിൽ ഒരാളെ ഡൊമിനേറ്റ് ആവുള്ളൂ, അടുത്ത ആൾ റിസസീവ് ആയിരിക്കും. ദാറ്റ്സ് ദ റീസൺ വൈ ഒരാൾ എക്സ്പ്രസ് ആവുന്നു, മറ്റേ ആൾ സപ്രസ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, സർപ്രൈസ് അല്ല കേട്ടോ, സപ്രസ് ആയിട്ടിരിക്കുന്നു. ഓക്കെ സർ. ഓക്കെ, എടാ മക്കളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ, കേൾക്കുന്നുണ്ടെങ്കിൽ വേവ് ചെയ്തേ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ അത്രയും പോയിന്റ്സ് മാത്രം ഒന്ന് വായിച്ചു നോക്കി. ഇപ്പൊ സാറ് പറഞ്ഞ ആ F1 F2 ജനറേഷൻ, അതായത് നമ്മുടെ മോണോ ഹൈബ്രിഡും ഡൈ ഹൈബ്രിഡ് ക്രോസ്, ആ രണ്ട് ക്രോസ് മാത്രം ഒന്ന് വായിച്ചു നോക്കിയടാ. അത് തറവല്ലാതെ നമ്മൾ മൂവ് ചെയ്തിട്ട് കാര്യമില്ല. അത് തറവാണെങ്കിലേ നമുക്ക് എക്സാമിന് എന്തായാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ മോണോ ഹൈബ്രിഡ് ആൻഡ് ഡൈ ഹൈബ്രിഡ് ഓക്കെ അല്ലേ? സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിച്ചേ. ആ സെറ്റ്. എടാ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ട് ആളുകൾ സൂമിലുള്ളവരൊന്ന് വീഡിയോ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ സോ ദെൻ യെസ്, അഖിൽ സാറിന് സുഖമാണെന്നൊക്കെ ആരും ചോദിച്ചേക്കണം സാറേ? ഹാർവെസ്റ്റർ റാസിക്കോ? ഓക്കെ, അഖിൽ സാറിന് സുഖമാണ്, അഖിൽ സാറിന് സുഖമാണ്, നല്ല സുഖമായിട്ടിരിക്കണം, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു, നിങ്ങൾക്ക് സുഖമാണെന്നൊക്കെ കരുതുന്നു സാർ. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട് നോക്കിക്കോളാം. മെന്റൽ in one of his experiment with pea plants crossed a variety of pea plants having round seeded with one wrinkled seed. State the Mendel's observations giving reason for F1 and F2 progeny of this cross. Also list any two contrasting characters. മക്കളെ ഡൈ ഹൈബ്രിഡ് ക്രോസ് വരയ്ക്കാനാണെന്ന് മനസ്സിലായവരൊന്ന് ടാറ്റ കാണിച്ചേ. ക്രോസ് കാണിക്കാൻ പറഞ്ഞിട്ടില്ല എക്സ്പെരിമെന്റിന്റെ, സാർ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതുപോലെ എന്ത് ചെയ്യണം എൻ്റെ മക്കള്, വരച്ച് വെക്കണം. വരയ്ക്കാന്നുള്ളവരൊന്ന് ടാറ്റ കാണിച്ച്. വലിയ പെട്ടി ഒന്നും വരച്ച് കൊളാക്കി വെക്കണ്ട. ഓക്കെ, മൊത്തം ഔട്ട്പുട്ട് വരച്ചില്ലെങ്കിലും മെയിൻ ക്രോസ് വരയ്ക്കുക, എന്നിട്ട് F1 ക്രോസസ് വിത്ത് F1 കാണിക്കണം എന്ന് പറയണം. എന്നിട്ട് റേഷ്യോ എഴുതണം, ആ 4 പുതിയ കോമ്പിനേഷൻസ് എഴുതണം. സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിക്കുക, പറ്റുവാണെങ്കിൽ ഈ ചെയ്ത ക്രോസിനെ ഒന്ന് സെന്റൻസ് ആയിട്ടൊന്ന് എഴുതി കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്, നോ പ്രോബ്ലംസ്. ഓക്കെ,
മറ്റേ വലിയ ബോക്സ് പന്നറ്റ് സ്ക്വയർ വരയ്ക്കാൻ അറിയാമെങ്കിൽ മാത്രം അതിലേക്ക് തൊടുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അങ്ങനെയല്ല, മൊത്തം ക്വസ്റ്റ്യൻ പറ്റരുത് കേട്ടോ. പന്നറ്റ് സ്ക്വയറിനെ മാറ്റിയിട്ട് ബാക്കി കോമ്പിനേഷൻസ് ഒക്കെ പെറുക്കി എഴുതാമല്ലോ. കോമ്പിനേഷൻസും റേഷ്യോസും ഒക്കെ പെറുക്കി കൃത്യമായിട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനും നമുക്ക് ഹിയർ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫിഗർ ദാറ്റ് ഫാദർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെക്സ് ഓഫ് എ ചൈൽഡ്. സിമ്പിൾ ആണോ മക്കളെ? അത് സിമ്പിൾ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച് ഒരു കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാദർ ആണെന്നുള്ളത് ഒരു ഫിഗറിന്റെ സഹായത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഈ ഫിഗറാണ് എന്റെ മക്കൾ വരയ്ക്കേണ്ടത്. ദിസ് ഇസ് എ ഫിഗർ. യെസ് സർ, ഈ ഫിഗർ നോക്കിക്കേ. യെസ്, ഈ ഫിഗർ ബുക്കിൽ കണ്ടവരൊന്ന് ഡാറ്റ കാണിച്ചോ. ഈ ഫിഗർ ബുക്കിൽ കണ്ടവരൊന്ന് ഡാറ്റ കാണിച്ചോ. ഈ ഫിഗർ വരച്ച് വെച്ചിട്ട് നമ്മൾ പറയണം ഫാദറിൽ എക്സും വൈ ഉണ്ട്, മദറിൽ XX ആണുള്ളത്. ഫാദറിന്റെ എക്സ് മദറിന്റെ എക്സും ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ XX ഫീമെയിൽ ആകും. ഫാദറിന്റെ വൈ ആണ് മദറിന്റെ എക്സും ആയിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ XY ദാറ്റ് വിൽ ബി എ ബോയ്. എഴുതാന്നുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചോളൂ. സിമ്പിൾ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്സ് ഡിറ്റർമിനേഷൻ ഫാദർ ആണ് ചെയ്യുന്നത്, മദർ അല്ല. മദറിന് ഒരു ക്രോമസോം എക്സേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഇതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സാർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. നോക്കുക, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ചാൻസ് whether the couple will give a birth to a boy or a girl. Justify the statement and support your answer with a neat illustration. കണ്ടോ, സെയിം ഫിഗർ ആണെന്ന് തോന്നിയവരൊന്ന് ഡാറ്റ കാണിച്ചേ. ആ കപ്പിൾസിന് മെയിലും ഫീമെയിലും കുട്ടികൾ ഉണ്ടാവുന്നതിനെ പറ്റിയിട്ട് നമ്മൾ എന്താ ചിന്തിച്ച് കഴിയുമ്പോൾ ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഇല്ലുസ്ട്രേഷൻ പറഞ്ഞു. സെയിം സാധനമാണ് സാർ ആൻസർ, അത് തന്നെയാണ് ആൻസർ വരുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും ഫിഗർ എന്ന് പറഞ്ഞാലും എന്റെ മക്കൾ ധൈര്യമായിട്ട് ഇത് തട്ടി വെച്ചോ. പിന്നെ XY മാത്രം എഴുതിയിട്ട് ഒരു ക്രോസ് സാർ ക്ലാസ്സിൽ വരച്ച് കാണിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? ആ ക്രോസും കൂടെ ഇതിലൂടെ വരച്ചെന്ന് ഓർത്ത് യാതൊരു പ്രശ്നമില്ല. ഫിഗർ വരയ്ക്കാൻ പറഞ്ഞാൽ ഫിഗറിനകത്ത് ഈ സാധനങ്ങൾ സ്പേം ഉണ്ടാവണം, ഓവ ഉണ്ടാവണം, എക്സും വൈയും വേണം, ഫ്യൂസ് ചെയ്യണം. XX മെയിലും XY ഫീമെയിലും, സോറി XX ഫീമെയിലും XY മെയിലും ആവുന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ സർ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. What is the law of dominance of trait? Explain with an example. Law of dominance explain ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. What are the traits acquired during the lifetime of an individual for that not inherited? എന്താണത്? Explain. ലൈഫ് ടൈമിൽ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്തുകൊണ്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല? നമ്മൾ ലൈഫ് ടൈമിൽ എടുക്കുന്ന അക്വേർഡ് ക്യാരക്ടേഴ്സ്, അതിന്റെ ആൻസർ ഒന്ന് നോട്ട് ചെയ്യണം സാർ. ആൻസർ ഒന്ന് കാണിച്ച് മക്കളെ നോക്കിക്കേ. ഇതിന്റെ ആ ഒരു ഈ സെക്ഷൻ നോക്കിയോ. ലോ ഓഫ് ഡോമിനൻസ് സ്റ്റേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഡാറ്റ കാണിച്ചേ. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ചോദിക്കാറുള്ളതാണ്. അപ്പൊ ലോ ഓഫ് ഡോമിനൻസ് എഴുതുമ്പോൾ പ്രൂഫ് വേണമെങ്കിൽ ഇത് കൊടുക്കാം നമുക്ക്. ടോളും ഡ്വാർഫും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് അതിനകത്ത് ഒരെണ്ണം എക്സ്പ്രസ് ആകും, ഒരെണ്ണം ഡോമിനന്റ് ആയിരിക്കും, ഒരെണ്ണം റിസസീവ് ആയിരിക്കും. അത് എഴുതി വെച്ചാൽ അത് ഡോമിനന്റ് ലോ ഓഫ് ഡോമിനൻസ് ആയില്ലേ? ഒന്ന് ഡോമിനന്റ് ആയിരിക്കും, ഒന്ന് റിസസീവ്. അത് ഇത് എഴുതിയാൽ മതി സാർ. അടുത്ത ആൻസർ ഒന്ന് കാണിക്കും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അക്വേർഡ് ട്രേറ്റ്സ് എന്തുകൊണ്ടാണ് അടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാത്തത്? ബി പാർട്ട്. ട്രേറ്റ്സ് അക്വേർഡ് ബൈ ആൻ ഓർഗാനിസം ഡ്യൂറിംഗ് ഇറ്റ്സ് ലൈഫ് ടൈം ഇസ് നോൺ ആസ് അക്വേർഡ് ട്രേറ്റ്സ്. ഒരു ഓർഗാനിസം അതിന്റെ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്തെടുക്കുന്ന ട്രേറ്റ് ആണ് അക്വേർഡ് ട്രേറ്റ്സ്. ദെൻ ദീസ് ട്രേറ്റ്സ് ആർ നോട്ട് ഇൻഹെറിറ്റഡ് ബിക്കോസ് ദിസ് ഒക്കർ ഇൻ സൊമാറ്റിക് സെൽസ് ഓൺലി. കണ്ടോ, സൊമാറ്റിക് സെൽസിലാണ് ഇത് ഒക്കർ ചെയ്യുന്നത്. ദാറ്റ് ഡു നോട്ട് കോസ് എനി ചേഞ്ച് ഇൻ ദ DNA ഓഫ് ദി ജേം സെൽ. DNA-യിലല്ല, DNA-യിൽ വരുന്ന ചേഞ്ച് അല്ലേ അടുത്ത ജനറേഷനിൽ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. ഇത് സൊമാറ്റിക് സെല്ല് അല്ലെങ്കിൽ ഓട്ടോസോംസ് ാണ് വരുന്നത്. ഓട്ടോസോമിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന സെക്സ് ക്രോമസോമിൽ വരുന്നില്ല. DNA-യിൽ ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ DNA-യിൽ വരുന്ന ചേഞ്ചസ് ആണ് ഇൻഹെറിറ്റ് ചെയ്യത്തുള്ളൂ. ഇത് DNA-യിൽ അല്ല പറഞ്ഞത്, അതുകൊണ്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല. പെർഫെക്റ്റ് ആണെങ്കിൽ തമ്പ് കാണിച്ചോളൂ. പെർഫെക്റ്റ് അല്ലേ? അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കണം കേട്ടോ. അക്വേർഡ് ട്രേറ്റ്സ് എന്താണ്? അക്വേർഡ് ട്രേറ്റ്സ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. ലൈഫ് ടൈമിൽ അക്വയർ ചെയ്യുന്ന ക്യാരക്ടർ ആണ് അക്വേർഡ് ട്രേറ്റ്സ്, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A cross between tall pea plant and short pea plant, small t and capital T ആണ് പറയുന്നത്, resulted in the progeny that were all tall plants because പറഞ്ഞോ, ഓപ്ഷൻ ആണ്, ചൂസ് ചെയ്തോ. ABCD 1 2 3 4 ഏതാണ്? കൈ കാണിച്ചോട്ടോ. 1 2 1. Tallness is the dominant trait എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ദാറ്റ്സ് റൈറ്റ് ആൻസർ. Tallness is the dominant trait. Okay, very good. Then sir, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ അഗൈൻ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, സോറി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, MCQ ആണ്. That is, if a round green seeded plant RRYY is crossed with a wrinkled yellow seeded plant with a small r capital Y and seeds produced in the F1 progeneration will be what? Round and yellow, round and green, wrinkled and green, wrinkled and yellow. Which is the right option? 1 2 3 4. പറഞ്ഞോളൂ. Anyone? 2. Sir, answer? No. Okay, sir, answer. Round and yellow കിട്ടിയായിരുന്നോ? A, round and yellow ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഡൈഹൈബ്രിഡ് മോണോ ഹൈബ്രിഡ് ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരാൻ ചാൻസ്. എനിക്ക് പോസിബിലിറ്റി ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് വരാനാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ് നമ്മൾ.
യെസ് ദാറ്റ് ഈസ് മക്കളെ സിമ്പിൾ കേട്ടോ, വെരി സിമ്പിൾ. എ സൈഗോട്ട് വിച്ച് ഹാസ് ആൻ എക്സ് ക്രോമസോം ഇൻഹെറിറ്റഡ് ഫ്രം ദ ഫാദർ വിൽ ഡെവലപ്പ് ഇൻ ടു എ ഡാഷ്. ഫാദറിൽ നിന്ന് എക്സ് ആണ് വന്നെങ്കിൽ ഉണ്ടായത് ബോയ് ആണോ ഗേൾ ആണോ? എക്സ് ക്രോമസോംസ് ഡസ് നോട്ട് ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ദ ബേബി ആണോ? ഈതർ ബോയ് ഓർ എ ഗേൾ ആണോ? ഫാദറിൽ നിന്ന് എക്സാ വന്നത്, മദറിനാകെ എക്സ് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ ഗേൾ, ബി അല്ലേ, ഇറ്റ്സ് എ ഗേൾ തീർച്ചയായിട്ടും. ഇനി നമുക്ക് അസേർഷൻ റീസണിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിന്റെ നോക്കിക്കേ, അസേർഷൻ നോക്കാം. മെന്റൽ ചൂസ് എ നമ്പർ ഓഫ് വെറൈറ്റീസ് ഓഫ് ഗാർഡൻ പീ ആസ് എ പ്ലാന്റ് മെറ്റീരിയൽ ഫോർ ഹിസ് എക്സ്പെരിമെന്റ്. റീസൺ എന്താണ്? ഗാർഡൻ പീസ് ഹാസ് വെൽ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് ആസ് ആൻഡ് വാസ് ബൈസെക്ഷുവൽ. ഓക്കെ, കറക്റ്റ് ആണോ? അസേർഷൻ ആൻഡ് റീസൺ കറക്റ്റ് ആണോ? അസേർഷൻ കറക്റ്റ് ആണ്, റീസണും ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. പക്ഷേ റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? അല്ല. അതെ. ആൻസർ മക്കളെ, അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. കറക്റ്റ് അല്ലേ മക്കളെ? റീസൺ കറക്റ്റ് അല്ലേ? ബൈസെക്ഷൽ ഫ്ലവർ ആണ്, 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ടല്ലേ, 7 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ടല്ലേ പുള്ളി അതിന് എടുത്തത്. So that's the right explanation of the assertion. And then അടുത്ത question നോക്കുക മക്കളെ. In humans, males plays an important role in determining the sex of the child. And male have 2 X chromosome. ഇത് കാണുമ്പോൾ തന്നെ കിട്ടും. അസേർഷൻ കറക്റ്റാ, പക്ഷേ റീസൺ പൊട്ട തെറ്റല്ലേ? മെയിൽസിന് 2 എക്സാ ഉള്ളേ, മെയിൽസിന് 2 എക്സ് ഉണ്ടാ ഇല്ല. ഓക്കെ സർ, ആൻസർ assertion is true and reason is false. And the next is our environment. This is the last chapter അല്ലേ? This is the last chapter. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിൾ ആണെന്നല്ല, സിമ്പിൾ അല്ല എന്നല്ല, സിമ്പിൾ തന്നെയാണ്, പക്ഷേ ഒരു വെറൈറ്റി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. സോ നമ്മൾ ചാടി കിടക്കുന്നു നമ്മുടെ our environment എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക്. ഓക്കെ സർ, ഹിയർ നമ്മുടെ ചാപ്റ്റർ വാട്ട് ഈസ് മെൻ ബൈ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ഓർ ബയോ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ ചാറ്റ കാണിച്ച് ബയോ മാഗ്നിഫിക്കേഷൻ കാണാതെ പഠിക്കുന്ന മറ്റൊരു സെന്റൻസ് അല്ലെങ്കിൽ 2 സെന്റൻസ് മാക്സിമം മതി. ബയോ മാഗ്നിഫിക്കേഷൻ ഇസ് ദ പ്രോഗ്രസീവ് അക്യുമുലേഷൻ ഓഫ് നോൺ ബയോഡിഗ്രേഡബിൾ കെമിക്കൽസ് സച്ച് ആസ് പെസ്റ്റിസൈഡ്സ് occurs at the successive trophic levels leading to its maximum concentration at the top level of the food chain. ഇതാണോ പഠിച്ചു വെച്ചിരിക്കുന്നത്? ഫുഡ് ചെയിന്റെ ടോപ്പ് ലെവലിൽ മാക്സിമം കെമിക്കൽ നോൺ ബയോഡിഗ്രേഡബിൾ കെമിക്കൽസിന്റെ അക്യുമുലേഷൻ വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, പഠിക്കണം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ വരാം, കേസ് ബേസ്ഡിൽ വരാം, വെരി ഷോർട്ട് ആൻസറിൽ ഏതെങ്കിലും സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, അതേപോലെ നോൺ ബയോഡിഗ്രേഡബിളും ബയോഡിഗ്രേഡബിളും വേസ്റ്റ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ നമ്മൾ? ബയോഡിഗ്രേഡബിൾ എന്താണ്, നോൺ ബയോഡിഗ്രേഡബിൾ എന്താണ്, അത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, സോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് എനർജി ഓഫ് ഇത് നമ്മുടെ മറ്റേ സാധനം വന്നു കഴിഞ്ഞു. സിമ്പിൾ. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് അല്ലേ? എല്ലാവർക്കും സന്തോഷം. ഈ സാധനം നമ്മൾ ക്ലാസ്സിൽ എത്രയോ എക്സാമ്പിൾസ് ചെയ്തതാണ്. വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ടു ദ ഓർഗാനിസം ഓഫ് ദി സെക്കൻഡ് ട്രോഫിക് ലെവൽ ഓഫ് എ ഫുഡ് ചെയിൻ ഇഫ് ദി എനർജി അവൈലബിൾ അറ്റ് ദി ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഇസ് 10,000 ജൂൾസ്. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ 10,000 ജൂൾ ആണെങ്കിൽ സെക്കൻഡ് ട്രോഫിക് ലെവലിൽ എത്ര ജൂൾ ആയിരിക്കും? എത്ര ജൂൾ ആയിരിക്കും? വെരി സിമ്പിൾ. ഓക്കെ, 1,000 ആണെന്നുള്ള ഒരു ഡാറ്റ കാണിച്ചേ. 10,000 ഫസ്റ്റിൽ ഉണ്ടെങ്കിൽ സെക്കൻഡിൽ 1,000, 10% മാത്രം ട്രാവൽ ചെയ്യുന്നു. റിമൈനിങ് 90% റെസ്പിറേഷനും ഹീറ്റിന്റെ ഫോമിലും ഒക്കെ ലോസ് ആവുന്നു. ദ ആൻസർ ഇസ് 1000 ജൂൾ അല്ലേ? 1000 ജൂൾ ആണ് സെക്കൻഡ് ട്രോഫിക് ലെവലിൽ. തേർഡിൽ വരുമ്പോൾ 100 ജൂൾ ആകും. ഫോർത്തിൽ വരുമ്പോൾ 10 ജൂൾ ആകും. സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിക്കുക കേട്ടോ. സിമ്പിൾ സാധനമാണ് കേട്ടോ, അത് ആരും തെറ്റിക്കരുത്. ജൂൾസി തന്നാലും കുഴപ്പമില്ല, കിലോ ജൂൾസി തന്നാലും ഒരു പ്രശ്നമില്ല. ഓക്കെ ആണല്ലോ? ഒരു പ്രശ്നമില്ല. ജൂളും കിലോ ജൂളും ഒന്നും നോക്കണം, 10% വെച്ച് അങ്ങോട്ട് എടുത്താൽ മതി. യൂണിറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. യൂണിറ്റ് ഇസ് നോട്ട് എ ഫാക്ടർ. ഓക്കെ, യൂണിറ്റ് ഇവിടെ ഒരു ഫാക്ടർ ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. ദെൻ Write the full name of the group of compounds mainly responsible for the depletion of the ozone layer. Ozone layer depletion responsible ആയിട്ടുള്ള കോമ്പൗണ്ടിന്റെ ഫുൾ നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ അത്? CFC ആണെന്നുള്ള ഒരു ഡാറ്റ ആണ്. CFC ഫുൾ നെയിം എഴുതാൻ പറഞ്ഞാൽ CFC എന്ന് എഴുതിയ മാർക്ക് കിട്ടോ? കിട്ടത്തില്ല. CFC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ആണ്. സോ CFCയുടെ ഫുൾ ഫോം എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ഓക്കെ, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് തന്നെ എഴുതണം. അത് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഇത് റിലീസ് ആവുന്ന എവിടെ നിന്നാണ്? റെഫ്രിജറേറ്റർ പറയാം, ഫയർ എക്സ്റ്റിംഗ്യൂഷർ പറയാം, അതുപോലെ തന്നെ എയർ കണ്ടീഷണർ പറയാം. ഇതിൽ നിന്നൊക്കെ റിലീസ് ആവുന്ന എക്സാമ്പിൾ പറയാം കേട്ടോ. എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചാൽ എവിടുന്ന് റിലീസ് ആവുന്നു ചോദിച്ചാൽ ഈ പറയുന്ന 3 എക്യുപ്മെന്റ്സിന്റെ കാര്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഉപകരണങ്ങളുടെ പേര് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. പിക്ക് ദ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് ഫ്രം ദി ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന കോട്ടൺ, റബ്ബർ, ലെതർ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഈ 4 എണ്ണത്തില് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ട്. അതിനെ പിക്ക് ഔട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാർ ഒരാളെ പിക്ക് ഔട്ട് ചെയ്താൽ ആദ്യം നമുക്ക് അത് പിക്ക് ഔട്ട് ചെയ്യാലോ. അർജുൻ സാർ ഒരാളെ പിക്ക് ചെയ്താൽ നമുക്ക് ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ് പിക്ക് ചെയ്യായിരുന്നു. ഓക്കെ, അന്ന സാറേ, അന്ന ഡെഫ്നിയ അല്ലേ? അന്നാറോസ് ഡെന്നി പഠിച്ചു കഴിഞ്ഞോ? അപ്പൊ ഇതിന്നൊന്ന് പിക്ക് ചെയ്ത് തന്നെ. ഏതാ ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ്? കോട്ടൺ, ലെതർ. ഉറപ്പിച്ചു സാർ? ആൻസർ നോക്കാം. നമ്മുടെ അന്ന പറഞ്ഞ ആൻസർ കോട്ടണും ലെതറും കറക്റ്റ് ആൻസർ ആണ്. അന്ന
വെരി ഗുഡ്. പഠിച്ചു ഞാൻ വിശ്വസിച്ചു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞത് വളരെ ശരിയാണ്. ഓക്കെ, then we are moving to the next question and here is a question മക്കളെ. Consider the following 2 food chains. ഇവിടെ 2 food chain തന്നിട്ടുണ്ട്, 1 and 2 പറഞ്ഞിട്ട്. 1 ഗ്രാസ്, മൗസ്, ഹോക്ക്. then food chain 2 പറയുന്നത് ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഹോക്ക്. ഒരെണ്ണം ചെറുതാണ്, ഒരെണ്ണം വലുതാണ്, രണ്ടിന്റെയും ലാസ്റ്റ് വരുന്നത് ഹോക്ക് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, in which of the above food chains hawk will get the maximum energy? ഇതിൽ ഏത് ഫുഡ് ചെയിനിലാണ് ഹോക്കിന് മാക്സിമം എനർജി കിട്ടുക? ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ? കയ്യിൽ കാണിച്ചാൽ മതി. ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ? ഫസ്റ്റില്. കാരണം എന്താ? ട്രോഫിക് ലെവൽസ് കുറവല്ലേ, എണ്ണം കുറവല്ലേ, അപ്പൊ അത്രയും എനർജി കൂടുതലല്ലേ. ഇപ്പൊ ഇവിടെ ഗ്രാസിൽ നിന്ന് കുറച്ച് എനർജി ഇങ്ങോട്ട് കൊടുത്തു, ഇവിടെ കൊടുത്തു, അപ്പൊ ഒരു കുറച്ച് എനർജി ഇവിടെ കിട്ടി. ഗ്രാസ് ഹോപ്പറിന് കൊടുത്തു, ഫ്രോഗിന് കൊടുത്തു, സ്നേക്കിന് കൊടുത്തു, പിന്നെ ഹോക്കിൽ ഇതുമ്പോൾ കുറഞ്ഞു വരൂല്ലേ. അപ്പൊ ഹോക്കിന് കൂടുതൽ ഫസ്റ്റ് കുറവ് ട്രോഫിക് ലെവൽ ഉള്ള സ്ഥലത്തല്ലേ ഹോക്കിന് മാക്സിമം എനർജി കിട്ടുക. സോ ആൻസർ നോക്കിക്കോളൂ മക്കളെ, ഫസ്റ്റ് ഫുഡ് ചെയിനകത്താണ്, ബിക്കോസ് ഇറ്റ് ഹാസ് ലെസ് നമ്പർ ഓഫ് ട്രോഫിക് ലെവൽസ് കേട്ടോ. ട്രോഫിക് ലെവൽസ് കുറയുന്ന അനുസരിച്ചിട്ട് ലാസ്റ്റ് വരുന്ന മെമ്പറിന് കിട്ടുന്ന എനർജിയുടെ എമൗണ്ട് ഭയങ്കര കൂടുതലാകും. ആ എനർജി എമൗണ്ടിൽ ഒരു കൂടുതൽ ഒരു വർധനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും, ഒരു ഇൻക്രീസും കാര്യങ്ങളും ഉണ്ടാകും. സെറ്റ് അല്ലേ? ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. ദിസ് വൈ ആർ ഗ്രീൻ പ്ലാന്റ്സ് കോൾഡ് പ്രൊഡ്യൂസേഴ്സ്? എന്തുകൊണ്ടാണ് ഗ്രീൻ പ്ലാന്റ്സിനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്? ദേ പ്രൊഡ്യൂസ് ഓർഗാനിക് ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ് ആണെങ്കിൽ ചാറ്റ കാണിക്കുക കേട്ടോ. ഫോട്ടോസിന്തസിസ് വഴി അവർ എന്തുണ്ടാക്കുന്നുണ്ട്? ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണോ അവരെ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്? ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ്. ഇറ്റ് ഇസ് ബിക്കോസ് ദേ പ്രിപ്പയർ ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ് ബൈ യൂസിങ് സോളാർ എനർജി ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിലിന്റെ പ്രസൻസിൽ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് അവർ ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ജനറേഷൻ അല്ല, നെക്സ്റ്റ് ട്രോഫിക് ലെവൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, വീണ്ടും നമ്മുടെ മറ്റേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇൻ ദ ഫോളോയിങ് ഫുഡ് ചെയിൻ only 2 joule of energy was available to the peacock. ഇവിടെ പീകോക്കിനെ കണ്ട, പീകോക്കിന് എന്തുണ്ട്? 2 ജൂൾ എനർജി ഉള്ളൂ. How much energy would have been the present in the grass? ഗ്രാസിനകത്ത് എത്ര എനർജി ഉണ്ടാവും? ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 20, 200, 2000, 20,000 കിട്ടിയ ഡാറ്റ ആണ്. 20,000 ജൂൾസ് ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. 20,000 ജൂൾസ് അല്ലേ സർ? ആൻസർ നോക്കിക്കേ. യെസ്, ദ റൈറ്റ് ആൻസർ ഇസ് 20,000 ജൂൾസ് ആണ്. ഓൺലി 10% യൂസബിൾ എനർജി, amount ഓഫ് എനർജീസ് എന്താ പറയുക, ട്രാൻസ്ഫറിങ് ഫ്രം ദി അപ്കമിംഗ് ട്രോപ്പിക് ലെവൽസ്. ബിക്കോസ് എന്താണ്, ബാക്കി വരുന്ന amount ഓഫ് 90% എന്താണ്, ഹീറ്റിന്റെ ഫോമിലും റെസ്പിറേഷന് വേണ്ടിയിട്ടൊക്കെ പ്ലാന്റ്സ് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. 10% ലോ കിട്ടുമെന്നുള്ള ഒരു ഡാറ്റ ആണ്. 10% ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കാം മക്കള്. ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് നാൾ ഡൗട്ട് നിങ്ങൾ ചോദിച്ചിരുന്നതാണ് കുറച്ച് മുന്നേയൊക്കെ. കുൽഹട്സ് എന്താണ്? കുൽഹട്സ് എന്ന് ചോദിച്ചിരുന്നില്ലേ കുറച്ച് ആളുകൾ? കുൽഹട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ കപ്സ് ആണ്, ക്ലേ കൊണ്ടുണ്ടാക്കുന്ന ഡിസ്പോസിബിൾ കപ്സ് ആണ്. കുൽഹട്സ് ആൻഡ് ഡിസ്പോസിബിൾ പേപ്പർ കപ്സ് ബോത്ത് ആർ യൂസ്ഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ഫോർ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കപ്സ്. പ്ലാസ്റ്റിക് കപ്സിന് പകരം മറ്റേ 2 സാധനം, കുൽഹട്സ് എന്ന് പറയുന്ന ക്ലേ കപ്പും പേപ്പർ കപ്സും നമുക്ക് യൂസ് ചെയ്യാം ഓൾട്ടർനേറ്റീവ് ആയിട്ട്. വിച്ച് വൺ ഓഫ് these two can be considered as a better alternative to plastic cups and why? ഇതിൽ ഏതാണ്, കുൽഹട്സ് ആണോ അതോ പേപ്പർ കപ്സ് ആണോ നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറയുന്നത്? ആൻഡ് ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞാലും റീസൺ എന്താണെന്ന് പറയണം. വൈ, എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്യാനുള്ള കാരണം അറിയോ? കുൽഹട്സ് ആണെന്നുള്ള ഒരു ഡാറ്റ മനസ്സിലായി. കുൽഹട്സ് ഇസ് ദ റൈറ്റ് വൺ, നോട്ട് കുൽഹട്സ്. കുൽഹട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ മക്കളെ? നമ്മുടെ സോയിലിന്റെ സർഫസിലുള്ള ക്ലേ ഇല്ലേ, നമ്മുടെ മണ്ണ് ഭൂമിയിലെ എർത്തിലെ സർഫസ് ക്ലേ ഒക്കെ വാരി എടുത്തിട്ടാ. ഈ നല്ല അലൂവിയൽ സോയിലൊക്കെ വാരി എടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കൾട്ടിവേഷനിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമോ? കണക്ട് ചെയ്യണം, വരൂലേ? ആൻസർ നോക്കിക്കപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് എഴുതേണ്ട ആൻസർ ആണ്. യെസ്, ഡിസ്പോസിബിൾ പേപ്പർ കപ്സ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. മേക്കിംഗ് ഓഫ് കുൽഹട്സ് ഓൺ എ ലാർജ് സ്കെയിൽ വുഡ് റിസൾട്ട്സ് ഇൻ ദ ലോസ് ഓഫ് ഫെർട്ടൈൽ ടോപ്പ് സോയിൽ. അല്ലേ, കുൽഹട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമില്ല, ഒരുപാട് കുൽഹട്സ് ഉണ്ടാക്കണ്ടേ? ആ കുൽഹട്സ് മൊത്തം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ലാർജ് എമൗണ്ട് ഓഫ് ഫെർട്ടൈൽ ടോപ്പ് സോയിൽ വാരിക്കൊണ്ട് പോയിട്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? അങ്ങനെ ആ ഒരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ ഡിസ്പോസിബിൾ പേപ്പർ ആണ് ഏറ്റവും നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് കളയാൻ പറ്റും. മറ്റേ സംഭവം എടുത്തു കഴിഞ്ഞെങ്കിൽ എൻവയോൺമെന്റിന് ഈ സാധനം കൊണ്ടുപോയാൽ കൾട്ടിവേഷനെ ബാധിക്കും. പിന്നെ എന്താ, ഫുഡ് കഴിക്കാൻ കിട്ടത്തില്ല. ചായ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചായ കുടിക്കാൻ ഗ്ലാസ് ഉണ്ടൊരു ആവശ്യമുള്ളൂ, അങ്ങനെയല്ലേ? അല്ലേ, കഴിക്കാനായിട്ട് ഫുഡ് ഉണ്ടെങ്കിലേ പ്ലേറ്റിന്റെ ആവശ്യമുള്ളൂ അല്ലേ സാറേ? അപ്പൊ പ്ലേറ്റ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണം. അപ്പൊ പ്ലേറ്റ് കുൽഹട്സ് വെച്ചിട്ട് നമുക്ക് കഴിക്കുന്നതല്ല, ഓൾട്ടർനേറ്റീവ് ഒന്നും അല്ല, പേപ്പർ കപ്പ് മതി. അതാകുമ്പോൾ ഈസിലി ഡിസ്പോസിബിൾ ആയിട്ട് പൊക്കോളും. സെല്ലുലോസും കാര്യങ്ങളൊക്കെയാണ്, സോയിലിൽ മെൽറ്റ് ആയി അങ്ങ് പൊക്കോളും. ഓക്കെ സോ നെക്സ്റ്റ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹ്യൂമൻ ബീങ്സ് ആർ മോസ്റ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ദി ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. സ്റ്റേറ്റ് ദ റീസൺ. ഹ്യൂമൻ ബീങ്സിനാണ് ഈ ബയോ മാഗ്നിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പറയാനുള്ള റീസൺ, കാരണം എന്താണ് മക്കളെ? ആൻഡ് വൈ ക്യാൻ ഓർഡിനറി വാഷിംഗ് ഓഫ് ദി എഡിബിൾസ് നോട്ട് റെഡ്യൂസസ് ദി എഫക്ട്സ് ഓഫ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ? അറിയാമോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബീങ്സിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നത്? ബയോ മാഗ്നിഫിക്കേഷൻ നമ്മളാണോ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ ട്രോഫിക് ലെവലിൽ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ.
ട്രോഫിക് ലെവലിൽ നമ്മളാണോ ടോപ്പിൽ നിൽക്കുന്നത്? യെസ് സർ, ആൻസർ. Human beings occupy the top level in any food chain. Therefore, maximum concentration of these chemicals get accumulated in our body. ഏറ്റവും ടോപ്പിൽ എപ്പോഴും മോസ്റ്റ് ഓഫ് ദി ഫുഡ് ചെയിനിലും ടോപ്പിൽ വരുന്ന ഹ്യൂമൻ ബീങ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കെമിക്കൽസിന്റെ മാക്സിമം അക്യുമുലേഷൻ ഹ്യൂമൻ ബീങ്സിൽ വരുന്നത്. ഹാർംഫുൾ കെമിക്കൽസ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് എന്താണ്? ഗെറ്റ് അബ്സോർബ്ഡ് ഫ്രം ദി സോയിൽ ബൈ ദ പ്ലാന്റ്സ് along with water and minerals. Therefore, ordinary washing cannot remove the harmful chemicals. മക്കളെ, ഹാംഫുൾ കെമിക്കൽസ് അത് നമ്മൾ ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളയൂലേ? കെമിക്കൽസ് ഉണ്ടാവും, വാഷ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആയോ? ആ ഫ്രൂട്ട്സും വെജിറ്റബിളും ക്ലീൻ ആയോ? ഒരിക്കലും ക്ലീൻ ആവില്ല അല്ലേ? ഈ കൾട്ടിവേറ്റിംഗ് ലാൻഡിൽ നിന്ന് ഹാംഫുൾ വേസ്റ്റുകൾ അല്ലെങ്കിൽ കെമിക്കൽസിനെ പ്ലാന്റ്സിന്റെ റൂട്ട് അബ്സോർബ് ചെയ്ത് സൈലത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് പ്ലാന്റ്സിന്റെ അകത്തോട്ട് വിടുന്നത്. അപ്പൊ ഈ പ്ലാന്റ്സിന്റെ അകത്ത് പോയ സാധനം ഫ്രൂട്ട്സിന്റെ ഒക്കെ ഉള്ളിലല്ല ഇരിക്കുക, പുറമെ നമ്മൾ ഉള്ളിൽ തുറന്ന് ഓപ്പൺ ചെയ്ത് കഴിയാലും പോവില്ല. നമ്മൾ കഴിക്കുന്ന കണ്ടന്റിന്റെ അകത്ത് കെമിക്കൽ ഉണ്ടാവും അറിയാവുന്ന ഡാറ്റ ആണ്. കഴിക്കുന്ന സാധനത്തിന്റെ ഉള്ളിൽ കെമിക്കൽ ഉണ്ടാവും, നമുക്ക് കഴുകിക്കളയിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ആക്കൽ നടക്കത്തൊന്നുമില്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തിരിക്കുന്ന കെമിക്കൽസ് അതിനകത്ത് അക്യുമുലേറ്റ് ചെയ്തിരിക്കും. അതുവഴിയാണ് നമ്മളിലേക്ക് ഈ പറയുന്ന കെമിക്കൽസ് അക്യുമുലേറ്റ് ചെയ്ത് ബയോമാഗ്നിഫിക്കേഷൻ കൂടുതൽ ഹ്യൂമൻ ബീങ്സിലാണെന്ന് പറയാനുള്ള റീസൺ. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, സ്റ്റേറ്റ് 10% ലോ. നമ്മുടെ സാധനം വീണ്ടും വന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താ അല്ലേ ഒരു ഹാപ്പിനെസ്, ഭയങ്കര ഒരു സന്തോഷം. 10% ലോ സ്റ്റേറ്റ് ചെയ്യാം. എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ ഹൗ എനർജി ഫ്ലോസ് ത്രൂ ഡിഫറെന്റ് ട്രോഫിക് ലെവൽസ്. ഓരോ ട്രോഫിക് ലെവൽസിലൂടെ എനർജി എങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നു എന്നുള്ളത് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുക ഒരു എക്സാമ്പിളോട് കൂടിയിട്ട്. സോ 10% ലോ നിങ്ങൾ പറയുമ്പോൾ only 10% energy is traveling from one trophic level to the next trophic level അല്ലേ? അത് എഴുതിയാൽ മതി. എക്സാമ്പിൾ എന്താ പറയണ്ടേ? ഒരു ട്രോഫിക് ലെവൽ, ഒരു ഫുഡ് ചെയിൻ അങ്ങോട്ട് എഴുതുക. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്, സെക്കൻഡിൽ ഇത്രയുണ്ട്, തേർഡിൽ ഇത്രയുണ്ട്, ഫോർത്തിൽ ഇത്രയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടൂലേ? കിട്ടുമെങ്കിൽ ഡാറ്റ കാണിച്ച് 10% വെച്ച് പോകുന്നു എന്നുള്ളൊരു ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അവിടെ ഒരു മാർക്ക് ലോസും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഓക്സിജൻ, ഓസോൺ. ഫോർമുല, ബെനഫിറ്റ് ടു ദ ബയോട്ടിക് കമ്പോണന്റ്. ഓസോണിന്റെ ഫോർമുല, ഓക്സിജന്റെ ഫോർമുല അറിയാവുന്ന ഡാറ്റ ആണ്. ഓക്സിജൻ O ആണ്, O2 ആണ്, ഓസോൺ O3 ആണ്. ബെനഫിറ്റ് നമ്മൾ പഠിക്കണം. ഹൗ ഇസ് ഓസോൺ ഫോംഡ് അറ്റ് ദി ഹയർ ലെവൽ? ഇത് പഠിച്ചേ പറ്റുള്ളൂ. സാർ ഒന്ന് ആൻസർ കാണിച്ചേ മക്കളെ. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓസോണിന്റെ ഓക്സിജന്റെ യൂസ് നിങ്ങളൊന്ന് നോക്കി വെച്ചോ. ഞാൻ പറഞ്ഞത് ഈ ബി പാർട്ടിന്റെ ആൻസർ ആണ്. ഇങ്ങനെയാണ് ഓസോൺ ഫോം ചെയ്യുന്നത് കേട്ടോ. ഈ എക്സ്പ്ലനേഷൻ വേണം. ഓസോൺ അറ്റ് ദി ഹയർ ലെവൽ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ product of UV radiations acting on oxygen, O2. O2 molecules UV radiation hit ചെയ്ത് കഴിയുമ്പോൾ O2 split ആയി nascent oxygen, separate oxygen atoms ആയിട്ട് മാറുന്നുണ്ടാകും. High energy of UV radiation split apart some molecular oxygen into free oxygen atoms. These atoms then combines with the molecular oxygen to form ozone. നോക്കിക്കേ, O2 ഓക്സിജൻ മോളിക്യൂളിൽ യു വി റേഡിയേഷൻ വരുന്നു, അത് ഓക്സിജൻ ആറ്റംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആ ഓക്സിജൻ ആറ്റത്തിലേക്ക് വീണ്ടും ഒരു ഓക്സിജൻ മോളിക്യൂൾ കമ്പൈൻ ചെയ്യുന്നു, O3 ഓസോൺ ആയിട്ട് മാറുന്നു, O3 ഓസോൺ മോളിക്യൂൾ ആയിട്ട് മാറുന്നു. ഓക്കെ സർ, ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഫുഡ് വെബ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഡാഷ്. എന്താണ് ഫുഡ് വെബ്? വാട്ട് ഇസ് എ ഫുഡ് വെബ്? എന്താ ഫുഡ് വെബ്? ഇന്റർ കണക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ് ആണോ? ഏതാ ചൂസ് ചെയ്ത്? 1 2 3 4 ഏതാ? 2 3. യെസ് സർ, ആൻസർ. Various interlinked food chain is in an ecosystem is called a food web. പഠിച്ചു വെച്ചോ, ടിക്കറ്റോ ഫുഡ് ചെയിനും ഫുഡ് വെബും പഠിക്കണം കേട്ടോ. ദെൻ സർ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ, an ecosystem includes, ഒരു എക്കോസിസ്റ്റത്തിൽ 1 2 3 നോൺ ലിവിംഗ് മാത്രമാണോ ലിവിംഗ് മാത്രമാണോ അത് രണ്ടും ഉണ്ടോ? എങ്ങനെയാണ്? ഓപ്ഷൻ which is the right option? The right option is option 1 2 3 4 1 2 1 2 2 3. yes, see, both living organisms and non living objects ആണ് കേട്ടോ. ലിവിംഗും ഉണ്ട് നോൺ ലിവിംഗ് ഒബ്ജക്ട്സും ഉണ്ട് കേട്ടോ. യെസ് സോ ദെൻ മക്കളെ, 5 കിലോജൂൾ എനർജിയാണ് നമ്മുടെ ഫോർത്ത് ട്രോഫിക് ലെവലിൽ ഉള്ളതെങ്കിൽ പ്രൊഡ്യൂസർ ലെവലിൽ ഫോർത്ത് എവിടെ? 1 2 3 4. സ്നേക്ക് ആണ് ഫോർത്ത്. സ്നേക്കില് 5 കിലോജൂൾ ആണെങ്കിൽ പ്രൊഡ്യൂസർ ഗ്രാസിൽ 50 500 5000. 5000 കിട്ടിയോന്ന് ഡാറ്റ കാണിച്ച്. 5000 സർ ആൻസർ. 5000 is the right answer. 5000 kilojoule. ഞാൻ പറഞ്ഞില്ലേ ജൂൾ കിലോ ജൂൾ യൂണിറ്റ് കൺസിഡർ ചെയ്യണമെന്നില്ല കേട്ടോ. ഓക്കെ സോ ദെൻ നെക്സ്റ്റ്, accumulation of non-biodegradable pesticides in the food chain. It increases the amount at each trophic level is known as, അറിയാമല്ലോ, biomagnification. കറക്റ്റ് ആണ്, ഒരു ഡൗട്ടും ഇല്ല, ഇറ്റ്സ് biomagnification. then sir next question മക്കളെ, assertion reason സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. CFC depletes the ozone layer. CFCs are used as refrigerants and in fire extinguishers. കറക്റ്റ് അല്ലേ? സാർ നേരത്തെ പറഞ്ഞിരുന്നില്ലേ രണ്ട് കാര്യങ്ങൾ? സാർ ആൻസർ നോക്കിയോ, പിള്ളേർക്ക് ഡൗട്ട് ഒന്നുമില്ല. Assertion and reason are true and reason is the correct explanation of assertion. Okay, then so next,
Decomposers keep the environment clean, and reason they recycle matters by breaking down the organic remains and the waste products of plants and animals. Yes. Yes sir. Answer. Yes sir, answer display തന്നെ മക്കളെ നോക്കുക. Assertion and reason are true, but reason is the correct explanation of assertion. Assertion correct ആണ്, reason correct ആണ്. Reason എന്ന് പറയുന്നത് അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, സെറ്റ് ആണെങ്കിൽ നല്ലൊരു ഡാറ്റ കാണിച്ചേ. ഇനി ഇപ്പോൾ ക്വസ്റ്റ്യൻസ് സാർ ഇത്രേ പറയണുള്ളൂ, പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് കാര്യങ്ങളും ടേബിളും ഇല്ലസ്ട്രേഷൻ ഒക്കെ കാണിച്ചു തരാമെന്ന്. അത് കാണിച്ചു തരട്ടെ. ഇനി കാണിച്ചു തരാമെന്ന് എനിക്കൊന്ന് വേവ് ചെയ്തേ. ഈ സാധനമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ സർ. ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് നമുക്ക് പഠിക്കേണ്ടതല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ആണ് ഇത്. വേറെ ഒന്നുമല്ല മക്കൾ, ഈ ഫിഗേഴ്സ് പഠിക്കാൻ നിങ്ങൾ പോവരുത്. ഓക്കെ, ഈ ഫിഗേഴ്സ് വെറുതെ ഒന്ന് ഓടിച്ച് നോക്കാതെ ഒരു എക്സാമിന് പോകരുത് കേട്ടോ. ഓക്കെ സാർ, ഫസ്റ്റ് ഫിഗർ നോക്കുക. ക്രോസ് സെക്ഷൻ ഓഫ് എ ലീഫ്. സാർ പറഞ്ഞിരുന്ന ക്വസ്റ്റിനകത്ത് സെറ്റ് ആണെങ്കിൽ നോട്ട് ചെയ്ത് വേഗം എഴുതിയിട്ടോളൂ. എഴുതിയിടോ മാർക്ക് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ചെയ്തൊരു പ്രശ്നമില്ല കേട്ടോ. ക്രോസ് സെക്ഷൻ ഓഫ് ലീഫിൽ പാർട്സ് ലേബിൾ ചെയ്യാൻ പഠിക്കണം, ഫിഗർ വരയ്ക്കാനായിട്ട് പഠിക്കണം. പല സെക്ഷനിലും ഇത് ചോദിക്കാം. ആൻഡ് അടുത്തൊരു സാധനം നോക്കിക്കേ, പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ സാർ, അടുത്തത് നമ്മുടെ സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് ക്ലോസിംഗും ഗോഡ് സെല്ല്, സ്റ്റൊമാറ്റൽ പോറ്, ക്ലോറോപ്ലാസ്റ്റ്. സെറ്റ് ആണെങ്കിൽ തമ്പ് കാണിക്കുക. ഈ 3 സാധനങ്ങൾ ലേബൽ ചെയ്യാൻ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ടിക്കറ്റ് വെച്ചോട്ടോ. ഈ ഫിഗർ വളരെ പ്രധാനപ്പെട്ട ഫിഗർ ആണ്. ആൻഡ് ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ഈ ഫിഗർ കണ്ടോ മക്കളെ, KOH. ഇതിനകത്ത് ഈ ഒരു ഫിഗർ വന്നിട്ട് ഈ പ്ലേറ്റിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്ന സാധനം എന്താണെന്ന് ചോദിക്കും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ, KOH ആണ്. എന്തിനാണ് KOH വെച്ചിരിക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്ന ടാറ്റ കാണിച്ച്. ദാറ്റ് മീൻസ് എന്താണ്, ഈ KOH ഒരു പ്രത്യേകതയുള്ളത്, KOH കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്തെടുക്കും, അബ്സോർബ് ചെയ്തെടുക്കും. ആണെങ്കിൽ തമ്പ് കാണിച്ച്, KOH കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തെടുക്കും. ഇവിടെ ഈ സാധനം ജാറിട്ട് മൂടി ഈ സാധനം എന്ത് ചെയ്യുന്നുണ്ട്, വെയിലത്ത് കൊണ്ട് വെക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും, ഇതിനകത്ത് എക്സ്പെരിമെന്റ് ഇതാണ്. ഇതിങ്ങനെ ഒരു പ്ലാന്റ് വെച്ചു, ഒരെണ്ണത്തിൽ കുറച്ച് KOH വെച്ചു, ദെൻ അടുത്തതിൽ KOH വെച്ചിട്ടില്ല, രണ്ടും വെയിലത്ത് കൊണ്ടുവച്ചു. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കും. ഇതിനകത്ത് ഓക്സിജനും കാര്യങ്ങളൊക്കെ ഇത് വന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ റിലീസ് ചെയ്ത് പ്രശ്നങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ പോകും. പക്ഷെ ഇവിടെ രണ്ടും എടുത്തിട്ട് സ്റ്റാർച്ചിന്റെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതിലായിരിക്കും സ്റ്റാർച്ച് കൂടുതൽ അറിയാവുന്ന ഡാറ്റ കാണിച്ചേ. രണ്ടാമത്തെ ഫിഗറിൽ വിത്തൗട്ട് KOHയിലാണെങ്കിൽ ഡാറ്റ കാണിച്ചേ, വിത്തൗട്ട് KOH. അതെ, കാരണം എന്താ, ഫോട്ടോസിന്തസിസ് നടന്നാലേ ഫുഡ് ഉണ്ടാവുള്ളൂ. ആ ഫുഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാർച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ, ഗ്ലൂക്കോസിനല്ലേ സ്റ്റാർച്ച് ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയാ, KOH കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തെടുത്ത ഫോട്ടോസിന്തസിസ് നടക്കാൻ പറ്റുമോ? നടക്കുവോ? ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് കുറയൂലേ, കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിയുമ്പോൾ കുറയും. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്ലാന്റിൽ എന്തുണ്ടാവില്ല, ഈ പറയുന്ന സ്റ്റാർച്ചിന്റെ കണ്ടന്റ് ഉണ്ടാവില്ല എന്നല്ല, കുറവായിരിക്കും. ഓക്കെ, അപ്പൊ KOH ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമാണ് KOH. അതുകൊണ്ടാണ് അവിടെ ഈ സ്റ്റാർച്ചിന്റെ കണ്ടന്റ് കുറയുന്നത്. കത്തിയവരുന്ന ഡാറ്റ കാണിച്ച് നിങ്ങളുടെ ആക്ടിവിറ്റി സെക്ഷനിലെ ഫിഗർ ആണ്, ടിക്കറ്റ് വെച്ചോ, ഇമ്പോർട്ടന്റ്. ദെൻ സാർ അടുത്ത ഫിഗർ മക്കളെ നമ്മൾ പറഞ്ഞു, ന്യൂട്രീഷൻ ഇൻ അമീബ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നതാണ്, വരയ്ക്കാൻ പഠിക്കണം അമീബ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ദെൻ സാർ അടുത്ത ഫിഗർ മക്കളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫിഗർ ആണ്. നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞു ക്വസ്റ്റിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സാധനമായിരുന്നു. നോ ഡൗട്ട് നമ്മളിത് എലിമെന്ററി കനാലിന്റെ പാർട്സ് കൃത്യമായി വരയ്ക്കുക. നിങ്ങൾ ഈ അകത്തുള്ള സാധനം ആദ്യം വരയ്ക്കാൻ പഠിച്ചാൽ മതി. പുറത്തുള്ള ആളുടെ ബോഡിയുടെ ഷേപ്പ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട, അകത്തുള്ള സാധനം വൃത്തിക്ക് വരയ്ക്കാൻ പഠിക്കുക. ബോഡിയുടെ ഔട്ട്ലൈൻ ഒന്ന് വെറുതെ വരയ്ക്കുക. സെറ്റ് അല്ലേ? അടുത്ത ഫിഗർ, യെസ്, ഇത് കണ്ടായിരുന്നോ മക്കളെ? ഒരു നമ്മുടെ ലൈം വാട്ടറിനകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിടുമ്പോൾ അത് മിൽക്കി വൈറ്റ് ആവുന്നത് എന്താ സംഭവം? അവിടെ റിയാക്ഷൻ കെമിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്തൊരു സാധനമാണത് അല്ലേ? കെമിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്തല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറൂടെ പാസ് ചെയ്യാൻ നേരത്ത് അത് മിൽക്കി വൈറ്റ് ആവുന്ന സംഭവം. അപ്പൊ ആ ഫിഗർ, ആ ആക്ടിവിറ്റി ഒന്ന് വായിച്ചു നോക്കണം, ഈ ആക്ടിവിറ്റി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ഫിഗർ ടിക്കറ്റ് വെച്ചോളൂ, വായിച്ചു നോക്കിയാൽ മതി, ടിക്കറ്റ് മതി. ദെൻ സാർ അടുത്ത ഫിഗർ, ഇത് നോ ഡൗട്ട് ഓക്സിജന്റെ പ്രസൻസിലും ഓക്സിജന്റെ ആബ്സെൻസിലും മൈറ്റോകോൺട്രിയയിലും ഈസ്റ്റിന്റെ സൈറ്റോപ്ലാസത്തിലും ഒക്കെ എന്ത് നടക്കുന്നു, മസിൽ സെൽസിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നു. ഈ ഫ്ലോ ചാർട്ട് ഓക്കെ ആണെന്നുള്ളവർ ഡാറ്റ കാണിച്ചേ. ഇത് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ മക്കളെ, പഠിച്ചേ പറ്റുള്ളൂ. ആബ്സെൻസ് ഓഫ് എയറും പ്രസൻസ് ഓഫ് എയറും, അത് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നതും എത്തനോൾ ഉണ്ടാവുന്നതും കൃത്യമായിട്ട് നോക്കി വെച്ചോളണം കേട്ടോ. ആൻഡ് ദെൻ അടുത്തത് നെക്സ്റ്റ് വരുന്ന നോക്കുക നിങ്ങൾ, റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫിഗർ ആണ്. പാർട്സ് ലേബൽ ചെയ്യാൻ പഠിക്കണം. ലാരിങ്സ്, ഫാരിങ്സ്, നെയ്സൽ ക്യാവിറ്റി ഉണ്ട്, നെയ്സൽ ചേംബർ ഉണ്ട്, നെയ്സൽ പാസേജ് ഉണ്ട്, ദെൻ നമ്മുടെ ട്രക്കിയ ഉണ്ട്, റിങ്സ് ഓഫ് കാർട്ടിലേജ് ഉണ്ട്, ലങ്സ് ഉണ്ട്, ആൽവിയോളൈ, ബ്രോങ്കിയോൾസ്, ഇതൊക്കെ മാർക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവണം. ഡയഫ്രം, പ്ലൂറ, എന്താണ് പ്ലൂറ, ഡയഫ്രം കൃത്യമായി പഠിക്കണം. ഓക്കെ, സെറ്റ്, ടിക്കിട്ടോളൂ. റെസ്പിറേറ്ററി സിസ്റ്റം. ദെൻ അടുത്തത് സ്ട്രക്ചർ ഓഫ് ഹാർട്ട് ആണ്. ഹാർട്ടിന്റെ സ്ട്രക്ചറിൽ പെരികാർഡിയം പഠിക്കണം. പെരികാർഡിയം എന്താണെന്ന് പഠിക്കണം. ദെൻ 4 ചേംബേഴ്സ്, 2 വെൻട്രിക്കിൾസ് ഉണ്ട്, 2 ഏട്രിയംസ് ഉണ്ട്, പിന്നെ നമ്മുടെ അയോട്ട, പൾമണറി വാൽവ്, അയോട്ടിക് വാൽവ് ഉണ്ട്, പൾമണറി തന്നെ ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, അയോട്ടയുണ്ട്,
കൃത്യമായി എല്ലാം നോക്കണം, ലേബൽ ചെയ്യാൻ പഠിക്കണം, വരയ്ക്കാൻ പഠിക്കേണ്ട ഒരെണ്ണത്തിൽ നമ്മുടെ വരുന്ന ഒരാളാണ് ഈ ഹാർട്ട് എന്ന് പറയുന്നത്, ഹാർട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ സോ നെക്സ്റ്റ് ഇതും വരുന്നൊരു ഫിഗറാണ് കേട്ടോ. ഈ ഒരു ഫിഗറിന് ടിക്കറ്റ് വെച്ചോളൂ, ടെക്സ്റ്റിലുണ്ട്. ദെൻ അടുത്ത ഫിഗർ നോക്കിക്കേ, ബ്ലഡ് പ്രഷർ BP ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫിഗറാണ്. ഈ ബ്ലഡ് പ്രഷറിൻ്റെ എന്താണ് ബ്ലഡ് പ്രഷർ, അതുപോലെ സ്പിഗ്മോ മാനോമീറ്റർ എന്താണെന്നുള്ള കാര്യം, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ കൂടെ നോക്കി വെച്ചോളാം. ദെൻ അടുത്ത ഫിഗർ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഫിഗറാണ്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് കിഡ്നീസ് ഉണ്ട്, യൂറീറ്റർ ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്. അപ്പോൾ കിഡ്നീസിൻ്റെ ഈ ഒരു സ്ട്രക്ചർ ഉള്ളിലത്തത് വരയ്ക്കാൻ പഠിക്കാം, ബോഡിയുടെ ഔട്ട്ലൈൻ ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ഇഷ്ടമുള്ളതെന്നല്ല, കുറച്ചൊരു രീതിയിൽ വരയ്ക്കാം, പറ്റുന്ന രീതിയിൽ വരയ്ക്കുക നിങ്ങളത്. ഓക്കെ, ഔട്ട്ലൈനിലല്ല, അകത്തെ കണ്ടന്റിനകത്താണ്, ലേബൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയാണ് മാർക്ക് വരുന്നത്. ആൻഡ് അടുത്തത് നെഫ്രോൺ ആണ്. നെഫ്രോൺ അറിയാമല്ലോ എൻ്റെ മക്കൾക്ക് വരയ്ക്കാൻ. സാർ ഒന്ന് നെഫ്രോൺ കാണിച്ചു കൊടുത്തു. നെഫ്രോൺ ഇതാണ്, യെസ് കണ്ടല്ലോ. നെഫ്രോൺ വരയ്ക്കാൻ പഠിക്കാം. ബോമൻസ് ക്യാപ്സ്യൂള്, ഗ്ലോമറുലസ്, അഫറന്റ് ആർട്ടീരിയോൾ, ഇഫറന്റ് ആർട്ടീരിയോൾ, ദെൻ നമ്മുടെ റീനൽ ട്യൂബ്യൂള്, കളക്ടിങ് ഡക്റ്റ്, എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടോ. അതേപോലെ യൂറിൻ ഫോർമേഷൻ പഠിക്കണം, യൂറിൻ ഫോർമേഷൻ്റെ സ്റ്റെപ്സ് പഠിക്കണം. ദെൻ സാർ അടുത്തത് നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൽ ഡെൻഡ്രൈറ്റ്സ്, സെൽ ബോഡി, ന്യൂക്ലിയസ്, ആക്സോൺ, മയലിൻ ഷീത്ത് ഉണ്ട്, ആക്സണൈറ്റ് വേണ്ട, ആക്സോൺ കഴിഞ്ഞ പിന്നെ നെർവിൻറ്റിങ്, ഇത്രയും കാര്യങ്ങൾ ലേബൽ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ദെൻ ഈ സാധനം കണ്ടോ നമ്മളെ താഴത്തെ ഫിഗർ, ഇത് മസിലും അതുപോലെ ന്യൂറോണിൻ്റെ ഇതുകൂടി വരുന്നത് ഒരു സിനാപ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ടാറ്റ കാണിച്ച്, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു മസിലും ന്യൂറോണും കൂടി കൂടുന്ന ഒരു ജംഗ്ഷൻ. ഒരു സിനാപ്സിന് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ആണ്. ആ ഫിഗർ എക്സാമിന് വന്ന ഒന്ന് അറ്റൻഡ് ചെയ്യണം കേട്ടോ. അത് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്, കണ്ടു കഴിഞ്ഞാൽ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ആണെന്നുള്ളതൊന്ന് പറഞ്ഞാൽ മതി. ദെൻ സാർ അടുത്തത് നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, ഇവിടെ വരുന്നത് റിഫ്ലെക്സ് ആക്ഷന്റെ ഫിഗർ ആണ്. ഹോട്ട് ഒബ്ജക്റ്റിൽ കാണിച്ച് ഞാൻ ഫിഗർ വന്നില്ല എക്സാം, നേരത്തെ ക്വസ്റ്റ്യൻ സെക്ഷനിൽ വന്നായിരുന്നില്ല മക്കളെ. സെൻസറി റിസെപ്റ്റർ ഉണ്ട്, സെൻസറി ന്യൂറോൺ ഉണ്ട്, ഇന്റർ ന്യൂറോൺ അല്ലെങ്കിൽ റിലേ ന്യൂറോൺ ഉണ്ട്, ദെൻ നമുക്ക് മോട്ടോർ ന്യൂറോൺ ഉണ്ട്, എഫക്ടർ മസിൽ ഉണ്ട്, സ്പൈനൽ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. റിഫ്ലെക്സ് ആക്ഷന്റെ ഒരു ഫിഗർ. അടുത്തത് ബ്രെയിൻ ആണ്, ബ്രെയിനിന്റെ ഫിഗർ ആണ്. ബ്രെയിനിന്റെ ഫിഗറിൽ മിഡ് ബ്രെയിൻ വേണം, ഹൈൻഡ് ബ്രെയിൻ വേണം, ഫോർ ബ്രെയിൻ എവിടെയാണെന്ന് ലേബൽ ചെയ്യാൻ പഠിക്കണം. അതിൽ തന്നെ സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, പോൺസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, തലാമസ് ഉണ്ട്. ഈ പോർഷൻസ് ഒക്കെ ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ അല്ലേ? ഫിഗർ ഇത് സിമ്പിൾ അല്ലേ? ബ്രെയിൻ ലേബൽ ചെയ്യാൻ സിമ്പിൾ അല്ലേ? അതുപോലെ ബ്രെയിനിന്റെ പാർട്സ് ഉണ്ട്, പാർട്സിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് പാർട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പാർട്ട് ഐഡന്റിഫൈ ചെയ്താലേ നമുക്ക് ഫിഗറിലേക്ക് ലേബൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫോട്ടോട്രോപ്പിസം, റൈറ്റ്? ഈ ഫിഗർ കണ്ടാൽ ഫോട്ടോട്രോപ്പിസം ആണ്. ലൈറ്റ് ആണ് സ്റ്റിമുലൈ. ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റിമുലൈഡ് ഡയറക്ഷനിലേക്കാണ് പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത്. ദെൻ അടുത്തത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ജിയോട്രോപ്പിസംസ് ആണ് നെക്സ്റ്റ് കാണുന്നത്. ഓക്കെ, പോസിറ്റീവ് ജിയോട്രോപ്പിസം ഉണ്ട്. എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി നമുക്ക് നെഗറ്റീവ് ജിയോട്രോപ്പിസം പറയാം. ഷൂട്ട് വളരുന്നത് നെഗറ്റീവ് ജിയോട്രോപ്പിസത്തിലും റൂട്ട് വളരുന്നത് പോസിറ്റീവ് ജിയോട്രോപ്പിസം ആണ്. ദെൻ സാർ അടുത്തൊരു ഫിഗർ മക്കളെ, ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഗ്ലാൻഡ്സ് മെയിൽസിലും ഫീമെയിൽസിലും എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത് കണ്ടെങ്കിൽ ടാറ്റ കാണിച്ച്. ബ്രെയിൻ മുതൽ കേട്ടോ, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പിനിയൽ ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, ദെൻ നമുക്ക് കുറച്ച് ഗ്ലാൻഡ് നിങ്ങൾക്ക് പഠിക്കാൻ ഇല്ലാത്തത് കാണും, അത് വേണമെന്നില്ല. ദെൻ ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോക്കിയാൽ മതി കേട്ടോ. അഡ്രിനൽ ഗ്ലാൻഡ് നമുക്ക് വേണം, പാൻക്രിയാസ് നമുക്ക് വേണം, ടെസ്റ്റിസ് വേണം, ഓവറി വേണം. ഓക്കെ ആണെങ്കിൽ തമ്പ് കാണിച്ച്. ഗ്ലാൻഡ്സിന്റെ ലൊക്കേഷൻ അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ബോഡിയിൽ എവിടെയാണ് ലൊക്കേഷൻ, ഏത് ഹോർമോൺ ആണ് സെക്രീറ്റ് ചെയ്യുന്നത്, ആ ഹോർമോണിന്റെ ഫംഗ്ഷൻസ് എന്താണ്. ഓക്കെ സർ. ദെൻ ടേബിൾ സാർ ഇതാണ് പറഞ്ഞത്. ഇത് ബുക്കിലുണ്ടല്ലോ, NCERT എടുത്തോ. NCERT ടേബിൾ കണ്ടെങ്കിൽ വേഗം ടിക്കറ്റ് വെച്ച് സിമ്പിൾ ആയിട്ട് അത്രയും സെക്ഷൻ കവർ ചെയ്ത് പോകാൻ നമുക്ക് പറ്റുന്ന എളുപ്പ വഴിയാണ് കേട്ടോ. ഹോർമോണിന്റെ പേര്, ഗ്ലാൻഡിന്റെ പേര്, ആ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഹോർമോൺ ചെയ്യുന്ന ഫംഗ്ഷൻ. സിമ്പിൾ ആയിട്ട് തോന്നിയവരൊന്ന് ടാറ്റ കാണിച്ച്. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വേഗം ടിക്കറ്റ് വെച്ചോളൂ. ഹോർമോണിന്റെ നെയിം, അത് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡിന്റെ നെയിം, ആ ഹോർമോണിന്റെ ഫംഗ്ഷൻ. സിമ്പിൾ. ദെൻ സോ ബൈനറി ഫിഷൻ ഇൻ അമീബ ആൻഡ് ലെയ്ഷ്മാനിയ. അമീബയിലെയും ലെയ്ഷ്മാനിയയിലെയും ബൈനറി ഫിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലെയ്ഷ്മാനിയയുടെ നമ്മുടെ കലാസർ എന്ന് പറയുന്ന ഡിസീസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇത് രണ്ടും വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. ബൈനറി ഫിഷനും വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, ലെയ്ഷ്മാനിയയിലെ ബൈനറി ഫിഷനും വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, രണ്ടും ടിക്കറ്റ് വെച്ചോളൂ വരയ്ക്കാനായിട്ട്. അടുത്തതും വരയ്ക്കാൻ ചോദിക്കുന്ന ഒരു സാധനമാണ് പ്ലാസ്മോഡിയത്തിലെ മൾട്ടിപ്പിൾ ഫിഷനും പ്ലനേറിയയിലെ റീജനറേഷനും കേട്ടോ. പ്ലനേറിയയിലെ റീജനറേഷനും പ്ലാസ്മോഡിയത്തിലെ മൾട്ടിപ്പിൾ ഫിഷനും വരയ്ക്കാൻ ചോദിക്കുന്ന ഒരു സാധനമാണ്. സിമ്പിൾ ആയിട്ട് വരച്ചു വെച്ച് നമുക്ക് മാർക്ക് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, ദെൻ സാർ അടുത്തത് നോക്കിക്കേ, ഹൈഡ്രയിലെ ബഡ്ഡിങ്. ഇത് സിമ്പിൾ, വെരി സിമ്പിൾ, വരയ്ക്കാൻ പറ്റും. ഇതും വരയ്ക്കാൻ ചോദിക്കാറുള്ളതാണ്. ഹൈഡ്രയിലെ ബഡ്ഡിങ് എന്ന് പറയുന്ന സെക്ഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് വരച്ച് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ലേ. ദെൻ അടുത്തത് ബ്രയോഫിലത്തിന്റെ ഫിഗർ. വരയ്ക്കാൻ ചോദിക്കത്തില്ല, പേടിക്കണ്ട. കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാലോ ബ്രയോഫിലത്തിലെ ബഡ് ആണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത്. കണ്ടില്ലേ, ലീഫ് ബഡ്സ് റൈസ് ചെയ്യുന്നു അല്ലേ. ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിൾ ബ്രയോഫിലം അല്ലേ. ഓക്കെ, യെസ്. ദെൻ അടുത്തത് റൈസോപ്പസിന്റെ സ്പോർ ഫോർമേഷൻ ആണ്. ഇത് ലേബൽ ചെയ്യാൻ പഠിക്കണം. സ്പോർ, സ്പോറാഞ്ചിയ, ദെൻ റൈസോയിഡ്, ദെൻ നമ്മുടെ സ്പൊറാഞ്ചിയോഫോർ കാണിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ അങ്ങനെ തന്നെ ലേബൽ ചെയ്യാൻ പഠിക്കണം, വരയ്ക്കാൻ പഠിക്കണം. ഈ പറയുന്ന റൈസോപ്പസിന്റെ കേസ് കേട്ടോ. റൈസോപ്പസിലെ സ്പോർ ഫോർമേഷനിലൂടെയുള്ള അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വരയ്ക്കാൻ പഠിക്കണം. സാർ അടുത്തത് മക്കൾ ഈ ഫിഗർ ഫ്ലവർ ബേസ് ചെയ്തിട്ടുള്ള ഫ്ലവറിന്റെ സ്റ്റിഗ്മ, സ്റ്റെയ്മൻ, അതുപോലെ പിസ്റ്റിൽസിന്റെ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി, ദെൻ നമ്മുടെ
പാർട്സ് ജസ്റ്റ് ഒന്ന് ലേബിൾ ചെയ്യാൻ പഠിക്കുക. അടുത്ത സാധനം വരയ്ക്കാൻ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ സർ, അടുത്ത സാധനം മസ്റ്റായിട്ട് അറിയാമല്ലോ വരയ്ക്കാനായിട്ട്. ഇത് പോളൻ ഗ്രെയിൻസ് ഉണ്ട്, സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, പോളൻ ട്യൂബ് ഉണ്ട്, മെയിൽ ജാംസെൽ കാണിച്ചിട്ടുണ്ട്, ഓവറി കാണിച്ചിട്ടുണ്ട്, ഫീമെയിൽ ജാംസെൽ കാണിച്ചിട്ടുണ്ട്. ഇത്രയും ലേബിൾ ചെയ്യാൻ പഠിച്ചാൽ മതി. ഫിഗർ വൃത്തിക്ക് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവണം. അടുത്തൊരു സാധനം പ്രതീക്ഷിക്കില്ല, പക്ഷെ ഒരു ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ ജെർമിനേഷൻ്റെ ഒരു സാധനം കണ്ടായിരുന്നോ? വേറെ ഒന്നുമില്ല ഇതിനകത്ത്. കോട്ടിലിഡൻസ് ചോദിക്കാം ലേബിൾ ചെയ്യാനായിട്ട്, റാഡിക്കിൾ ചോദിക്കാം, പ്ലുമ്യൂൾ ചോദിക്കാം. കണ്ടെങ്കിൽ തമ്പ് കാണിച്ച് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഈ ഫിഗർ ടെക്സ്റ്റ് കിടക്കണില്ലേ? കണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ ടെക്സ്റ്റിൽ. ടിക്കട്ടോ എങ്ങാനും നമ്മുടെ ഭാഗ്യക്കേടിന് കയറി ചോദിച്ചാലോ? അതുകൊണ്ട് ഒന്നും വിട്ട് കളയണ്ട, നമുക്ക് ഇതൊക്കെ പഠിക്കാം. ഓക്കെ സോ നെക്സ്റ്റ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ടെസ്റ്റിസ്. ഇതിന്റെ ഒരു സെക്ഷൻ അല്ലേ നേരത്തെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നേ ആ ഫിഗറിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഫിഗർ വരും അല്ലെങ്കിൽ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. അടുത്തത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ഇതിനകത്ത് ഇപ്പോൾ ഓവറി ഉണ്ട്, യൂട്രസ് ഉണ്ട്, വെജൈന ഉണ്ട്, സെർവിക്സ് ഉണ്ട്, നമ്മുടെ എന്താ പറയുക ഓവിഡക്റ്റ്, ഫാലോപ്പിയൻ ട്യൂബ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചല്ലേ ലേബിൾ ചെയ്യാനുള്ളൂ ഇതിനകത്ത്. എനിക്കൊന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരയ്ക്കാനും ലേബിൾ ചെയ്യാനും എളുപ്പം ഫീമെയിൽ ആണ്. അപ്പോൾ ഫീമെയിൽ മസ്റ്റ് ആയിട്ടും പഠിക്കുക, മെയിൽ എന്തായാലും വിട്ട് കളയരുത്, ട്രൈ ചെയ്യണം നന്നായിട്ട് പഠിക്കാനായിട്ട്. ഓക്കെ സർ. റീനൽ ഓക്കെ സാർ അടുത്തത് മക്കളേതേ മോണോഹൈ സാർ പ്രീവിയസ് വൺ. ഓക്കെ, ഇത് നമ്മുടെ മെന്റൽ എക്സ്പെരിമെന്റ് ചെയ്തതാണ്. F1 ജനറേഷൻ ക്ലോസസ് വിത്ത് F1 ജനറേഷനിൽ F2 നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റും സെക്കൻഡും ജനറേഷൻ നോക്കണം. മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. പീ പ്ലാന്റ്, പൈസം സറ്റേവം എന്നാണ് പ്ലാന്റിന്റെ പേര്. 7 പെയർ കോൺട്രാക്ടിങ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ആ പ്ലാന്റിനെ ആര് ചൂസ് ചെയ്തു? മെന്റൽ ചൂസ് ചെയ്തു. ഗ്രിഗർ ജോഹാൻ മെന്റൽ എന്നായിരുന്നു പുള്ളിക്കാരന്റെ പേര്. ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞ് സെക്കൻഡിലെ റേഷ്യോ വരുന്നത് 3:1 ആണെന്നും. ഓക്കെ, പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ ദെൻ സാർ അടുത്തത് സെക്സ് ഡിറ്റർമിനേഷന്റെ ഫിഗർ ആണ്. വളരെ ഇമ്പോർട്ടന്റ്, ഞാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യനകത്ത് വന്നതാണ്. വരയ്ക്കാനായിട്ട് ഈ രണ്ട് ഫിഗേഴ്സ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവണം. ആൻഡ് ദെൻ അടുത്തത് ഫുഡ് ചെയിനിന്റെ ഫിഗർ ആണ്. മക്കൾ ഇതിനകത്ത് നോക്കാൻ നേരത്ത് ഡിഫറെന്റ് ഫുഡ് ചെയിൻസ് കാണുന്നുണ്ടല്ലോ. എപ്പോഴും തുടങ്ങുന്നത് ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഗ്രാസ് പ്രൊഡ്യൂസറിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മസ്റ്റ് ആയിട്ട് നോക്കിക്കണം കേട്ടോ. ഒരു 2-3 ഫുഡ് ചെയിൻ എഴുതാനായിട്ട് പഠിച്ചു വെച്ചോളൂ. അക്വാറ്റിക് ഫുഡ് ചെയിനും ടെറസ്ട്രിയൽ ഫുഡ് ചെയിനും ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് സാറേ ഒന്ന് കാണിച്ചു കൊടുത്തു മക്കളെ. ട്രോഫിക് ലെവൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് ആ താഴേന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഏറ്റവും താഴെ പ്രൈമറി ആണ്, അതായത് പ്രൊഡ്യൂസർ ആണ് ഫസ്റ്റ് ട്രോഫിക് ലെവൽ, പ്രൈമറി കൺസ്യൂമർ സെക്കൻഡ് ട്രോഫിക് ലെവൽ, സെക്കൻഡറി കൺസ്യൂമർ തേർഡിലും ഫോർത്തിൽ ടെർഷറി കൺസ്യൂമർ ആണ് വരുന്നത്. അടുത്തൊരു ഫുഡ് വെബിന്റെ ഫിഗർ. ഈ ഫിഗർ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഫിഗർ ബേസ് ചെയ്തിട്ട് ഫുഡ് വെബിന്റെ ഫിഗർ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിന്റെ അടുത്തൊരു സിമ്പിൾ സാധനം ഒരു ഫിഗറോടെ കിടക്കുന്നുണ്ട് നിങ്ങളുടെ ഇതേ ചാപ്റ്ററിൽ. ഈ ഫിഗർ നോക്കിക്ക്, കണ്ടായിരുന്നോ? കണ്ടോ? സൺലൈറ്റ്, പ്രൊഡ്യൂസേഴ്സ്, ഹെർബിവോഴ്സ്, കാർണിവോഴ്സ്, ടോപ്പ് കാർണിവോഴ്സ്. കണ്ടെങ്കിൽ ടാറ്റ കാണിച്ച്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഡാഷൊക്കെ ഇട്ട് തന്നിട്ട് അതൊക്കെ ഫില്ല് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യണം കേട്ടോ. സിമ്പിൾ സാധനങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കുമായിട്ടൊരു കണക്ഷൻ വേണം നിങ്ങൾക്ക് കേട്ടോ. NCERTയും കൂടെ വെച്ചിട്ടിരുന്ന് പഠിക്കണം ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷൻ ടൈമിലൊക്കെ. ഓക്കെ, ആൻഡ് അടുത്തൊരു സാധനം കൂടെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചതുമാണ്, എഴുതിയതാണ്, നിങ്ങൾ തെറ്റിക്കത്തൊന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദാറ്റ് ഇസ് നമ്മുടെ ഓസോൺ ഡിപ്ലീഷൻ എന്താണ്, ഓസോൺ ലെയർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഓക്സിജൻ UV റേസ് വന്നിട്ട് O2 മോളിക്യൂൾസ് ഓക്സിജൻ ആറ്റംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്സിജൻ ആറ്റംസിന്റെ കൂടെ അഗൈൻ അടുത്ത ഓക്സിജൻ മോളിക്യൂൾ കമ്പൈൻ ചെയ്ത് O3 എന്ന് പറയുന്ന ഓസോൺസ് ഉണ്ടാകുന്നു. ഓക്കെ, സെറ്റ് ആണെങ്കിൽ ടാറ്റ കാണിച്ച്. സാർ ഒന്ന് സ്ലൈഡ് റിമൂവ് ചെയ്തോളൂ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ബയോളജിയിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ 5 ചാപ്റ്ററിലെ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്തൊരു ഫീൽ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കവർ ചെയ്ത ഫീൽ എനിക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കവർ ചെയ്ത സാധനങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, കവർ ചെയ്ത് തന്നു, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും, എഴുതിയിട്ടുണ്ടാകും, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ എന്ത് ചെയ്യണം? സമയമില്ലേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്? സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. ഗ്യാപ്പില്ലേ? എക്സാം വരെ കുറച്ച് ഗ്യാപ്പ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾ പഠിക്കുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയച്ച് മിസ്സിനോട് ഇതാ മിസ്സിനായിരിക്കും നിങ്ങൾ വോയിസ് അയക്കുന്നത്. മിസ്സിനൊന്ന് വോയിസ് അയക്കാം, മിസ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നോളും. സാർ അത് ക്ലിയർ ചെയ്ത് തിരിച്ച് പറഞ്ഞു തന്നേക്കാം. അപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കുക. സാറ് പറഞ്ഞ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കണം. അപ്പോൾ സെറ്റായിട്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ഹാൻഡൊക്കെ ചെയ്തിട്ട് നിന്നോളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക ഒഫീഷ്യലി ഈ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് ഡേയിൽ എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും വീണ്ടും ഒന്നും കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇവിടെ വന്നിട്ട് എന്നെ എല്ലാവരുടെ കളിയൊക്കെയായിരുന്നു. സാർ എന്നാലും ലാസ്റ്റ് ഡേ മിസ്സായി പോയല്ലോ സാർ, എന്ത് കഷ്ടം ഉണ്ടായിരുന്നു. വേറെ ക്ലാസ് ഉണ്ടായിരുന്നോണ്ടാണ് കേട്ടോ മക്കളെ, വേറെ ഒന്നുമല്ല. എസ് അല്ലേ സാർ അത്? എസാ എനിക്കറിയാം നിനക്ക് ഡൗട്ട് വരുമെന്ന് പറഞ്ഞോ. ഏതാടാ? 180 filtrate of urine is produced every day, but only 2.5 liters of urine. അത് ജസ്റ്റ് നോട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. മിസ്സിന് അയച്ചു കൊടുത്തിട്ടുണ്ടോ? നോക്കിയിട്ട് വേറെ ഉണ്ട്. മറ്റേ പ്ലാന്റ്സിന്റെ വേസ്റ്റ് ഇല്ലേ, അത് ഫ്രൂട്ട്സിന്റെ ഫോമിലും പോകുന്നുണ്ട്.
വേസ്റ്റ് ഫ്രൂട്ട്സിന്റെ ഫോമിൽ പോകുമെന്ന് പറയാൻ പറ്റില്ലടാ. പ്ലാന്റ്സിനകത്ത് ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന മെറ്റീരിയൽസ് ഓർഗാനിക് ഫുഡല്ലേ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, വേസ്റ്റ് അല്ല. വേസ്റ്റ് മോസ്റ്റ്ലി പോകുന്ന ഒന്ന് മറ്റേ നമ്മുടെ പ്ലാന്റിന്റെ നടുക്ക് വരുന്ന ഹാർട്ട് വുഡ് ഇല്ലേ, വുഡിന്റെ അകത്ത് ഓൾഡ് സൈലത്തിൽ വെച്ചിട്ട് കുറച്ച് വേസ്റ്റ് പോകും. പിന്നെ ലീഫ് വഴി പോകും. ഫ്രൂട്ട്സ് വഴി വേസ്റ്റ് പോകാൻ ചാൻസ് ഇല്ല. ഫ്രൂട്ട്സിലേക്ക് വരുന്ന മെയിൻലി ഓർഗാനിക് ഫുഡാണ്, അത് ഫോട്ടോസിന്തസിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന ഫുഡാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ യെസ്, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മാത്രമേ വേരിയേഷൻ വരത്തുള്ളൂ. ഏതാടാ? പംകിൻ ആണോ? അല്ലല്ലോ, എക്സാക്ട് കോപ്പീസ് ഒരിക്കലും പറയാൻ പറ്റില്ല. ഷേപ്പിലും അതിന്റെ സ്ട്രക്ചറിലൊക്കെ വേരിയേഷൻസ് വരാറില്ലേ? ബട്ട് അതിൽ വേരിയേഷൻസ് ഉണ്ടാവുക, വേരിയേഷൻസ് ഉണ്ടാവും തീർച്ചയായും. അതെ, വേരിയേഷൻസ് മൊസ്റ്റായിട്ടും ഉണ്ടാവണം അങ്ങനെയല്ല പറയുന്നത്, വേരിയേഷൻസ് ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ. ചില കേസിലൊക്കെ വേരിയേഷൻസ്, മോസ്റ്റ് ഓഫ് ദി കേസിൽ വേരിയേഷൻ, ഒരു മൈന്യൂട്ട് വേരിയേഷൻ ഇല്ലാതിരിക്കില്ല സെക്ഷൽ റീപ്രൊഡക്ഷൻ. തീർച്ചയായിട്ടും ഒരു മൈന്യൂട്ട് വേരിയേഷൻ വരും, ഉറപ്പായിട്ടും വരും. എപ്പോഴും അല്ല, അത് ഡോക്ടർ ഇപ്പോൾ നമുക്ക് ഡയബറ്റീസ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ പല ആളുകളുടെ കേസിലും കോൺസെൻട്രേഷൻ പല രീതിയിലായിരിക്കും. ഈ പറഞ്ഞ ഷുഗർ ലെവൽ കൂടുന്നതും കുറയുന്നതും പല ലെവലിലായിരിക്കുമല്ലോ. അപ്പോൾ ലെവൽ കൂടുന്ന ആളും കുറയുന്നതനുസരിച്ചിട്ട് എടുക്കുന്ന ഡേയ്സ്, ഇപ്പോൾ വീക്ക്ലി 2 എണ്ണം എടുക്കുന്നവരുണ്ടാകും, മന്ത്ലി 2 എണ്ണം എടുക്കുന്നവരുണ്ടാകും, വീക്കിൽ 1 എണ്ണം എടുക്കുന്നവരുണ്ടാവും ഇൻസുലിൻ. അപ്പോൾ ഡോസേജ് ഓരോ ആളുകളുടെ ബേസിൽ പ്രൊഡക്ഷൻ ഓഫ് അയ്യോ ഡെയിലി എടുക്കുന്ന ആളുകൾ കുറവാണ്. ഡെയിലി അങ്ങനെ എടുക്കുന്നവരില്ല, 1-2 ദിവസം കൂടുമുണ്ട്. പഞ്ചാരയാണ്. ഓക്കെ, അച്ചാച്ചന് പഞ്ചാരയാണ്. ഓക്കെ, അപ്പൊ അച്ചാച്ചൻ എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്? അതെ, തട്ടിപ്പോയോ ദൈവം. ഓക്കെ, അപ്പൊ അങ്ങനെ എടുത്തിട്ടുണ്ടാവും. ചില ആളുകളുടെ കേസിൽ ഭയങ്കര എക്സ്ട്രീം കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ഡെയിലി എടുക്കുന്ന കേസൊക്കെ വരാറുണ്ട്. അത് അങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല. കാരണം പ്ലസന്റ് അവരുടെ കുട്ടി പോന്നു കഴിഞ്ഞാൽ പിന്നെ പ്ലസന്റ് അധികം നേരം അവിടെ ഇരിക്കത്തില്ല. അത് ഓട്ടോമാറ്റിക്കലി യൂട്രസിനകത്ത് ഡീജനറേറ്റ് ചെയ്ത് പോന്നിട്ട് ബ്ലഡിന്റെ കൂടെ പുറത്തേക്ക് റിമൂവ് ആയി പോകും. സിസേറിയന്റെ കേസിൽ അവർ റിമൂവ് ആക്കുവാടാ. കുട്ടീനെ എടുത്ത് കഴിയുമ്പോൾ ഈ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുമല്ലോ. അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും പ്ലസന്റ് അതിൽ നിന്ന് റിമൂവ് ആക്കും. കാരണം അംബിലിക്കൽ കോഡ് ഇസ് കണക്റ്റഡ് ടു ദ പ്ലസന്റ. അംബിലിക്കൽ കോഡ് റിമൂവ് ചെയ്യണമെങ്കിൽ പ്ലസന്റെ കൂടെ അതിൽ നിന്ന് എടുക്കണം. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, ഇന്ത്യൻ സാർ അടുത്ത ആള്. ഇനി നമ്മുടെ ദിയ ഉണ്ട്. ദിയ നോഫലുണ്ട്, പിന്നെ ശ്രദ്ധയുണ്ടല്ലോ. ദിയ അൺമ്യൂട്ട് ചെയ്തോടാ. പ്ലൂറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിന് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന മെംബ്രെയിനസ്, ഡബിൾ മെംബ്രെയിനസ് കവറിംഗ് ഓഫ് ലങ്സ്. ലങ്സിന്റെ ചുറ്റുമുള്ള കവറിംഗ്. പ്ലൂറ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലൂറ എന്ന് പറയുന്നത് ലങ്സിന് ലങ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, പ്ലൂറയുടെയും ലങ്സിന്റെ വാളിന്റെ ഇടയിൽ ഒരു പ്ലൂറൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലങ്സിന്റെ മൂവ്മെന്റും പ്ലൂറയും തമ്മിലുള്ള ആ ഒരു മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ ലങ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. ഓക്കെ ദിയ, ദെൻ സാർ അടുത്തത് നമ്മുടെ ശ്രദ്ധയാണ്. ശ്രദ്ധ, വേർ ഇസ് ശ്രേയ? അവിടെ ഉണ്ടാവും. ഓ, എന്തൊരു സ്നേഹം നോക്കിക്കേ സിസ്റ്ററോട്. പറഞ്ഞോ ശ്രദ്ധ. ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ മാർക്ക് ഈക്വൽ ആയിട്ടാണല്ലോ കിട്ടുന്നത്. മനസ്സിലാക്കാം, കാരണം സയൻസിലെല്ലാം മിക്സ്ഡ് ആയിട്ടല്ലേ ക്വസ്റ്റ്യൻസ് വരുന്നത്. സയൻസിലെല്ലാം മിക്സ്ഡ് എന്ന് പറയാൻ നേരത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ഒറ്റയ്ക്ക് കയറി ചോദിക്കത്തില്ല, പേടിക്കണ്ട. ഈ ഒരു ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് ചോദിക്കില്ല, റിഫ്ലെക്സ് ആക്ഷൻ ബേസ് ചെയ്തിട്ട്. ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇപ്പൊ ഞാൻ കാണിച്ച ക്വസ്റ്റ്യനകത്ത് റിഫ്ലെക്സ് എന്നൊരു വാക്ക് അവിടെ ഉണ്ടായിരുന്നില്ലേ? അല്ല, ഉണ്ടായിരുന്നു. ആക്ഷൻ ഓഫ് മൂവ്മെന്റ് എന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മെറ്റീരിയലിൽ ഉണ്ടാ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ ഒന്ന്. റിഫ്ലെക്സ് ആക്ഷന്റെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടാവൂടാ, എന്തെങ്കിലും ഒരു ക്ലൂ അവിടെ കിടക്കുന്നുണ്ടാവും. പിന്നെ ഇപ്പൊ ഫെർട്ടിലൈസേഷൻ പ്ലാൻ ചോദിച്ചാൽ മറ്റേ ഡബിൾ ഫെർട്ടിലൈസേഷൻ
ലൈക്ക് ഏതാണ് നിർബന്ധമുള്ളത് മാർക്ക് ബേസ് ചെയ്തിട്ടാണോ? ഡബിൾ ഫെർട്ടിലൈസേഷൻ എഴുതിയാൽ ബെറ്റർ ആണ്, കാരണം ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണല്ലോ മെയിൻലി അവിടെ നടക്കുന്നത്. അതുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, അത് എഴുതിയത് നല്ലതാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്തായാലും ഡബിൾ ഫെർട്ടിലൈസേഷൻ പറഞ്ഞോ. പ്ലാന്റ്സിലെ ഫെർട്ടിലൈസേഷൻ മെയിൻലി നിങ്ങൾക്ക് ആ ഒരു ജെർമിനേഷൻ കാണിച്ച് പോളൻ ട്യൂബിനകത്തൂടെ മെയിൽ ഗാമേറ്റ് വന്നിട്ട് ഫീമെയിൽ ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത് പറയാം. ഈ ഫ്യൂഷൻ ടൈമിൽ ഫ്യൂഷന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് അവിടെ 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് സൈഗോട്ടായിട്ട് മാറും, ഒന്ന് അടുത്തത് എൻഡോസ്പം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നുള്ള കാര്യം മെൻഷൻ ചെയ്താൽ മതി ലാസ്റ്റിൽ. പിന്നീട് ഈ പറയുന്ന ഒവ്യൂള് സീഡായിട്ടും ഓവറി ഫ്രൂട്ടായിട്ട് മാറും എന്നുള്ളതുകൂടെ പറയാം. ഓക്കെ ദെൻ സാറേ അതിലും കൂടി ഉണ്ട് തോന്നണേ അല്ലേ? അതിലല്ലേ അത്? യെസ്, അതിലെ അൺമ്യൂട്ട് ചെയ്തോടാ. അപ്പോ ബൈൽ ജ്യൂസ് ആണോ ആൽക്കലൈൻ മീഡിയ? എടാ ബൈൽ ജ്യൂസ് ആണ് അസിഡിക് മീഡിയം, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിൽ സെക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് അസിഡിക് മീഡിയം ആണ്. ഈ അസിഡിക് മീഡിയം നേരെ ഇൻഡസ്റ്റൈനിലേക്ക് വന്നു കഴിയുമ്പോൾ അസിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ ട്രിപ്സിന് ആക്ട് ചെയ്യില്ല. ട്രിപ്സിന് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവറിൽ നിന്ന് ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യണം. ബൈൽ ജ്യൂസ് വന്നിട്ട് നമ്മുടെ ഈ പറയുന്ന ഫുഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കണ്ടന്റുള്ള ഫുഡിനെ ആൽക്കലൈൻ ഫോമിലേക്ക് ആക്കിയതിന് ശേഷം മാത്രമേ ട്രിപ്സിന് അതിന്റെ ആക്ടിവിറ്റി കാണിക്കത്തുള്ളൂ. അപ്പോ എക്സെൽ കാരണം ആസിഡിക് ആവുന്ന സമയത്താണോ മറ്റേ ലിപ്പേസ് ആക്ട് ചെയ്യുന്നത്? അസിഡിക് ആവുന്ന കേസിലാണോ? പെപ്സിൻ അല്ലേ ലിപ്പേസാ? പെപ്സിൻ സ്റ്റൊമക്കിൽ പെപ്സിൻ അല്ലേ? പെപ്സിനും ട്രിപ്സിനും അല്ലേ? പെപ്സിൻ അസിഡിക് മീഡിയത്തിൽ സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ് പെപ്സിന്റെ ആക്ടിവിറ്റി കാണിക്കുക. പെപ്സിൻ സ്റ്റൊമക്കിൽ വെച്ച് അസിഡിക് മീഡിയത്തിൽ ഡൈജഷൻ നടത്തും. ദെൻ ട്രിപ്സിൻ എന്ന് പറയുമ്പോൾ ഇൻഡസ്റ്റൈൻ്റെ അകത്തോട്ട് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ആൽക്കലൈൻ മീഡിയ ആയി കഴിഞ്ഞിട്ട് അതിനകത്ത് വെച്ചിട്ട് ട്രിപ്സിൻ ആക്ടിവിറ്റി കാണിക്കുകയുള്ളൂ. ആൽക്കലൈൻ ആയാൽ മാത്രമേ ട്രിപ്സിന്റെ ആക്ടിവിറ്റി നടക്കത്തുള്ളൂ, അസിഡിക് ആണെങ്കിൽ ആക്ടിവിറ്റി നടക്കില്ല. കിട്ടും. ബൈൽ ജ്യൂസ് ആണ് ആൽക്കലൈൻ ആക്കുന്നത്. സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന അസിഡിക് കണ്ടന്റ് ഉള്ള ഫുഡിനെ ആൽക്കലൈൻ ആക്കി മാറ്റുന്നത് ബൈൽ ജ്യൂസ് ആണ്. ഓക്കെ അതുൽ യെസ്. അപ്പോൾ എല്ലാവരും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഹാപ്പി ആയിട്ട് പോയിരുന്ന മക്കൾ പഠിക്കേണ്ട സമയമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലി ഞാൻ പറഞ്ഞില്ലേ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് എക്സാം എഴുതാൻ. നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ കെമിസ്ട്രി ഫിസിക്സ് ലൈവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം അറ്റൻഡ് ചെയ്യണം കേട്ടോ. ബയോളജി മാത്രമല്ല ഫിസിക്സും കെമിസ്ട്രി ഒക്കെ വരുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അടിപൊളിയായിട്ട് നമ്മുടെ സയൻസ് എക്സാം തകർത്ത് എഴുതണം. നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്, ടാറ്റാ.